നമ്മൾ 2026 നീറ്റ് റാങ്ക് റെവല്യൂഷൻ ലൈവ് സീരീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് സബ്ജക്റ്റാണ്. സുവോളജി ആദ്യം തുടങ്ങുന്നു, അതിനുശേഷം കെമിസ്ട്രിയും ഡിസ്കസ് ചെയ്യുന്നു. സുവോളജിയിലെ ഓൾ യൂണിറ്റിൻ്റെ ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നീറ്റ് ലെവൽ അതുപോലെ നീറ്റ് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഓൾ യൂണിറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ആദ്യം പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: in the hierarchy of classification, as we move from species to kingdom, the number of common characters decreases. At which level would you accept to find the maximum general characters shared by a group of organisms? Okay, അപ്പോൾ നോക്കിക്കേ, ഇത് ഹൈറാർക്കി ലെവൽ അല്ലെ, ഹൈറാർക്കിയിൽ നമ്മൾ നോക്കുന്നു. ഹൈറാർക്കി ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ, ഹൈറാർക്കി നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ കിങ്ഡം മുതൽ അല്ലേ, കിങ്ഡം ടു സ്പീഷീസ്. ഓക്കെ, അപ്പോൾ ഇതാണല്ലോ നമ്മുടെ ഹൈറാർക്കി ലെവൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, കിങ്ഡം മുതൽ സ്പീഷീസ് വരെ. അപ്പം അതും ഏറ്റവും ഹൈ ക്ലാസ്സിൽ നമുക്ക് കിങ്ഡം പറഞ്ഞു, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, തിരിച്ചാണെങ്കിലും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ഹൈറാർക്കി ലെവൽ ക്ലാസിഫിക്കേഷൻ ആസ് വി മൂവ് സ്പീഷീസ് ടു കിങ്ഡം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്പീഷീസിൽ നിന്നും കിങ്ഡത്തിലേക്ക് പോകുന്നു. ദ നമ്പർ ഓഫ് കോമൺ ക്യാരക്ടർ ഡിക്രീസസ്. ശരിയല്ലേ? അപ്പോൾ ഇവിടുന്ന് പോകുന്നതനുസരിച്ച് കോമൺ ക്യാരക്ടേഴ്സ് കുറയും. അപ്പോൾ നമുക്കറിയാം സ്പീഷീസിലായിരിക്കും ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ക്യാരക്ടേഴ്സ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് പോകുന്നതനുസരിച്ച് സ്പെസിഫിക് ക്യാരക്ടേഴ്സ് കുറഞ്ഞ് കോമൺ ക്യാരക്ടേഴ്സ് കൂടിക്കൂടി നമുക്കറിയാം. ദെൻ ഇൻ വിച്ച് ലെവൽ വുഡ് യു എക്സ്പെക്ട് ഫൈൻഡ് ദ മാക്സിമം ജനറൽ ക്യാരക്ടേഴ്സ്. അപ്പോൾ ജനറൽ ക്യാരക്ടേഴ്സ് ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെയായിരിക്കും? ജനറൽ ക്യാരക്ടേഴ്സ് ഏറ്റവും കൂടുതൽ. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ജനറൽ ക്യാരക്ടേഴ്സ് ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെയായിരിക്കും? കിങ്ഡത്തിലായിരിക്കും അല്ലേ? കാരണം താഴേക്ക് പോകുന്നതനുസരിച്ച് ജനറൽ ക്യാരക്ടേഴ്സ് കുറഞ്ഞു വരുന്നു, സ്പെസിഫിക് ക്യാരക്ടേഴ്സ് കൂടി വരും. ശരിയല്ലേ? അപ്പോൾ സ്പീഷീസിലേക്ക് വരുമ്പോൾ ജനറൽ ക്യാരക്ടേഴ്സ് ഏറ്റവും കുറവായിരിക്കും, അവിടെ സ്പെസിഫിക് ക്യാരക്ടേഴ്സ് ആയിരിക്കും കൂടുതൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ജനറൽ ക്യാരക്ടേഴ്സ് വരുന്ന എവിടെ പറയാൻ പറ്റും? ഏറ്റവും ലാർജ് ഗ്രൂപ്പായിട്ടുള്ള കിങ്ഡത്തിലായിരിക്കും ജനറൽ ക്യാരക്ടേഴ്സിൽ കൂടുതൽ വരുന്നത്. ശരിയല്ലേ? അപ്പോൾ ആൻസർ ഏതാണ്? കിങ്ഡമാണ് അല്ലേ? സോ ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: which of the following is correctly matched without any exception? ഓക്കെ, അപ്പോൾ ലിവിംഗ് വേൾഡിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ തുടങ്ങി അവസാന ചാപ്റ്റർ എൻഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ലിവിംഗ് വേൾഡിൽ നിന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്: which of the following is correctly matched without any exception? അപ്പോൾ എക്സെപ്ഷൻ ഒന്നുമില്ലാതെ മാച്ച് ചെയ്യാൻ പറ്റുന്ന എന്താണ്? സോ ഓൾ ലിവിങ് ഓർഗാനിസം റീപ്രൊഡ്യൂസ്. അപ്പോൾ എല്ലാ ലിവിങ് ഓർഗാനിസവും റീപ്രൊഡ്യൂസ് ചെയ്യില്ലല്ലോ, ചെയ്യുമോ? ഇല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ അറിയാം. വർക്കർ ബി. ഓക്കെ, വർക്കർ ബി ഒരിക്കലും റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മ്യൂൾ റീപ്രൊഡ്യൂസ് ചെയ്യില്ല. അതുപോലെ തന്നെ സ്റ്റെറൈൽ കപ്പിൾസ്, സ്റ്റെറൈൽ ഹ്യൂമൻ കപ്പിൾസ് അല്ലേ, അപ്പോൾ അവർക്കും റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, നമുക്കറിയാം. അപ്പോൾ എല്ലാ ലിവിങ് ഓർഗാനിസും റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ ഇത് തെറ്റാണ്. അതുപോലെ തന്നെ ഓൾ ലിവിങ് ഓർഗാനിസം സെൽഫ് കോൺഷ്യസ്നെസ്. അപ്പോൾ എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും സെൽഫ് കോൺഷ്യസ്നെസ് ഉണ്ടോ? ഇല്ല. അത് ഹയർ ആനിമൽസിൽ മാത്രമേ നമുക്ക് സെൽഫ് കോൺഷ്യസ്നെസ് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എല്ലാ ലിവിങ് ഓർഗാനിസം, പ്ലാന്റ് പോലുള്ള ഓർഗാനിസത്തിൽ, ലിവിങ് ഓർഗാനിസത്തിൽ സെൽഫ് കോൺഷ്യസ്നെസ് കാണുന്നില്ല. ടെക്സ്റ്റ് തന്നെ പറയുന്നുണ്ട് ഹ്യൂമൻ ബീങ്സിലാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് പറയുന്നുണ്ട്. അപ്പോൾ ഇതും തെറ്റാണല്ലോ. ദെൻ ഓൾ ലിവിങ് ഓർഗാനിസം മെറ്റബോളിക് റിയാക്ഷൻ ഇൻ സെല്ലുലാർ എൻവയോൺമെൻറ്റ്. യെസ്. അപ്പോൾ സെല്ലുലാർ എൻവയോൺമെൻറ്റിൽ മെറ്റബോളിക് റിയാക്ഷൻ നടക്കുന്നത് ലിവിങ് ഓർഗാനിസത്തിൽ മാത്രമാണ്. നമുക്ക് മെറ്റബോളിക് റിയാക്ഷൻസുകൾ വേണമെങ്കിൽ മെറ്റബോളിസം പോലെയുള്ള റിയാക്ഷൻസ് നമുക്ക് ലാബിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻ എ സെല്ലുലാർ എൻവയോൺമെൻറ്റ് മെറ്റബോളിക് റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഓൺലി ഇൻ ലിവിങ് ഓർഗാനിസം. സോ ഓപ്ഷൻ 3 ആൻസർ വന്നു. ഓപ്ഷൻ 4 നോക്കിയേ: ഓൾ ലിവിങ് ഓർഗാനിസംസ് ഗ്രോത്ത് ബൈ ഇൻക്രീസ് ഇൻ മാസ് ഫ്രം ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. യെസ്. അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക് എന്താണ് തെറ്റാണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇൻ ലിവിങ് ഓർഗാനിസത്തിൽ ഗ്രോത്ത് എങ്ങനെയാണ് നടക്കുന്നത്? ഇൻ ലിവിങ് ഓർഗാനിസം ഗ്രോത്ത് ഈസ് ഇൻക്രീസ് ബൈ മാസ് ഫ്രം ഇൻസൈഡ് ഉള്ളിയാണ് ഗ്രോത്ത് ഇൻ ലിവിങ് ഓർഗാനിസം. ഓക്കെ, ദെൻ ഔട്ട്സൈഡ് ഗ്രോത്ത് ഔട്ട്സൈഡിൽ നിന്ന് നടക്കുന്നത് നോൺ ലിവിങ് തിങ്സിലാണ്. ശരിയല്ലേ? നോൺ ലിവിങ് തിങ്സിൽ അക്യുമുലേഷൻ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു സോയിൽ അല്ലെങ്കിൽ ഒരു റോക്ക് ഫോർമേഷൻ നടക്കുമ്പോൾ അക്യുമുലേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഫ്രം ഔട്ട്സൈഡ്. അപ്പോൾ ഔട്ട്സൈഡ് ഗ്രോത്ത് ഉണ്ടാകാം, അതാരിലായിരിക്കും? നോൺ ലിവിങ് തിങ്സിലായിരിക്കും. ലിവിങ് തിങ്സിൽ അത് ഇൻസൈഡ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: which of the following set of animals belong to same phylum? നമ്മൾ അടുത്ത ആനിമൽ കിങ്ഡത്തിലേക്ക് മൂവ് ചെയ്യുന്നു. സോ which of the following set of animal belong to the same phylum? അപ്പം നമുക്ക് ടെക്സ്റ്റിനകത്ത് തന്നിരിക്കുന്ന എക്സാമ്പിൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നോക്കാം. സോ പിങ്ടാഡ. സോ വാട്ട് ഈസ് പിങ്ടാഡ? പിങ്ടാഡ ആരാണ്? പേൾ ഓയിസ്റ്റർ ആണ് അല്ലേ.
പിങ്ക്ടാഡ പേൾ ഓയിസ്റ്റർ ആണ്. ദെൻ അപ്ലീസിയ ആരാണ്? പിങ്ക്ടാഡ പേൾ ഓയിസ്റ്റർ, അപ്ലീസിയ സീ ഹെയർ അല്ലേ, സീ ഹെയർ അപ്ലീസിയ വരുന്നു. ദെൻ കീറ്റോപ്ലൂറ ആരാണ്? കീറ്റോപ്ലൂറ കൈറ്റൺ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവരുടെ മൂന്ന് പേരുടെയും പ്രത്യേകത? സോ പിങ്ക്ടാഡ വൾഗാരിസ് അല്ലെങ്കിൽ പിങ്ക്ടാഡ പേൾ ഓയിസ്റ്റർ ആണ്, ദെൻ അപ്ലീസിയ സീ ഹെയർ ആണ്, കൈറ്റൺ കീറ്റോപ്ലൂറ. സോ ഓൾ ദീസ് ത്രീ ആർ ഇൻക്ലൂഡഡ് ഇൻ എ സെയിം ഫൈലം. അപ്പോൾ നമുക്ക് വേണ്ടത് തന്നെയാണ്, ബിലോങ് ദ സെയിം ഫൈലമാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഇവർ മൂന്ന് പേരും ഇൻക്ലൂഡ് ചെയ്യുന്ന ഫൈലം ഏതാണ്? സോ ദീസ് ആർ ഇൻക്ലൂഡ് ഇൻ ദ ഫൈലം മൊളസ്ക. ഓക്കെ, അപ്പോൾ ഇവർ മൂന്ന് പേരും സെയിം ഫൈലത്തിൽ വരുന്ന ആൾക്കാരാണ്. സോ ആൻസർ നമുക്ക് കിട്ടി ഓപ്ഷൻ 1. നമുക്ക് ഓപ്ഷൻ 2 പോയി കഴിഞ്ഞാൽ ലോക്കസ്റ്റ് അല്ലേ, ലാക്കിഫർ ലാക്ക് ഇൻസെക്റ്റ്, അതുപോലെ ലിമുലസ് ലിവിങ് ഫോസിൽ നമ്മൾ വിളിച്ച ലിമുലസ്. അപ്പോൾ ഇവർ മൂന്ന് പേരും വരുന്നത് ആർത്രോപോഡിലാണ്, പക്ഷേ നീറിസ് ആരാണ്? അനലിഡാണ്. സോ സെയിം ഫൈലം അല്ല അത് വരുന്നത്. സോ ഓപ്ഷൻ 2 തെറ്റാണ്. ദെൻ ഓപ്ഷൻ 3 വരുമ്പോൾ ആസ്റ്റെറിയാസ് ആരാണ്? സ്റ്റാർ ഫിഷ് ആണ്, ആൻറ്റിഡോൺ. അപ്പോൾ ആസ്റ്റെറിയാസ്, ആൻറ്റിഡോൺ, എക്കൈനസ് ഇവരൊക്കെ നമുക്ക് പറയാം എക്കൈനോഡെർമൈറ്റിൽ വരുന്നതാണ്, പക്ഷേ ഡെൻറ്റാലിയം വരുന്നത് മൊളസ്കയിലാണ്. സോ അതും തെറ്റാണ്. ദെൻ ഫൈസാലിയ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ, ഗോർഗോണിയ, മിയാൻട്രീന ഇത് മൂന്നും വരുന്നത് സീലൻട്രൈറ്റിയാണ്, ബട്ട് പ്ലനേറിയ പ്ലാറ്റി ഹെലിമുന്തസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസർ നമുക്ക് ഓപ്ഷൻ 1 പോകുന്നു. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statement is incorrect? Which of the following statement is incorrect regarding the phylum Arthropoda? അപ്പോൾ ആർത്രോപോഡയുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ ക്വസ്റ്റ്യൻ വരുന്നത്. ആർത്രോപോഡയുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ഇൻകറക്റ്റ് ഫൈലം ഏതാണ്? അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഏതാണ്, സോറി നോക്കാം. They possess an exoskeleton made up of chitinous cuticle. ശരിയല്ലേ, ആർത്രോപോഡിലെ എല്ലാ മെമ്പേഴ്സിനും അവരുടെ ബോഡിയെ കവർ ചെയ്തുകൊണ്ടൊരു കൈറ്റിനസ് എക്സോസ്കെലറ്റൻ ഉണ്ട്, നമ്മളതിനെ ക്യൂട്ടിക്കിൾ എന്ന് വിളിക്കും. സോ ഇത് കറക്റ്റാണ്. നമുക്ക് വേണ്ടത് എന്താണ്? ഇൻകറക്റ്റ് ആണ്. ദ സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ഓഫ് ഓപ്പൺ ടൈപ്പ്. തീർച്ചയായും സർക്കുലേറ്ററി സിസ്റ്റം ഇൻ ആർത്രോപോഡ്സിൽ എല്ലാ ആർത്രോപോഡ്സിലും സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പാണ്. ദെൻ സ്റ്റാറ്റോസിസ്റ്റ് ഓർ ബാലൻസിങ് ഓർഗൻ ആർ പ്രസൻറ്റ്. ശരിയാണല്ലോ, ബോഡി ബാലൻസിങ് ഓർഗൻ സെൻസ് ഓർഗൻസ് പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ബോഡി ബാലൻസിങ് ഓർഗനായിട്ട് സ്റ്റാറ്റോസിസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. Then development is always direct without any larval stages. അപ്പോൾ അത് തെറ്റാണ്. കാരണം നമ്മുടെ ടെക്സ്റ്റിൽ ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട് ദ ഡെവലപ്മെൻറ്റ് മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഇത് ടെക്സ്റ്റിലെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഡയറക്റ്റ് ആണ് അല്ലെങ്കിൽ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡെവലപ്മെൻറ്റ് ഈസ് ഓൾവേസ് ഡയറക്റ്റ് എന്നാണ് പറഞ്ഞത്. അത് തെറ്റല്ലേ? അപ്പോൾ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. അപ്പോൾ ഇൻഡയറക്റ്റ് ആണെങ്കിൽ എന്തായാലും അവിടെ എന്ത് കാണും? ലാർവൽ സ്റ്റേജും ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ctenophores locomotion is mediated by 8 external rows of ciliated comb plates. Ctenophora അല്ലേ, ഫൈനം ctenophora നമ്മൾ വിളിച്ച പേരാണ്. അതിനകത്ത് വരുന്ന എക്സാമ്പിൾസ് ആണ് കോമ്പ് ജെല്ലീസ് അല്ലേ, കോമ്പ് ജെല്ലീസ് ഒക്കെ എക്സാമ്പിൾ വരുന്നതാണ്. അപ്പോൾ കോമ്പ് ജെല്ലി എന്ന് വിളിക്കാൻ കാരണം തന്നെ എന്താണ്? ദേ ഹാവ് 8 external rows of ciliated comb plates. ശരിയാണല്ലോ. ഓക്കെ, ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 2 പോകുന്നു. ഡൈജഷൻ ഇൻ ctenophores ഈസ് സ്ട്രിക്ട്ലി എക്സ്ട്രാ സെല്ലുലാർ. അപ്പോൾ ഡൈജഷൻ ഇൻ ctenophore ഈസ് സ്ട്രിക്ട്ലി എക്സ്ട്രാ സെല്ലുലാർ ആണോ? അല്ല, സ്ട്രിക്ട്ലി എക്സ്ട്രാ സെല്ലുലാർ അല്ല. ഇത് നമ്മുടെ ടെക്സ്റ്റിനകത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഇറ്റ് മേ ബി എക്സ്ട്രാ ആൻഡ് ഇൻട്രാ സെല്ലുലാർ, എക്സ്ട്രാ ആൻഡ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. അപ്പോൾ ഡൈജഷൻ എക്സ്ട്രാ സെല്ലുലാറും ആകാം ഇൻട്രാ സെല്ലുലാറും ആകാം ctenophores. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ് അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. സോ ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ചൂസ് ദി കറക്റ്റ്ലി മാച്ച്ഡ് പെയർ ഓഫ് ആനിമൽ ആൻഡ് ഇറ്റ്സ് റെസ്പിറേറ്ററി ഓർ സർക്കുലേറ്ററി ക്യാരക്ടർ. അപ്പോൾ റെസ്പിറേറ്ററി ക്യാരക്ടർ ആകാം അല്ലെങ്കിൽ സർക്കുലേറ്ററി ക്യാരക്ടർ ആകാം. ഓക്കെ, നോക്കിക്കേ, കോഡേറ്റയിലെ വരുന്നു സിറ്റാക്കുല. അപ്പോൾ സിറ്റാക്കുല ആരാണ്? സിറ്റാക്കുല ഈസ് പാരറ്റ് അല്ലേ, പാരറ്റ് ആണ്. അപ്പോൾ പാരറ്റ് ഏവ്സ് ആണ്. ഏവിങ് ക്യാരക്ടേഴ്സ് കാണിക്കണം. അപ്പോൾ 3 chambered ഹാർട്ട് വിത്ത് സൈനസ് വീനോസസ് ആണോ? അല്ല, പാരറ്റ് 3 chambered ഹാർട്ട്. പാരറ്റ് ബേർഡ് അല്ലേ, ബേർഡ് ആണെങ്കിൽ എത്ര ചെമ്പറാണ്? 4 chambered ഹാർട്ടാണ് വരുന്നത്. അപ്പോൾ 3 chambered ഹാർട്ട് വിത്ത് സൈനസ് വീനോസസ് ഇതാരുടെ ക്യാരക്ടർ എന്ന് പറയാമോ?
3 chambered heart with sinus venosus. ഇത് ആംഫിബിയൻസിലാണ്, ഫ്രോഗിലൊക്കെ നമ്മൾ കണ്ടതാണല്ലേ, ആംഫിബിയ അല്ലെങ്കിൽ മെയിൻലി ഫ്രോഗിൽ കണ്ടതാണ് നമ്മൾ. ദെൻ ടീറോപ്പസ്. ടീറോപ്പസ് ആരാണ്? ടീറോപ്പസ് ഈസ് എ ഫ്ലൈയിങ് ഫോക്സ്. ഫ്ലൈയിങ് ഫോക്സ് അല്ലെങ്കിൽ ബാറ്റ്. ഓക്കെ, ബാറ്റിൽ ഡയഫ്രം പ്രസൻറ്റ് ആൻഡ് 4 chambered ഹാർട്ട്. കാരണം എന്താണ്? ഫ്ലൈയിങ് ഫോക്സ് അല്ലെങ്കിൽ ടീറോപ്പസ് എന്ന് പറയുന്നത് മാമലാണ്. അപ്പോൾ മാമൽ ആയതുകൊണ്ട് തന്നെ ഡയഫ്രം ഉണ്ട്, 4 chambered ഹാർട്ടുമുണ്ട്. സോ നമ്മുടെ ആൻസർ ഇവിടെ കിട്ടി ഓപ്ഷൻ 2 ആണ് ആൻസർ. ഓക്കെ, ദെൻ സലമാൻഡ്ര 2 chambered ഹാർട്ട് ആൻഡ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. സലമാൻഡ്ര ആണ്, സലമാൻഡർ ആണ്. സലമാൻഡർ ഈസ് ആൻ ആംഫിബിയൻ. 2 chambered അല്ല, 3 chambered ഹാർട്ട് വരുന്നു, ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, സോ ആൻസർ നമുക്ക് കിട്ടി ഓപ്ഷൻ 2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് ആനിമൽസ് ആർ ഹോമിയോതെർമിക്? അപ്പോൾ ഹോമിയോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോമിയോതെർമിക് മീൻസ് വാം ബ്ലഡഡ് ആനിമൽസ്. ഓക്കെ, വാം ബ്ലഡഡ് ആനിമൽസ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്? അപ്പോൾ ഇത് ആരൊക്കെയാണ്? ഈ പേരുകളൊക്കെ ഒന്ന് അതിൻ്റെ സയൻറ്റിഫിക് നെയിം നമ്മൾ തന്നിട്ടുണ്ട്, അതിൻ്റെ കോമൺ നെയിം. ഓക്കെ, നമുക്ക് ആ കോമൺ നെയിം നോക്കാം. കീലോൺ. കീലോൺ ആരാണ്? കീലോൺ നമുക്കറിയാം ടർട്ടിലാണ് അല്ലേ? യെസ്, അപ്പം കീലോൺ ടർട്ടിലാണ്. നമുക്ക് ആ കോമൺ നെയിം നോക്കിയിട്ട് അതിൻ്റെ ആൻസറിലേക്ക് വരാം. അപ്പോൾ കീലോൺ ടർട്ടിലുണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റ്യൂഡ് ആരാണ്? ടോട്ടോയ്സ് ആണ്. ടെസ്റ്റ്യൂഡ് ടോട്ടോയ്സ്. കൊളുംബ അതാരാണ്? പീജിയൻ. കൊളുംബ പീജിയൻ. നിയോഫ്രോൺ വൾച്ചർ ആണ്. നിയോഫ്രോൺ വൾച്ചർ. എലിഫാസ് അറിയാമല്ലോ, എലിഫൻ്റ് ആണ്. എലിഫാസ് എലിഫൻറ്റ്. ഡെൽഫിനസ് ഡോൾഫിൻ. ദെൻ ടീറോപ്പസ് ആരാ? നമ്മൾ നേരത്തെ കണ്ടാണ്, ബാറ്റ് ആണ്, ബാറ്റ്. ക്രോക്കോഡിലസ് ക്രോക്കോഡൈൽ. ഹൈല ആരാണ്? ട്രീ ഫ്രോഗ് ആണ്. ബുഫോ എന്ന് പറയുന്നത് ടോഡാണ്. യെസ്, ബുഫോ ടോഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആൾക്കാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് വേണ്ടത് ആർക്കൊക്കെയാണ്? ഹോമിയോതെർമിക്. അപ്പോൾ ആർക്കാണ്? അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏത് ഗ്രൂപ്പ് ഓഫ് ആനിമൽസിലാണ് നമുക്ക് ഹോമിയോതെർമി കാണാൻ പറ്റുന്നത്? ബേർഡ്സിലും മാമൽസിലുമാണ് നമ്മൾ ഹോമിയോതെർമി പറയുന്നത്, ശരിയല്ലേ? ബാക്കി ആൾക്കാരെല്ലാം പോയിക്കുലത്തംസ് ആണ്. അപ്പോൾ ഹോമിയോതെർമി കാണിക്കുന്ന ബേർഡ്സ് ആൻഡ് മാമൽസ്. ബേർഡ്സ് ആരൊക്കെ നോക്കാം? പീജിയൻ അല്ലേ, കൊളുംബ വന്നു. നിയോഫ്രോൺ വന്നു. എലിഫാസ് എലിഫൻ്റ് ഉണ്ട്. ഡെൽഫിനസ്, ടീറോപ്പസ്, ക്രോക്കോഡൈൽ ഉണ്ടോ? ഇല്ല, റെപ്റ്റൈൽ ആണല്ലേ? യെസ്. അപ്പോൾ നമുക്ക് 1 2 3 4 5 പേര് നമുക്കിതിനകത്ത് പറയാം ഹോമിയോതെർമി. അപ്പോൾ ഓപ്ഷൻ 2 ഈസ് ദ ആൻസർ. ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് വൺ. അടുത്ത വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇൻ സൈക്ലോസ്റ്റോംസ് ദ ക്രേനിയം ആൻഡ് വെർട്ടിബ്രൽ കോളം ആർ കാർട്ടിലേജിനസ്. ശരിയാണോ തെറ്റാണോ? സൈക്ലോസ്റ്റോംസ് ടെക്സ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, ടെക്സ്റ്റിലെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. സൈക്ലോസ്റ്റോംസിൽ ക്രേനിയം ആൻഡ് വെർട്ടിബ്രൽ കോളം ആർ cartilaginous. So that is correct. Statement 1 correct ആണ്. Then statement 2 എന്താ പറഞ്ഞിരിക്കുന്നത്? After spawning in fresh water adult cyclostomes survive and return to the ocean. ശരിയാണോ? അഡൾട്ട് സൈക്ലോസ്റ്റോംസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മൈഗ്രേഷൻ കാണിക്കുന്നത് ലാംപ്രേ ആണ് അല്ലേ? യെസ്. അപ്പോൾ ഈ അഡൾട്ട് സൈക്ലോസ്റ്റോംസ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ദേ സർവൈവ് ആൻഡ് റിട്ടേൺ ബാക്ക് ടു ഓഷ്യൻ. ശരിയാണോ? തെറ്റാണ്. കാരണം ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ വിത്തിൻ ഫ്യൂ ഡേയ്സ് ദേ ഡൈ അല്ലേ? അപ്പോൾ ഫെർട്ടിലൈസേഷന് ശേഷം അവരെന്ത് സംഭവിക്കുന്നു? അവർ ഫെർട്ടിലൈസേഷൻ എഗ് ലേ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ആഫ്റ്റർ സ്പോണിങ്, ഫെർട്ടിലൈസേഷൻ അല്ല, ആഫ്റ്റർ സ്പോണിങ് വിത്തിൻ ഫ്യൂ ഡേ ദേ ഡൈ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ സ്പോണിങ്ങിന് ശേഷം എന്തുകൊണ്ടാണ് ഈ ലാംപ്ര മരിച്ചു പോകുന്നത്? പറയാമോ? ആർക്കെങ്കിലും പറയാമോ? എന്തുകൊണ്ടായിരിക്കും ഈ ഫെർട്ടിലൈസേഷന് ശേഷം ലാംപ്രൈസ് മരിച്ചു പോകാനുള്ള കാരണം എന്താണ്? ആർക്ക് പറയാൻ പറ്റും? എന്തുകൊണ്ടാണ് ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം അഡൾട്ട് ലാംപ്രേ മരിച്ചു പോകാനുള്ള കാരണം എന്താണ്? എനിബഡി? ആർക്ക് പറയാൻ പറ്റും? ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, ഇത് ടെക്സ്റ്റിലെ സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ആഫ്റ്റർ സ്പോണിങ് വിത്തിൻ ഫ്യൂ ഡേ അഡൾട്ട് സൈക്ലോസ്റ്റോം വിൽ ഡൈ. അല്ലെങ്കിൽ മരിക്കാനുള്ള കാരണം എന്താണ്? ആർക്കും അറിയില്ല. ഓക്കെ, അപ്പോൾ ആർക്കും അറിയില്ല.
അപ്പോൾ അതിൻ്റെ കാരണം 1-2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവർ സ്പൂണിങ് അല്ലെങ്കിൽ ഇവർ ഈ ഫ്രഷ് വാട്ടറിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവർക്ക് ഫുഡിൻ്റെ ഒരു സ്കേഴ്സിറ്റി ഉണ്ടാകും. ഓക്കെ, കാരണം ഇവർ മറൈനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് സ്കേഴ്സിറ്റി ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഡീറ്റീറിയേറ്റ് ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, ഡൈജസ്റ്റീവ് സിസ്റ്റം ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ആ ഫുഡ് കഴിക്കാതെ വരുന്നത് കൊണ്ട് അവർ മരണത്തിലേക്ക് പോകും. അതുപോലെ തന്നെ ഇവർ മേറ്റിംഗ് ടൈമിലുണ്ടാകുന്ന വൂണ്ടുണ്ട്, ബോഡിയിലുണ്ടാകുന്ന വൂണ്ടുണ്ട്. ഓക്കെ, സ്പൂണിങ്ങിനാണല്ലോ പോകുന്നത്. അപ്പം ആ മേറ്റിംഗ് ടൈമിലുണ്ടാകുന്ന വൂണ്ട്, ആ വൂണ്ടിൽ ഇൻഫെക്ഷൻ വന്നിട്ട്, ഓക്കെ, മേറ്റിംഗ് വൂണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പായിട്ടുള്ള വൂണ്ട് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മേറ്റിംഗ് വൂണ്ട് ഉണ്ടാകുന്നത് കൊണ്ടും ആ മേറ്റിംഗ് വൂണ്ട് വഴി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ടും മരിച്ചു പോകാം. അങ്ങനെ 1-2 കാരണങ്ങൾ നമുക്ക് ഈ പറഞ്ഞ ലാംപ്രയുടെ ഡെത്തിൻ്റെ കാരണമാകാം. ഓക്കെ, ഫിസിയോളജിക്കൽ ഡീജനറേഷൻ ശരിയാണ്. അതായത് അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഡീറ്റീറിയേറ്റ് ചെയ്ത് പോകുന്നു. അതുപോലെ തന്നെ മേറ്റിംഗ് വൂണ്ട് ഉണ്ടാകുന്നത് കൊണ്ട് അതുവഴി ഇൻഫെക്ഷൻ വന്നും അവർ മരിച്ചു പോകും. ഓക്കെ, സോ അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആയിരുന്നു, സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റ് ആയിരുന്നു. സോ ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. The conus arteriosus in a frog is a muscular tube-like structure found on the എവിടെയാണ്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നോക്കിക്കേ, കോണസ് ആർട്ടീരിയോസസ് നമുക്കറിയാം. ഫ്രോഗിൻ്റെ ഹാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 2 അഡീഷണൽ സ്ട്രക്ചേഴ്സ്, അപ്പോൾ 3 ചേമ്പർ ഹാർട്ടാണ്, അവിടെ 2 അഡീഷണൽ സ്ട്രക്ചർ കൂടി വരുന്നുണ്ട്. ഏതൊക്കെയാണ്? സൈനസ് വീനോസസ് ആൻഡ് കോണസ് ആർട്ടീരിയോസസ്. അപ്പോൾ എന്താണ് ഈ സൈനസ് വീനോസസ് എന്ന് പറയുന്നത്? സൈനസ് വീനോസ് എന്ന് പറയുന്നത് വീനക്കാവ അല്ലേ, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ. അവർക്ക് ശരിക്കും 3 നമുക്ക് 2 ഉള്ളെങ്കിലും ആംഫിബിയൻസിൽ 3 വീനക്കാവയുണ്ട് ബ്ലഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീനക്കാവ എങ്ങോട്ടേക്കാണ് ബ്ലഡ് കൊണ്ടുവരുന്നത് റൈറ്റ് ഏട്രിയത്തിലേക്കായിരിക്കും. നമുക്കറിയാം അല്ലേ, ഏട്രിയം 2 ഉണ്ട്, വെൻട്രിക്കിൾ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ആ റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുമ്പോൾ ആ ബ്ലഡ് ആദ്യം കളക്ട് ചെയ്യപ്പെടുന്ന ഒരു അഡീഷണൽ ചേമ്പറാണ്. ആ അഡീഷണൽ ചേമ്പറിനെ വിളിച്ച പേരാണ് സൈനസ് വീനോസസ്. അത് അഡീഷണൽ ചേമ്പറായിട്ടുള്ള സൈനസ് വീനോസസിൽ നിന്നും പിന്നെ എങ്ങോട്ടേക്ക് വരുന്നു? റൈറ്റ് ഏട്രിയത്തിലേക്ക് വരും. ഓക്കെ, അപ്പോൾ റൈറ്റ് ഏട്രിയത്തിലേക്ക് വരുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആദ്യം കളക്ട് ചെയ്യുന്ന ഒരു അഡീഷണൽ ചേമ്പറാണ് സൈനസ് വീനോസസ്. അതുപോലെ തന്നെ വെൻട്രിക്കിളുണ്ട്. ആ വെൻട്രിക്കിൾ ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ ആദ്യം ബ്ലഡ് പമ്പ് ചെയ്യപ്പെടുന്ന ഒരു അഡീഷണൽ ചേമ്പറിലേക്കാണ്. ആ അഡീഷണൽ ചേമ്പറാണ് കോണസ് ആർട്ടീരിയോസസ്. അപ്പോൾ ഒരു കോമൺ വെൻട്രിക്കിളാണുള്ളത് അല്ലേ. അപ്പോൾ കോമൺ വെൻട്രിക്കിൾ എന്ത് ചെയ്യുന്നു? ബ്ലഡിനെ പമ്പ് ചെയ്യുന്നു. ആ ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ ആദ്യം എത്തുന്നത് എങ്ങോട്ടേക്കാണ്? ഈ അഡീഷണൽ ചേമ്പറിലേക്കായിരിക്കും. അപ്പോൾ ഇത് ഔട്ട് ഓഫ് എൻസിആർടി ഒന്നുമല്ല, ടെക്സ്റ്റിലെ സെൻറ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദ കോണസ് ആർട്ടീരിയോസസ് ഇൻ എ ഫ്രോഗ് ഇസ് എ മസ്കുലാർ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഫൗണ്ട് ഓൺ ദി. എവിടെയാണ് ഈ കോണസ് ആർട്ടീരിയോസസ് കാണുന്നത്? ഓക്കെ, സോ കോണസ് ആർട്ടീരിയോസസ് ആൻസർ പറയാമോ ആർക്കെങ്കിലും? ഓക്കെ, സോ കോണസ് ആർട്ടീരിയോസസ് പ്രസൻറ്റ് ഓൺ ദി വെൻട്രൽ സൈഡ് ഓഫ് ദി ഹാർട്ട്. ഹാർട്ടിൻ്റെ വെൻട്രൽ സൈഡിൽ കാണുന്ന, ഓക്കെ, ഹാർട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഡോർസലാണ്, ഇത് വെൻട്രൽ. അപ്പോൾ ഹാർട്ട് ഇങ്ങനെ ആണെങ്കിൽ, ഇത് 3 ചേമ്പർ ഹാർട്ടാണെങ്കിൽ ഹാർട്ടിൻ്റെ വെൻട്രൽ സൈഡിൽ കാണുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ കോണസ് ആർട്ടീരിയോസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫ്രോഗിൻ്റെ ഹാർട്ടിൻ്റെ വെൻട്രൽ സൈഡിൽ കാണുന്ന അഡീഷണൽ ചേമ്പറാണ് കോണസ് ആർട്ടീരിയോസസ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. Which of the following represent the correct sequence of the brain part of anterior to posterior in a frog? വീണ്ടും ഫ്രോഗിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർ അല്ലേ. അപ്പോൾ നല്ലൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണേ. അപ്പോൾ നോക്കിക്കേ, കറക്റ്റ് സീക്വൻസ്. അപ്പോൾ നിങ്ങളാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡർ അല്ലേ, ആൻറ്റീരിയർ മുതൽ പോസ്റ്റീരിയർ വരെ ഏതൊക്കെയായിരിക്കും, ഏതൊക്കെ ബോഡി പാർട്ടാണ് നോക്കിക്കേ. അപ്പോൾ ഞാനിവിടെ ഫ്രോഗിൻ്റെ ഒരു ബ്രെയിൻ നമുക്ക് നോക്കാം. കേട്ടോ, നമ്മളെ ഫ്രോഗിൻ്റെ ഒരു ബ്രെയിൻ്റെ ഒരു ഇമേജ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിക്കേ, കണ്ടോ, ഇതുപോലെ ആയിരിക്കും ഫ്രോഗിൻ്റെ ബ്രെയിൻ ഏകദേശം കാണുന്നത്. കണ്ടോ, അപ്പോൾ ഒന്നുമില്ല, ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ആ കറക്റ്റ് ഓർഡറിലാണ്. ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് കറക്റ്റ് ഓർഡറിൽ. അപ്പോൾ നമുക്ക് ബ്രെയിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു പോർഷൻ, ഇത്രയും ഭാഗം നമ്മൾ എന്ത് വിളിച്ചു? ഫോർ ബ്രെയിൻ എന്ന് വിളിച്ചു. ഓക്കെ, ഇതാണ് ഫോർ ബ്രെയിൻ. ദെൻ ഇത് മിഡ് ബ്രെയിൻ, ദെൻ ഇത് ഹൈൻഡ് ബ്രെയിൻ. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിൽ ഇങ്ങനെ പറയുന്നുണ്ട് 3 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. യെസ്, അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ പാർട്സ് നോക്കാം. ദ ഫസ്റ്റ് വൺ, ഈ ഒരു പോർഷൻ ഇത് കണ്ടോ, ഇതാണ്
നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഓൾഫാക്ടറി ലോബ്. ഓക്കെ, അപ്പോൾ ഇത് ഓൾഫാക്ടറി ലോബാണ്. ഓക്കെ അല്ലേ, ഓൾഫാക്ടറി ലോബ് കണ്ടല്ലോ. യെസ്. ദെൻ അടുത്തത് ഈ രണ്ട് സൈഡിൽ കാണുന്നതാണ് സെറിബ്രൽ ഹെമിസ്ഫിയർ. ഇതും ഇപ്പുറത്ത് നമുക്ക് സെറിബ്രൽ ഹെമിസ്ഫിയർ കാണാം. സെറിബ്രൽ ഹെമിസ്ഫിയർ. ദെൻ ഈ ഒരു പോർഷനെ നമ്മൾ ഡയൻസെഫലോൺ എന്ന് വിളിച്ചു. ഡയൻസെഫലോൺ. ദെൻ ഈ രണ്ട് കാണുന്നതാണ് ഒപ്റ്റിക് ലോബ്. ഈ രണ്ട് ലോബുകൾ നമുക്ക് ഒപ്റ്റിക് ലോബ് എന്ന് പറയാം. ഓക്കെ, ഒപ്റ്റിക് ലോബ്. ദെൻ ഈ പോർഷൻ നമ്മൾ മെഡുല ഒബ്ലോങ്കേറ്റ എന്നും വിളിച്ചു. ഓക്കെ, അപ്പോൾ ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർ കണ്ടല്ലോ. ഈ ഓർഡർ തന്നെയാണ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓൾഫാക്ടറി ലോബ്, സെറിബ്രൽ ഹെമിസ്ഫിയർ, ഡയൻസെഫലോൺ, ഒപ്റ്റിക് ലോബ്, മെഡുല ഒബ്ലോങ്കേറ്റ. യെസ്, കണ്ടോ. അപ്പോൾ ഇതേ ഓർഡറിൽ തന്നെയാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ 1. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദി ഡൈജസ്റ്റീവ് ട്രാക്ട് ഇൻ റാന ടൈഗ്രീന? അപ്പോൾ ഫ്രോഗിൻ്റെ വീണ്ടും ഫ്രോഗിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അപ്പോൾ റാന ടൈഗ്രീനയുടെ ഡൈജസ്റ്റീവ് ട്രാക്കിൻ്റെ കറക്റ്റ് സീക്വൻസ് നോക്കാം. കറക്റ്റ് സീക്വൻസ് നോക്കിയാക്കാൻ പറ്റതാ. ഇതാണ് ടെക്സ്റ്റിലെ നമ്മുടെ ഇമേജാണ് അല്ലേ, ടെക്സ്റ്റിൽ വന്നിരിക്കുന്ന ഇമേജാണ്. നോക്കിക്കേ. അപ്പോൾ ഇവിടെ കറക്റ്റ് സീക്വൻസ് ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഓപ്ഷൻ 1 പറഞ്ഞു ഈസോഫാഗസ്, ഡിയോഡിനം, സ്റ്റൊമക്ക്, റെക്റ്റം, ക്ലോയാക്ക. ഈസോഫാഗസ് കഴിഞ്ഞാൽ വരുന്നത് ഡിയോഡിനം ആണോ? അല്ല, ഡിയോഡിനം എവിടെയാണ് വരുന്നത്? ഇവിടെ ഇൻറ്റസ്റ്റൈനാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഓപ്ഷൻ 1 വരത്തില്ലല്ലോ. ഇല്ല. ദെൻ മൗത്ത്, ഫാരിങ്സ്, ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക്ക്, ക്ലോയാക്ക. മൗത്ത്, ഫാരിങ്സ്, ഇൻറ്റസ്റ്റൈൻ വരുന്നില്ല. സോ തെറ്റി. ദെൻ സ്റ്റൊമക്ക്, ഡിയോഡിനം, ഇലിയം, റെക്റ്റം, ക്ലോയാക്ക. സ്റ്റൊമക്ക്, ഡിയോഡിനം, സ്റ്റൊമക്ക്. അപ്പം ഇൻറ്റസ്റ്റൈൻ്റെ പാർട്ടാണ് ഡിയോഡിനവും ഇലിയും എല്ലാം അല്ലേ. ഇലിയം, പിന്നെ റെക്റ്റം ആൻഡ് ക്ലോയാക്ക. യെസ്. അപ്പോൾ ഓപ്ഷൻ 3 നമുക്ക് ആൻസർ പറയാൻ പറ്റും അല്ലേ. ഓപ്ഷൻ 3 ആൻസർ കിട്ടി. 4ലേക്ക് വരുമ്പോൾ ഈസോഫാഗസ്, സ്റ്റൊമക്ക്, റെക്റ്റം, ഇൻറ്റസ്റ്റൈൻ. ഈസോഫാഗസ്, സ്റ്റൊമക്ക്, പിന്നെ റെക്റ്റമാണ് വന്നത്. റെക്റ്റം ഇൻറ്റസ്റ്റൈൻ അല്ലല്ലോ. അല്ല. സോ നമുക്ക് ഓപ്ഷൻ കിട്ടി. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ഓക്കെ, അപ്പോൾ ആ ഇമേജിൻ്റെ ബേസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിനുള്ള ഇമേജുകളെല്ലാം അതിൻ്റെ ലേബലിങ്ങും അതിൻ്റെ ഓർഡറും എല്ലാം അറിഞ്ഞിരിക്കണം കേട്ടോ. സോ നെക്സ്റ്റ് വൺ, വിച്ച് ദ ഫോളോയിങ് ഈസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ? അപ്പോൾ നമ്മുടെ ബയോമോളിക്യൂൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. നോൺ റെഡ്യൂസിങ് ഷുഗർ ഏതാണ്? പറയാമോ? ഇതിലേതായിരിക്കും നോൺ റെഡ്യൂസിങ് ഷുഗർ? വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ആണ്. ലാക്ടോസ്, മാൾട്ടോസ്, സൂക്രോസ് ആൻഡ് സെല്ലോബയോസ്. ഏതാണ് നോൺ റെഡ്യൂസിങ് ഷുഗർ? സോ സൂക്രോസ് ഈസ് ദി നോൺ റെഡ്യൂസിങ് ഷുഗർ. അപ്പോൾ എന്തുകൊണ്ടാണ് സൂക്രോസ് നോൺ റെഡ്യൂസിങ് ഷുഗർ ആയത്? കാരണം ഇവിടെ ഫ്രീ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പുകൾ ആബ്സെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ടുള്ള ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പുകൾ ആബ്സെൻ്റ് ആയതുകൊണ്ട് തന്നെ ഫെലിങ്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബെനറ്റിക് റിയേജൻറ്റിൽ ഇവർക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവർ നോൺ റെഡ്യൂസിങ് ഷുഗറാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ലാക്ടോസ്, മാൾട്ടോസ് ആൻഡ് സെല്ലോബയോസ്, ഇവിടെ എല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ടുള്ള ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പുകൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർ റെഡ്യൂസിങ് ആണ്. ഓക്കെ, സോ ആൻസർ ഈസ് നോൺ റെഡ്യൂസിങ് ഷുഗർ ഈസ് ഓപ്ഷൻ 3 സൂക്രോസ്. അടുത്തത്, വിച്ച് ഫോം ഓഫ് ദ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് അക്കൗണ്ട് ഫോർ അപ്രോക്സിമേറ്റ്ലി 70% ഓഫ് ദി ടോട്ടൽ കാർബൺ ഡൈ ഓക്സൈഡ് ക്യാരിഡ് ബൈ ദി ബ്ലഡ്? സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇപ്പോൾ NCERT ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ട് ക്വസ്റ്റൻ ആണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഏത് ഫോമിലാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ട് ചെയ്തത്? 70% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടഡ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നോക്കാം. കാർബമിനോ ഹീമോഗ്ലോബിൻ. ഓക്കെ, കാർബമിനോ ഹീമോഗ്ലോബിൻ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. കാർബോണിക് ആസിഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസോൾവ് ഇൻ പ്ലാസ്മ അല്ലേ, അതുപോലെ ബൈകാർബൺ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 20 to 25% ഈസ് ട്രാൻസ്പോർട്ട് ആസ് കാർബമിനോ ഹീമോഗ്ലോബിൻ. ആൻഡ് കാർബോണിക് ആസിഡായിട്ട് 7% ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാം. അപ്പോൾ 7% കാർബോണിക് ആസിഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിസോൾവ് ഇൻ പ്ലാസ്മ. പ്ലാസ്മയിലെ വാട്ടറിൽ ഡിസോൾവ് ആയിട്ടാണ് 7% ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് അറൗണ്ട് 70% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ആസ് ബൈകാർബണേറ്റ് അയോൺ. ശരിയല്ലേ? യെസ്, ബൈകാർബണേറ്റ് അയോൺ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. ഇവിടെ ഡിസോൾവ് ഇൻ പ്ലാസ്മ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ.
ആരെ പ്ലാസ്മയിലെ വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്യുന്നു, എന്തായിട്ട് മാറുന്നു? H2CO3 കാർബോണിക് ആസിഡായിട്ട് മാറുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ പ്ലാസ്മയിൽ കാർബോണിക് ആസിഡായിട്ട് മാറുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? 7% ആണ് അല്ലേ? ഇനി ബൈകാർബണേറ്റ് അയോണായി ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും ദ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് കമ്പൈൻസ് വിത്ത് വാട്ടർ ടു ഫോം H2CO3 കാർബോണിക് ആസിഡ്. പിന്നെ ഇതിനെ വീണ്ടും നമ്മൾ ബ്രേക്ക് ചെയ്ത് H++ HCO3 മൈനസ്. ഈ HCO3 മൈനസ് വിളിച്ച പേരാണെന്ത്? ബൈകാർബണേറ്റ് അയോൺ. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം. ഇവിടെ 7% അല്ലേ ഡിസോൾഡ് പ്ലാസ്മ 7% ആസ് കാർബോണിക് ആസിഡ്, ഇവർ 70%. ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കും പ്ലാസ്മയിൽ 7%ഉം ബൈകാർബണേറ്റ് അയോണായിട്ട് 70%ഉം ട്രാൻസ്പോർട്ട് ചെയ്യുന്നു? ഇപ്പോൾ രണ്ടിടത്തും ഉണ്ടായത് ആരാണ്? ഇവിടെയും കാർബോണിക് ആസിഡ് ഉണ്ടായി, ഇവിടെയും കാർബോണിക് ആസിഡ് ഉണ്ടായി. അപ്പോൾ ഇവിടെ 7% കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നു, ഇവിടെ 70% കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നു. അതിൻ്റെ കാരണം എന്താ പറയാം? അപ്പോൾ പ്ലാസ്മയിൽ 7% കാർബോണിക് ആസിഡ് ഉണ്ടായി, ഇവിടെ ഉണ്ടായത് 70% കാർബോണിക് ആസിഡാണ്. എന്തുകൊണ്ടായിരിക്കും? ആർക്ക് പറയാൻ പറ്റും? 7% ആൻഡ് 70% കാർബോണിക് ആസിഡ്. ദ റീസൺ രണ്ടുമുണ്ടായ കാർബോണിക് ആസിഡാണ്. ഒന്ന് RBCയിലെ അല്ലെങ്കിൽ ഒന്ന് പ്ലാസ്മയിലെ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തു, മറ്റൊന്ന് RBCയിലെ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് 7% ആൻഡ് 70% ഉണ്ടാകും? ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ആൻസർ പറയാം. അപ്പോൾ ഇവിടെ 7%ഉം ഇവിടെ 70%ഉം ഉണ്ടാകാൻ കാരണം there is an enzyme called carbonic anhydrase. Okay, there is an enzyme called carbonic anhydrase, and this carbonic anhydrase catalyzes the formation of കാർബോണിക് ആസിഡ്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും കമ്പൈൻ ചെയ്ത് കാർബോണിക് ആസിഡ് ആക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ് കാർബോണിക് അൻഹൈഡ്രേസ്. അപ്പോൾ ഈ കാർബോണിക് അൻഹൈഡ്രേസ് അതിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് എവിടെ കൂടുതലാണ്? RBCയിൽ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ RBCയിൽ കൂടുതലായതുകൊണ്ടാണ് ഇവിടെ 70% കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നത്. അറ്റ് ദ സെയിം ടൈം പ്ലാസ്മയിൽ ഇയാളുടെ എമൗണ്ട് കുറവാണ്. പ്ലാസ്മയിൽ എമൗണ്ട് കുറവായതുകൊണ്ടാണ് അവിടെ 7% കാർബോണിക് ആസിഡ് ഉണ്ടായത്. ഓക്കെ, ടെക്സ്റ്റിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. ഓക്കെ, സോ ഇപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ 70% ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ദ ഫോം ഓഫ് ബൈകാർബണേറ്റ് അയോൺസ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. എ പേഷ്യൻ്റ് ഈസ് സഫറിങ് ഫ്രം എംഫിസീമ. Okay, which of the following changes in lung parameter is most likely to be observed? അപ്പോൾ എംഫിസീമ കണ്ടീഷൻ, എംഫിസീമയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആൽവിയോള അല്ലെങ്കിൽ റെസ്പിറേറ്ററി ലങ്സിൽ കാണാൻ കഴിയുന്ന ചേഞ്ച് എന്താണ്? അപ്പോൾ എംഫിസീമ നമുക്കറിയാം സിഗരറ്റ് സ്മോക്കിംഗ് അല്ലേ, സിവിയറായിട്ടുള്ള സിഗരറ്റ് സ്മോക്കിംഗ് മൂലം ഉണ്ടാകുന്ന ഒരു ഡിസീസാണ്, ലങ് ഡിസോർഡറാണ് എംഫിസീമ. അപ്പം എംഫിസീമ കണ്ടീഷനിൽ ഡിക്രീസ് റെസിഡ്യുവൽ വോളിയം. ഓക്കെ, റെസിഡ്യുവൽ വോളിയം കുറയുന്ന കണ്ടീഷനല്ല എംഫിസീമ അല്ലേ. അപ്പോൾ എംഫിസീമ റെസിഡ്യുവൽ വോളിയം കുറയുന്നില്ല. ദെൻ ഡിക്രീസ്ഡ് വൈറ്റൽ കപ്പാസിറ്റി. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ലങ് പാരാമീറ്ററാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഉണ്ടാകാം കേട്ടോ. എംഫിസിൻ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് റെസിഡ്യുവൽ വോളിയം കുറയാം അല്ലെങ്കിൽ വൈറ്റൽ കപ്പാസിറ്റി കുറയാൻ സാധിക്കുന്നു. ദെൻ ഓക്കെ, ഇപ്പോൾ ഡിക്രീസ്ഡ് വൈറ്റൽ കപ്പാസിറ്റി അതും ഇൻക്രീസ്ഡ് വൈറ്റൽ കപ്പാസിറ്റി, ഡിക്രീസ് അല്ല ഇൻക്രീസ്ഡ് വൈറ്റൽ കപ്പാസിറ്റി. ദെൻ പിന്നെന്ത് പറയാൻ പറ്റും? ഡിക്രീസ് തിക്നെസ് ഓഫ് ദി ഡിഫ്യൂഷൻ മെംബ്രെയിൻ. ഡിഫ്യൂഷൻ മെംബ്രെയിൻ്റെ തിക്നെസ് കുറയും. വൈറ്റൽ കപ്പാസിറ്റി എന്തായാലും കൂടത്തില്ല. യെസ്, പിന്നെ ഡിക്രീസ് ദി തിക്നെസ് ഓഫ് ദി ഡിഫ്യൂഷൻ മെംബ്രെയിൻ. ഡിഫ്യൂഷൻ മെംബ്രെയിൻ തിക്നെസ് കുറയുമോ? ഇല്ലല്ലോ, തിക്നെസ് മെംബ്രെയിൻ റിമെയിൻ സെയിം ആണ്, അല്ലെങ്കിൽ കൂടാൻ ചാൻസ് ഉണ്ട്. യെസ്, അപ്പോൾ എംഫിസീമയിൽ തിക്നെസ് ഓഫ് ദി ഡിഫ്യൂഷൻ മെംബ്രെയിൻ ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യത്തില്ല. പിന്നെന്താ? റെഡ്യൂസ് ദി സർഫസ് ഏരിയ ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച്. അത് ശരിയല്ലേ? യെസ്, അപ്പോൾ സർഫസ് ഏരിയ കുറയും. നമുക്ക് നോക്കാം. നമ്മളുടെ ആൽവിയോള എടുത്ത് ഇതൊരു ആൽവിയോളയാണെന്ന് വിചാരിക്കുക. നമുക്കറിയാം ആൽവിയോളെ ലൈൻ ചെയ്തുകൊണ്ട് എന്തുണ്ട്? തിൻ സ്ക്വാമോസ് എപ്പിത്തീലിയം ഉണ്ട് നമുക്കറിയാം. യെസ്, തിൻ സ്ക്വാമോസ് എപ്പിത്തീലിയം ഇസ് ദെയർ. അപ്പോൾ ഈ എംഫിസീമ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്മോക്കിംഗ്, ഓക്കെ, സ്മോക്കിംഗ് കണ്ടിന്യൂസ് ആയിട്ട് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ഈ സിഗരറ്റിൻ്റെ കമ്പോണൻസുകൾ, ടാർ പോലെയുള്ള സിഗരറ്റിനകത്തുള്ള ചില കെമിക്കൽസ്, ടാർ പോലെയുള്ള ചില കമ്പോണൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആൽവിയോളയുടെ വോളിലേക്ക് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, കണ്ടോ? ഇപ്പോൾ സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ഒരാൾ
അതായത് റെഗുലറായിട്ട് സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ഒരാളുടെ ആൽവിയോളയിലേക്ക് ഇതുപോലെ സിഗരറ്റിലെ ചില കമ്പോണൻസുകൾ, ഓക്കെ, ടാർ എന്നൊക്കെ പറഞ്ഞ ചില കമ്പോണൻസ് ഉണ്ട്, ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആൽവിയോളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഗ്രാജുവലി ഈ ആൽവിയോളർ മെംബ്രെയിൻ്റെ തിക്നെസ് ഇങ്ങനെ കൂടും. അപ്പോൾ തിക്നെസ് കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? ഇവിടെ സർഫസ് ഏരിയ കുറഞ്ഞു. കണ്ടോ, നോക്കിക്കേ, ഇപ്പോൾ ഡിഫ്യൂഷൻ നടക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിനു മുമ്പ് എത്ര ഉണ്ടായിരുന്നു? കണ്ടോ, ഇത്രയും ഉണ്ടായിരുന്നതായിരുന്നു. പക്ഷേ ആ സ്മോക്കിംഗ് മൂലം സർഫസ് ഏരിയ ഡിഫ്യൂഷൻ മെംബ്രെയിൻ്റെ സർഫസ് ഏരിയ കുറഞ്ഞു. അപ്പോൾ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കാനുള്ള സർഫസ് ഏരിയ കുറയുന്നു ഇൻ ദ കേസ് ഓഫ് എംഫിസിമ. സോ ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. What is the role of carbonic anhydrase in the erythrocytes located near the tissue? കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞുള്ളൂ കാർബോണിക് ആൻഹൈഡ്രേസിൻ്റെ കാര്യം പറഞ്ഞാണ് നമ്മൾ. അപ്പോൾ what is the role of carbonic anhydrase in the erythrocytes located near the tissue? കേട്ടോ, അപ്പം കാർബോണിക് ആൻഹൈഡ്രേസിന് 1-2 ഫംഗ്ഷൻ ഉണ്ട്. അത് ലൊക്കേഷൻ അനുസരിച്ച് ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലൊക്കേറ്റഡ് നിയർ ദ ടിഷ്യൂ ആണ്. അപ്പോൾ ടിഷ്യൂവിൽ എന്താണ് ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടിഷ്യൂവിൽ എന്തായിരിക്കും ഫംഗ്ഷൻ ഇയാൾക്ക് നോക്കാം. To convert bicarbonate into carbonic acid and then into carbon dioxide. ഓക്കെ, ഈ ഫംഗ്ഷൻ ഇയാൾ ചെയ്യുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഇയാൾ ഈ ഫംഗ്ഷൻ ചെയ്യുന്നത് എവിടെയാണ്? അറ്റ് ദി ആൽവിയോളി. ഓക്കെ, ആൽവിയോളയിലാണ്, അല്ലെങ്കിൽ ആൽവിയോളാർ കാപ്പിലറീസിലാണ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാർബോണിക് അൺഹൈഡ്രേസിൻ്റെ ഫംഗ്ഷൻ ആണേ, പക്ഷേ അത് ചെയ്യുന്നത് എവിടെയാണ്? ആൽവിയോളാർ കാപ്പിലറിലാണ്. To bind directly to oxygen to prevent its early release. അല്ലല്ലോ, ഡയറക്റ്റ്ലി ബൈൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. Then to pump chloride ions out of the cell. അല്ല, ഈ കാർബോണിക് അൺഹൈഡ്രേസിൻ്റെ ആക്ഷൻ കൊണ്ട് ക്ലോറൈഡ് ഷിഫ്റ്റ് നടക്കാറുണ്ട്, പക്ഷേ അത് കാർബോണിക് അൺഹൈഡ്രേസിൻ്റെ ഫംഗ്ഷൻ അല്ല. പിന്നെ എന്താ ഫംഗ്ഷൻ? ടു കാറ്റലൈസ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ ടു ഫോം ബൈകാർബണേറ്റ് ആൻഡ് H+. കുറച്ച് മുമ്പ് എഴുതിയല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദ കാർബൺ ഡയോക്സൈഡ് കമ്പൈൻസ് വിത്ത് വാട്ടർ ടു ഫോം H2CO3 ബൈ കാർബോണിക് ആസിഡ് ഉണ്ടായി കാർബോണിക് ആസിഡ് ഉണ്ടാവുന്നു. ഈ കാർബോണിക് ആസിഡിനെ വീണ്ടും ബ്രേക്ക് ചെയ്ത് H+ഉം HCO3- ആക്കി മാറ്റുന്നു. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ എൻ എൻസൈം കോൾഡ് കാർബോണിക് അൻഹൈഡ്രേസ്. അപ്പോൾ ഈ പ്രോസസ്സ് നടക്കുന്ന എവിടെയാണ്? ഇത് നടക്കുന്ന എവിടെയാണ്? ടിഷ്യൂവിലാണ് അങ്ങനെ കാർബോണിക് അല്ലെങ്കിൽ ബൈകാർബണേറ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ എവിടെ കൊണ്ടുപോകും? ആൽവിയോളെ കൊണ്ടുപോകും. ആൽവിയോളിൽ കൊണ്ടുപോകുമ്പോൾ ആൽവിയോളിൽ ചെന്നതിന് ശേഷം ഇതേ റിയാക്ഷൻ നേരെ റിവേഴ്സ് നടക്കും. തിരിച്ചൊരു ആരോ മാർക്ക് കിട്ടാൽ മതി, ഇങ്ങനെ ടെസ്റ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ ആൽവിയോളിൽ ചെല്ലുമ്പോൾ സംഭവിക്കും, ഈ ബൈകാർബണേറ്റിനെയും H+നെയും കമ്പൈൻ ചെയ്താക്കി മാറ്റും, കാർബോണിക് ആസിഡാക്കി മാറ്റും. എന്നിട്ട് ആ കാർബോണിക് ആസിഡിനെ വീണ്ടും ബ്രേക്ക് ചെയ്ത് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റി ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നേരെ അങ്ങോട്ടേക്ക് വിടും? ആൽവിയോളിലേക്ക് വിടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആൽവിയോളിൽ നിന്നും ദെൻ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്കിൽ കൂടി തിരിച്ചു നേരെ അത് എയറിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദി മെമ്പറിൻ. ഓക്കെ, സോ ആൻസർ ഇവിടെ കിട്ടിയത് നമുക്ക് ഏതാണ്? ഓപ്ഷൻ 4. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. Which of the following occurs during the PQ interval on a standard ECG trace? ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ECG നമുക്ക് നോക്കാം അല്ലേ. സ്റ്റാൻഡേർഡ് ECG ഇതാ. ഓക്കെ, ഒരു നോർമൽ സ്റ്റാൻഡേർഡ് ECG ആണ് ഈ കാണുന്നത്. സോ ആ ECGയിലെ വേവ്സ് ഏതൊക്കെയാണ്? P വേവ്, Q, R, S ആൻഡ് T. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, which of the following occurs during the PQ interval? അപ്പോൾ PQ interval ഏതാണ്? ഇതാണ് നമ്മൾ പറയുന്ന PQ interval. അപ്പോൾ ഈ PQ interval എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, സോ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ECG. സോ വാട്ട് ഈസ് ECG? ഇലക്ട്രോകാർഡിയോഗ്രാം അല്ലേ, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഫുൾ ഫോം അതാണ്, ഇലക്ട്രോകാർഡിയോഗ്രാം ആണ്. എൻ്റെ ചോദ്യം അതല്ല, എന്താണ് ECG റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ECG റെപ്രസെൻറ്റ് എന്താണ്? ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ് ECG റെപ്രസെൻറ്റ് ചെയ്തത്. പലരും തെറ്റിദ്ധരിക്കുന്ന കാര്യമുണ്ട്, കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷനാണ് ECG റെപ്രസെൻറ്റ്. ഒരിക്കലുമല്ല. ഓക്കെ, ECG എന്ന് പറയുന്ന ഈ ഒരു ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് റെപ്രസെൻറ്റ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട്. ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനെ തുടർന്ന് അവിടെ കൺട്രാക്ഷനും റിലാക്സേഷനും നടക്കാറുണ്ടെങ്കിലും അതൊരിക്കലും ECGയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ കൺട്രാക്ഷൻ റിലാക്സേഷൻ ECG ബേസിൽ പറയാൻ പറ്റും,
പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന PQRST എന്നൊക്കെ പറഞ്ഞത് എന്താണ്? അത് ആ ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ P, സോ വാട്ട് ഈസ് P ഹിയർ? ഓക്കെ, അപ്പോൾ P നമുക്ക് പറയാം, P റെപ്രസെൻറ്റ് atrial depolarization. Okay, P represent atrial depolarization and Q represent Q and QRS along with Q and QRS. ഇത് മൂന്നും അല്ലേ, QRS ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ QRS represent ventricular depolarization. ശരി, ഇനി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് PQ ഇൻ്റർവൽ? P ആൻഡ് Q ഇതിനിടയ്ക്ക് എന്താ സംഭവിക്കുന്നത്? അപ്പോൾ നോക്കിക്കേ, Pയിൽ നമ്മൾ പറഞ്ഞ ഏട്രിയൽ ഡീപോളറൈസേഷൻ. അപ്പോൾ Pയിൽ നമ്മുടെ ഹാർട്ട് മസിൽസുകൾക്ക് ഇമ്പൾസ് കിട്ടുന്നു. നമുക്കത് നോക്കാം. ദാ നമ്മൾ ഹാർട്ട് നോക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഹാർട്ട് വരയ്ക്കുന്നു. യെസ്, അപ്പോൾ നമ്മുടെ ഏട്രിയമാണ്, ഏട്രിയൽ മസിൽസ്, ദെൻ ദ വെൻട്രിക്കുലർ മസിൽസ് ഉണ്ട് ഇവിടെ. അപ്പോൾ എസ് ഐ നോഡ്, എസ് ഐ നോഡ് ലൊക്കേഷനൊക്കെ അറിയാമല്ലോ അല്ലേ? എസ് ഐ നോഡ് ഇരിക്കുന്നു. അപ്പോൾ ഈ എസ് ഐ നോഡ് എന്ത് ചെയ്യുന്നു? ഇമ്പൾസ് ജനറേറ്റ് ചെയ്തു. എസ് ഐ നോഡ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് ആ ഇമ്പൾസ് ഏട്രിയ മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നു. യെസ്, അപ്പോൾ ഏട്രിയ മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഏട്രിയൽ മസിൽസുകൾക്ക് ഇമ്പൾസ് കിട്ടി അല്ലേ? അപ്പോൾ ഏട്രിയൽ മസിൽസുകൾക്ക് ഇമ്പൾസ് കിട്ടുന്നു, അതാണ് നമ്മൾ പറഞ്ഞ ഏട്രിയൽ ഡീപോളറൈസേഷൻ. ഇമ്പൾസ് കിട്ടുമ്പോഴാണല്ലോ ഡീപോളറൈസ്ഡ് ആകുന്നത്, ശരിയല്ലേ? ന്യൂറൽ കൺട്രോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡീപോളറൈസേഷൻ എന്താണെന്ന്. അപ്പോൾ ഏട്രിയൽ മസിൽസ് ഇമ്പൾസ് കിട്ടി, ഏട്രിയ ഡീപോളറൈസ് ചെയ്തു. ഓക്കെ, അപ്പോൾ Pയിൽ ഏട്രിയ ഡീപോളറൈസ് ചെയ്തു. ദെൻ Qവിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ Qവിലേക്ക് വരുന്നതനുസരിച്ച് ഇവിടെ ഏട്രിയൽ മസിൽസുകൾക്ക് കംപ്ലീറ്റ്ലി ഇമ്പൾസ് കിട്ടി കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഏകദേശം ഇവിടെ ഇമ്പൾസ് കിട്ടി തുടങ്ങി, Pയിൽ ഇമ്പൾസ് കിട്ടി. P കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഈ ഒരു പോയിൻ്റ് ആകുമ്പോൾ എല്ലാവർക്കും ഇമ്പൾസ് കിട്ടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഗ്രാജുവലി ഏട്രിയൽ മസിൽസ് കൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ PQ ഇൻ്റർവെൽ എന്താണ് സംഭവിക്കുന്നത്? ഏട്രിയം ഡീപോളറൈസ്ഡ് ആകും ആൻഡ് ഏട്രിയൽ മസിൽ സ്റ്റാർട്ട്സ് ടു കൺട്രാക്ട് ആൻഡ് ദാറ്റ് ഏട്രിയൽ കൺട്രാക്ഷൻ ഈസ് കോൾഡ് ഏട്രിയൽ സിസ്റ്റോൾ. ഓക്കെ, അപ്പോൾ ആൻസർ നമുക്ക് ഏത് പറയാൻ പറ്റും? നോക്കിക്കേ, atrial depolarization at the beginning of atrial systole. Option 4 is the answer. ബാക്കി നമുക്ക് നോക്കാം. ദ എൻ്റർ പീരീഡ് ഓഫ് വെൻട്രിക്കുലർ സിസ്റ്റോൾ ആണോ? PQ, അവിടെ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള Qന് ശേഷം മാത്രമേ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ. സോ തെറ്റാണ്. ദെൻ വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ ആൻഡ് ദ ക്ലോസർ ഓഫ് AV വാൽവ്. വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ സ്റ്റാർട്ട്സ് ഓൺലി ആഫ്റ്റർ Q. അപ്പോൾ അതും വരില്ല. ദെൻ ഏട്രിയൽ റീപോളറൈസേഷൻ അല്ല, ഏട്രിയൽ ഡീപോളറൈസേഷൻ ആണ്. സോ ആൻസർ 4 മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ബ്ലഡ് വെസൽ ലെയർ ഈസ് കമ്പോസ് പ്രൈമറി ഓഫ് സ്മൂത്ത് മസിൽ ആൻഡ് ഇലാസ്റ്റിക് ഫൈബേഴ്സ്? അപ്പോൾ ഇത് നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. 3 ലെയർ ഉണ്ട് അല്ലേ? ഒരു ബ്ലഡ് വെസലിന്, ഒരു ആർട്ടറി ആണെങ്കിലും വെയിൻ ആണെങ്കിലും ഇവർക്ക് 3 ലെയേഴ്സ് കാണുന്നുണ്ട്. ഏതൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ആദ്യം പഠിക്കാം. സോ ഫസ്റ്റ് വൺ, ട്യൂണിക്ക വാസ്കുലോസ. സോ വാട്ട് ഈസ് ട്യൂണിക്ക വാസ്കുലോസ? ട്യൂണിക്ക വാസ്കുലോസ അറിയാവോ? എന്താ ട്യൂണിക്ക വാസ്കുലോസ എന്ന് അറിയാവോ? ട്യൂണിക്ക വാസ്കുലോസ ബ്ലഡ് വെസൽസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ലെയറാണ് അല്ലേ? അപ്പോൾ എവിടെയാണ് കാണുന്നത് ട്യൂണിക്ക വാസ്കുലോസ? ട്യൂണിക്ക വാസ്കുലോസ ഇസ് പ്രസൻറ്റ് ഇൻ ദ ടെസ്റ്റിസ്. ഓക്കെ, ഇയാൾ കാണുന്നത് ടെസ്റ്റിസിലാണ്. ഓക്കെ, ടെസ്റ്റിസിൻ്റെ ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയറാണ് ട്യൂണിക്ക വാസ്കുലോസ എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾക്ക് ബ്ലഡ് മാറ്റി യാതൊരു ബന്ധമില്ല. അടുത്തത് ട്യൂണിക്ക ഇൻറ്റേണ, ട്യൂണിക്ക മീഡിയ, ട്യൂണിക്ക എക്സ്റ്റേണ. അപ്പോൾ 3 ലെയർ ഉണ്ട്. നമുക്ക് നോക്കാം ആദ്യം ട്യൂണിക്ക ഇൻറ്റേണ. ട്യൂണിക്ക ഇൻറ്റേണ ഈസ് ദ ഇന്നർ ലെയർ ഓഫ് ബ്ലഡ് വെസൽ ദാറ്റ് ഈസ് ഫോംഡ് വിത്ത് സിമ്പിൾ സ്ക്വാമോസ് എപ്പിത്തീലിയം കോൾഡ് എൻഡോത്തീലിയം. അപ്പോൾ ഇവിടെ എല്ലാ സ്മൂത്ത് മസിൽസ് കാണുന്നത്. ആൻഡ് ട്യൂണിക്ക മീഡിയ ഈസ് എ മിഡിൽ ലെയർ ഫോംഡ് വിത്ത് സ്മൂത്ത് മസിൽസ്. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടിയല്ലോ. ഓപ്ഷൻ 3 ആൻസർ. നമുക്ക് നോക്കാം ഇനി ട്യൂണിക്ക എക്സ്റ്റേർണ. And the tunica externa is formed with a collagen-rich connective tissue. Okay, tunica externa is formed with a collagen-rich connective tissue. So option tunica media, that is formed with the smooth muscles and elastin fibers. Option 3. Okay, next one. Erythroblastosis fetalis can occur when? അപ്പോൾ എപ്പോഴാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് നടക്കുന്നത്? നോക്കാം.
an RH positive mother carries an RH negative fetus. ആണോ? എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിൻ്റെ കണ്ടീഷൻ എന്താണ്? എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? പിന്നെ RH നെഗറ്റീവ് മദർ അല്ലേ, മദർ RH നെഗറ്റീവ് ആയിരിക്കണം ആൻഡ് RH പോസിറ്റീവ് ഫീറ്റസ്. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും തെറ്റാണ്. RH പോസിറ്റീവ് മദറാണ് പറഞ്ഞിരിക്കുന്നത്, തെറ്റാണ് അല്ലേ. Then an RH negative mother carries her second RH positive fetus after being sensitized. Yes, so ഇതാണ് ആൻസർ ഇവിടെ. അതായത് മദർ RH നെഗറ്റീവ് ആണ്, ദെൻ ഫീറ്റസ് RH പോസിറ്റീവ് ആണ്. ഏത് ഫീറ്റസ് ആണ്? ഫസ്റ്റ് ഫീറ്റസും സെക്കൻഡ് ഫീറ്റസും അല്ലേ. ഫസ്റ്റ് കുട്ടിയും സെക്കൻഡ് ഉണ്ടാകുന്ന കുട്ടിയും RH പോസിറ്റീവ് ആയിരിക്കണം. ആദ്യത്തെ കുട്ടിയിൽ എന്ത് സംഭവിച്ചു? സെൻസിറ്റൈസേഷൻ റിയാക്ഷൻ നടന്നു. ഓക്കെ, ദെൻ സെക്കൻഡ് ചൈൽഡിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സെൻസിറ്റൈസേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? അറ്റ് ദ ടൈം ഓഫ് പാർച്ചുറേഷൻ ദർ ഇസ് എ ചാൻസ് ഓഫ് മിക്സിംഗ് ഓഫ് ദ ബ്ലഡ് ഓഫ് ഫീറ്റസ് ആൻഡ് മദർ അല്ലേ. അപ്പോൾ അവിടെ ബ്ലഡ് മിക്സ് ആകുമ്പോൾ ഫീറ്റസിൻ്റെ RH ആൻറ്റിജൻ മദറിൻ്റെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യുന്നു, മദറിൻ്റെ ബോഡിയിൽ RH ആൻറ്റിബോഡി ഉണ്ടാക്കുന്നു. പഠിച്ചതല്ലേ, ഓർമ്മയുണ്ടല്ലോ അല്ലേ. നമ്മൾ മദറിൻ്റെ ബോഡിയിൽ RH ആൻറ്റിബോഡി ഉണ്ടാകുന്നു. അതിനുശേഷം സെക്കൻഡ് ചൈൽഡിലേക്ക് വരുമ്പോൾ മദറിൻ്റെ ബോഡിയിൽ ഉണ്ടാകുന്ന RH ആൻറ്റിബോഡി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ RH ആൻറ്റിബോഡി ഏത് ടൈപ്പ് ആൻറ്റിബോഡി എന്ന് പറയാമോ? ഏ ടൈപ്പ് ആൻറ്റിബോഡി RH ആൻറ്റിബോഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, 5 ടൈപ്പ് ആൻറ്റിബോഡി പഠിച്ചിട്ടുണ്ട്. IgG AMED. ഏത് ടൈപ്പാണ് RH ആൻറ്റിബോഡി എന്ന് പറയുന്നത്? ഏത് ടൈപ്പ്? ഇതിൽ ഏത് ടൈപ്പ് ആൻറ്റിബോഡിയാണ്? അത് പറയാൻ പറ്റും? RH ആൻറ്റിബോഡി നമ്മൾ പറഞ്ഞ 5 ടൈപ്പ് ആൻറ്റിബോഡിയിൽ ഏതാണ് RH ആൻറ്റിബോഡി? IgG AMED ഇതിലേതാണ് RH ആൻറ്റിബോഡി? അപ്പോൾ RH ആൻറ്റിബോഡി പ്ലാസൻ്റ ക്രോസ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഫീറ്റസിൻ്റെ RBCയെ ബേസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് അല്ലേ. സെക്കൻഡ് ആഫ്റ്റർ സെൻസിറ്റൈസേഷൻ സെക്കൻഡ് ഫീറ്റസിൻ്റെ ബോഡിയിലേക്ക് മദറിൻ്റെ RH ആൻറ്റിബോഡി പ്ലാസൻ്റ ക്രോസ് ചെയ്ത് എൻട്രി ചെയ്യുന്നു, ഫീറ്റസിലേക്ക് എൻട്രി ചെയ്തിട്ട് ഫീറ്റസിൻ്റെ RBCയെ ബേസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അവിടെ ജോണ്ടിസ് പോലെയുള്ള കണ്ടീഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ പ്ലാസൻ്റ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ആൻറ്റിബോഡിയേ ഉള്ളൂ, ദാറ്റ് ഈസ് IgG ആൻറ്റിബോഡി. സോ in a case of erythroblastosis fetalis the antibody is IgG antibody. ഓക്കെ, അപ്പോൾ IgG ആൻറ്റിബോഡിക്ക് മാത്രമേ പ്ലാസൻ്റ ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ RH ആൻറ്റിബോഡി ഏത് ടൈപ്പ് ആൻറ്റിബോഡിയാണ്? IgG ആൻറ്റിബോഡി. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 2 ആൻസർ കിട്ടി. എന്നാലും ബാക്കി ഓപ്ഷൻ കൂടി നമുക്ക് നോക്കാം. ബോത്ത് മദർ ആൻഡ് ഫീറ്റസ് ആർ RH നെഗറ്റീവ് അല്ലല്ലോ. ആൻഡ് RH നെഗറ്റീവ് മദർ ക്യാരീസ് ഹെർ ഫസ്റ്റ് RH പോസിറ്റീവ് ഫീറ്റസ്. അപ്പോൾ ഫസ്റ്റ് RH പോസിറ്റീവ് ഫീറ്റസിന് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് കണ്ടീഷൻ ഉണ്ടാകില്ല. കാരണം എന്താണ്? അയാൾ ഡെലിവറി ടൈമിലാണ് ബ്ലഡ് മിക്സ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ RH പോസിറ്റീവ് ഫീറ്റസ് ഫസ്റ്റ് കേസിൽ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ഉണ്ടാകില്ല. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ ക്വസ്റ്റ്യൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് വൺ, യെസ് ദാ ഒരു മാച്ച് ദ കോളം നമുക്ക് നോക്കാം അല്ലേ. നോക്കിക്കേ, കോളം 1 ആൻഡ് കോളം 2. സോ കോളം 1 എസ് എ നോഡ് AB നോഡ് കോഡേറ്റ് എൻജിനെ സെക്കൻഡ് ഹാഫ് സൗണ്ട്. ദെൻ ഹാർട്ട് സ്ട്രിങ്സ് ക്ലോസ്ട്രോ സെമിലുണർ വാൽവ് റൈറ്റ് ഏട്രിയത്തിൻ്റെ പൊസിഷനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. എസ് എ നോഡ് എവിടെയാണ് കാണുന്നത്? എസ് എ നോഡ് ഈസ് പ്രസൻറ്റ് ഓൺ ദി പറയാം ഓൺ ദി റൈറ്റ് ഏട്രിയം. എസ് എ നോഡും AB നോഡും കാണുന്നത് റൈറ്റ് ഏട്രിയത്തിലാണ്. അതിൽ തന്നെ എസ് എ നോഡ് ലൊക്കേഷൻ റൈറ്റ് അപ്പർ കോർണർ ഓഫ് റൈറ്റ് ഏട്രിയം. സോ A4 വരും. A with 4 എന്ന് പറയുമ്പോൾ യെസ് 1ഉം 4 നമ്മൾ കളഞ്ഞു. ഓക്കെ, ദെൻ AB നോഡ് പ്രസൻറ്റ് ഓൺ ദി അതും റൈറ്റ് ഏട്രിയത്തിനാണ്. ലോവർ ലെഫ്റ്റ് കോർണർ ഓഫ് റൈറ്റ് ഏട്രിയം B3. A4 B3 ആൻസർ കിട്ടിയില്ലേ? ഓപ്ഷൻ 3 ആൻസർ കിട്ടിയല്ലോ അല്ലേ. യെസ്, അപ്പോൾ ആൻസർ 3 നമുക്ക് നോക്കാം. കോഡേറ്റ് എൻജിനെ, വാട്ട് ഈസ് കോഡേറ്റ് എൻജിനെ? ദ ഹാർട്ട് സ്ട്രിങ് ആണ് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ ഫംഗ്ഷൻ ഓഫ് കോഡേറ്റ് എൻജിനെ? എന്തിനാണ് കോഡേറ്റ് എൻജിൻ എന്ന് പറയാമോ? കോഡേറ്റ് എൻജിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പ്രിവെൻറ്റ് ദ ഇവേർഷൻ ഓഫ് AV വാൽവ് അല്ലേ. അപ്പോൾ AV വാൽവിൻ്റെ ഇവേഷൻ, അതായത് മുകളിലേക്ക് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇവരെ പിടിച്ച് നിർത്തുന്ന സ്ട്രിങ്ങുകളെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? കോഡേറ്റ് എൻജിൻ എന്ന് വിളിച്ചത് അല്ലേ. അപ്പോൾ കോഡേറ്റ് എൻജിൻ ദീസ് ആർ ദി ഹാർട്ട് സ്ട്രിങ്സ്. അപ്പോൾ C1 വന്നു, C1 യെസ്. ദെൻ സെക്കൻഡ് ഹാർട്ട് സൗണ്ട് ക്ലോസ്ട്രോ സെമിലുണർ വാൽവ്. അപ്പോൾ D2. സോ ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. ഓക്കെ, എളുപ്പമല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത്, which of the following would be the most immediate effect of damage of the left ventricle? ലെഫ്റ്റ് വെൻട്രിക്കിൾ ഡാമേജ് ആകുന്നു, എന്ത് സംഭവിക്കും?
ഓക്കെ, അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഡാമേജ് ആയേ. യെസ്, ഹാർട്ട് നമ്മൾ നോക്കുന്നു. ഇവിടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഡാമേജ് ആയി. ഏതാ ലെഫ്റ്റ് വെൻട്രിക്കിൾ? യെസ്, ഇയാൾ ഡാമേജ് ആയി. എന്ത് പറ്റി? ലെഫ്റ്റ് ഡാമേജ് മീൻസ് ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ മസിൽസ് ഡാമേജ് ആകുന്നു. എന്ത് സംഭവിക്കും? ലെഫ്റ്റ് വെൻട്രിക്കിൾ ഡാമേജ് ആയി കഴിഞ്ഞാൽ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, അക്യുമുലേഷൻ ഓഫ് ബ്ലഡ് ഇൻ ദി പൾമണറി സർക്കുലേഷൻ. ആണോ? ശരിയാണോ? നോക്കിക്കേ, ഇത് ലെഫ്റ്റ് ഏട്രിയ. ഓക്കെ, അപ്പോൾ ലങ്സിൽ നിന്നുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ടേക്കാണ് വരുന്നത്? ലെഫ്റ്റ് ഏട്രിയയിലേക്ക് വരുന്നു. ശരിയല്ലേ? ലെഫ്റ്റ് ഏട്രിയയിലേക്ക് വരുന്നു ത്രൂ ദി പൾമണറി വെയിൻ, അല്ലേ? പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയയിൽ നിന്നും ലങ്സിൽ നിന്നും ബ്ലഡ് ഇങ്ങോട്ടേക്ക് വന്നു. ഇനി ആ വരുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് ഡിഫറെൻറ്റ് ബോഡി പാർട്ടിലേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടിയാണല്ലോ നമുക്കിവിടെ ലെഫ്റ്റ് വെൻട്രിക്കിളുള്ളത്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ അയോർട്ടയുണ്ട്. അപ്പോൾ അയോർട്ട എന്ത് ചെയ്യുന്നു? ഡിഫറെൻറ്റ് ബോഡി പാർട്ടിലേക്ക് പമ്പ് ചെയ്യുന്നു. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞെന്താ? ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ത് സംഭവിച്ചു? ലെഫ്റ്റ് വെൻട്രിക്കിളിന് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഡാമേജ് ആയി. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഡാമേജ് ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് ബ്ലഡിനെ പമ്പ് ചെയ്യാൻ പറ്റാതെ വരും. ശരിയല്ലേ? ബ്ലഡിനെ പമ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അയോർട്ട വഴി ബ്ലഡ് പമ്പ് ചെയ്ത് പുറത്തേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ബ്ലഡ് അക്യുമുലേറ്റ് ചെയ്യും. ലെഫ്റ്റ് വെൻട്രിക്കിൾ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഏട്രിയത്തിൽ വരുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എവിടെ അക്യുമുലേറ്റ് ചെയ്യും? പൾമണറി വെയിനിൽ അക്യുമുലേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ബ്ലഡ് എവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നു? അക്യുമുലേറ്റ് ഓൺ ദി പൾമണറി സർക്കുലേഷൻ. കേട്ടോ, അക്യുമുലേഷൻ ഓഫ് ബ്ലഡ് ഓൺ ദി പൾമണറി സർക്കുലേഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. കാരണം എന്താണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ പമ്പ് ചെയ്താലേ എങ്ങോട്ടേക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ? സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ അത്? ഓക്കെ, അത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് കൺഫ്യൂസിങ് ആണല്ലേ. അപ്പോൾ ഇവിടുന്ന് ബ്ലഡ് പമ്പ് ചെയ്ത് പോയാൽ മാത്രമേ എവിടെ എത്തത്തുള്ളൂ? ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ പമ്പ് ചെയ്യണം, എന്നാലേ ബ്ലഡ് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. ശരിയാണോ? സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ദ സർക്കുലേഷൻ ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് ഡിഫറെൻറ്റ് ബോഡി പാർട്സ് ആണ്. അപ്പോൾ ബോഡി പാർട്സിലേക്ക് ബ്ലഡ് എത്തിക്കണമെങ്കിൽ ആര് വേണം? ലെഫ്റ്റ് വെൻട്രിക്കിൾ ഫംഗ്ഷൻ ആയിരിക്കണം. ലെഫ്റ്റ് വെൻട്രിക്കിൾ ഫംഗ്ഷൻ അല്ലെങ്കിൽ ബോഡി പാർട്സിലേക്ക് ബ്ലഡ് എത്തില്ല. അപ്പോൾ ആ ബ്ലഡ് എവിടെ കാണും? പൾമണറി സർക്കുലേഷനിൽ അക്യുമുലേറ്റ് ചെയ്യും. സോ ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. ദെൻ ഓപ്ഷൻ 2, ഇൻക്രീസ് ദ സിസ്റ്റമിക് ആർട്ടീരിയൽ പ്രഷർ. ആർട്ടറി പ്രഷർ കൂടും. ആർട്ടറി പ്രഷർ കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ബ്ലഡ് പമ്പ് ചെയ്യണം. ഓക്കെ, ദെൻ ബാക്ക് ഫ്ലോ ഇൻ ടു ദി റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയത്തിൽ ബാക്ക് ഫ്ലോ ഉണ്ടാകുന്നത് എപ്പോഴാണ്? അത് ഈ പറഞ്ഞ നമ്മുടെ വാൽവ്, AV വാൽവ് അല്ലേ, അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ ലെഫ്റ്റ് ആണെങ്കിൽ അത് ബൈക്കസ്പിഡ് വാൽവ് ഡാമേജ് ആയാൽ മാത്രമേ അത് ബാക്ക് ഫ്ലോ നടക്കത്തുള്ളൂ. അത് പറയുന്നില്ല. ഡിക്രീസ് ഇൻ ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ അളവ് കുറയുന്നുണ്ടോ? ഇല്ല, കാരണം ലങ്സിലേക്ക് ബ്ലഡ് പോകുന്നുണ്ട്, ഓക്സിജനേഷൻ നടക്കുന്നുണ്ട്. സോ ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ അളവ് കുറയുന്നില്ല, പക്ഷേ അത് ബോഡിയിലേക്ക് കിട്ടുന്നതിൻ്റെ അളവ് കുറഞ്ഞു. സോ ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. ഓക്കെ, യെസ്, അത്രേ ഉള്ളൂ. അടുത്തത്, which of the following changes would be expected in a person who has been deprived of water for 24 hours? അപ്പോൾ ഒരാൾ 24 മണിക്കൂറിൽ വെള്ളം കുടിക്കുന്നില്ല. ഓക്കെ, അതാണ് ഡിപ്രീവ്ഡ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ട എസെൻഷ്യൽ ന്യൂട്രിയൻസ്. ഡിപ്രീവ്ഡ് മീൻസ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് കിട്ടാത്ത കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ അയാൾ വാട്ടർ കിട്ടുന്നില്ല, വാട്ടർ കുടിക്കുന്നില്ല, 24 മണിക്കൂറേക്ക് വാട്ടർ കുടിക്കുന്നതേ ഇല്ല. എന്ത് സംഭവിക്കും? ഇൻക്രീസ് GFR ടു ഫ്ലഷ് ഔട്ട് അക്യുമുലേറ്റഡ് നൈട്രോജിനസ് വേസ്റ്റ്. ഒരിക്കലുമില്ല, കാരണം വെള്ളം ഇല്ല. ബോഡിയിൽ വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? ബോഡിയിലെ വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിൻ്റെ വോളിയം കുറയും. ഓക്കെ, കാരണം നമുക്കറിയാം ബ്ലഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്ലാസ്മയുടെ 90 to 92% വാട്ടറാണ്. 24 മണിക്കൂർ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞാൽ ബ്ലഡിൻ്റെ വോളിയം കുറയും. സോ വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ GFR ഓട്ടോമാറ്റിക് കുറയും. സോ ഇൻക്രീസ് GFR തെറ്റാണ്. ഇൻക്രീസ് പ്ലാസ്മ ഓസ്മോളാരിറ്റി ആൻഡ് ഇൻക്രീസ് റിലീസ് ഓഫ് ADH ഫ്രം ദി ന്യൂറോ ഹൈപ്പോഫൈസിസ് അല്ലേ? ശരിയല്ലേ? യെസ്. അപ്പോൾ ഇവിടെ പ്ലാസ്മ ഓസ്മോളാരിറ്റി കൂടും. കാരണം എന്താ? വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞു, സോൾട്ട് കണ്ടൻറ്റ് കൂടി. ബ്ലഡിലെ വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞു, സോൾട്ട് കണ്ടൻറ്റ് കൂടി. ദാറ്റ് മീൻസ് ഓസ്മോളാരിറ്റി ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ടു മെയിൻറ്റെയിൻ ദറ്റ് ഓസ്മോളാരിറ്റി, ഹൈപ്പോതലാമസ് അല്ലെങ്കിൽ ടു ഇൻക്രീസ് വാട്ടർ റീഅബ്സോർപ്ഷൻ ഫ്രം ദി ഫിൽട്രേറ്റ്, ഹൈപ്പോതലാമസ് സ്റ്റിമുലേറ്റ് ദി posterior pituitary or neurohypophysis to release ADH. അപ്പോൾ ADH സെക്രീഷൻ കൂടുന്നു. യെസ്, അപ്പോൾ ഇൻക്രീസ് ദി പ്ലാസ്മ ഓസ്മോളാരിറ്റി ആൻഡ് ഇൻക്രീസ് റിലീസ് ഓഫ് ADH. ഓപ്ഷൻ 2 ഈസ് ആൻസർ. Then third one, decrease secretion of renin by the juxtaglomerular cells. അപ്പോൾ റെനിൻ്റെ സെക്രീഷൻ കുറയുമോ?
റിനിൻ്റെ സെക്രീഷൻ നോർമലി എന്ത് ചെയ്യണം, കൂടണം അല്ലേ. ഇപ്പോൾ ഇവിടെ റിനിൻ്റെ സെക്രീഷൻ കൂടണം, കാരണം വാട്ടർ റീഅബ്സോർബ് ചെയ്യണമെങ്കിൽ നമുക്ക് റാസ് മെക്കാനിസത്തിനെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും, റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്ററോൺ മെക്കാനിസവും ഡിപ്പെൻഡ് ചെയ്യാം. ദെൻ ഡിക്രീസ് പെർമിബിലിറ്റി ഓഫ് ദി കളക്ടിങ് ഡക്ട് വാട്ടർ, ഒരിക്കലുമില്ല, പെർമിബിലിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. പെർമിബിലിറ്റി ഓഫ് കളക്ടിങ് ഡക്ട് ഇസ് ഇൻക്രീസ്, എന്തിനാണ്, വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യണം, അതുകൊണ്ട് തന്നെ പെർമിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. സോ ഓപ്ഷൻ 2 ഈസ് ദി കറക്റ്റ് വൺ. ഓക്കെ, അടുത്തത് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് യൂറിയോടെലിക് ആനിമൽ കമ്പയർഡ് ടു അമനോടെലിക് വൺസ്. അപ്പോൾ ആരുടെ ഫീച്ചർ നമുക്ക് വേണ്ടത്, യൂറിയോടെലിക് ആനിമൽസിൻ്റെ ഫീച്ചർ നമുക്ക് വേണം അല്ലേ. ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നു, അമനോടെലിക് ആനിമലുമായിട്ട് കമ്പയർ ചെയ്യുന്നു. സോ ദേ എക്സ്ക്രീറ്റ് നൈട്രോജിനസ് വേസ്റ്റ് വയ സിമ്പിൾ ഡിഫ്യൂഷൻ അക്രോസ് ബോഡി സർഫസ്. ആര്, യൂറിയോടെലിക് ആനിമൽസ് സിമ്പിൾ ഡിഫ്യൂഷൻ ടു ദ ബോഡി സർഫസ് വഴിയാണോ, അല്ല. യൂറിയോടെലിക് ആനിമൽസിൽ ആരും അങ്ങനെ ചെയ്യുന്നില്ല. ഓക്കെ, ഈ സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുന്ന ആരാണ്, ഏറ്റവും ലോവർ ഫൈലത്തിൽ വരുന്ന ആൾക്കാർ. അപ്പോൾ പോരിഫെറ, സീലൻഡ്രൈറ്റ അല്ലെങ്കിൽ എക്കിനോഡെർമേറ്റ പോലെയുള്ള ഫൈലമാണ് സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുന്നത്, കാരണം അവർക്കൊരു വെൽ ഡെവലപ്ഡ് എക്സ്ക്രിറ്ററി ഓർഗൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് തെറ്റാണ്. ദെൻ അടുത്തത് ലാക്ക് എ ഫങ്ഷണൽ ഓർണിത്തിൻ സൈക്കിൾ. സോ വാട്ട് ഈസ് ഓർണിത്തിൻ സൈക്കിൾ അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ യൂറിയോടെലിക് ആനിമൽസിന് ഓർണിത്തിൻ സൈക്കിൾ ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്, തെറ്റല്ലേ. ഓർണിത്തിൻ സൈക്കിൾ ഉണ്ട്. എന്തിനാണ് ഓർണിത്തിൻ സൈക്കിൾ ഉള്ളത്, ടു ദ കൺവേർഷൻ ഓഫ് യൂറിയ ടു അമോണിയ. സോറി, തിരിഞ്ഞു പോയി. ദ കൺവേർഷൻ ഓഫ് അമോണിയ ടു യൂറിയ അല്ലേ. അപ്പോൾ അമോണിയെ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇൻ ലിവർ അല്ലേ, ലിവറിൽ വെച്ച് നടക്കുന്ന സൈക്ലിക് പ്രോസസ്, യൂറിയ സൈക്കിൾ അല്ലെങ്കിൽ ഓർണിത്തിൻ സൈക്കിൾ എന്ന് വിളിച്ചു. അപ്പോൾ യൂറിയോടെലിക് ആനിമൽസിലാണ് യൂറിയ സൈക്കിൾ ഉള്ളത് അല്ലെങ്കിൽ ഓർണിത്തിൻ സൈക്കിൾ ഉള്ളത്. Then the waste product is converted into uric acid crystals in the liver. ആണോ, അല്ലല്ലോ. പിന്നെ എന്തായിട്ട് കൺവേർട്ട് ചെയ്തത്, യൂറിയ ആയിട്ടാണ് കൺവേർട്ട് ചെയ്തത് അല്ലേ. യെസ്. ദെൻ the next one is they require less water for excretion as waste is less toxic. ശരിയാണ്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് യൂറിയ അല്ലെങ്കിൽ യൂറിയോടെലിക് ആനിമൽസിന് അവർക്ക് എന്ത് മതി, വാട്ടർ കണ്ടൻറ്റ് കുറവ് മതി. ഓക്കെ, കമ്പയർഡ് ടു അമോണിയ വാട്ടർ കുറവാണ്, കാരണം സോലിബിലിറ്റി കമ്പയർഡ് ടു അമോണിയ യൂറിയയുടെ സോലിബിലിറ്റി കുറവാണ്. അതുപോലെ തന്നെ പിന്നെന്താണ്, അവിടെ ലെസ് ടോക്സിക് കൂടിയാണ്. ഓക്കെ, അമോണിയ ഹൈലി ടോക്സിക് ആണ്, യൂറിയ കമ്പാരിറ്റീവ്ലി ലെസ് ടോക്സിക് ആണ്. സോ ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ GFR ഈസ് 125 ml per minute and the urine output is 1 ml per minute, what percentage of the filtrate is reabsorbed എന്ന് പറയാൻ പറ്റുമോ, കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിക്ക്. കണ്ടുപിടിക്കാൻ അത് പ്രോബ്ലമായിട്ടൊന്നും ചെയ്യേണ്ട, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രോബ്ലമായിട്ട് വേണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് വെച്ച് തന്നെ നമുക്ക് ഇന്ന് ആൻസർ കിട്ടും. ഓക്കെ, നോക്കിക്ക്. ദ GFR ഈസ് 125 ml per minute and the urine output is 1 ml per minute. What the percentage of filtrate is reabsorbed? ഓക്കെ, ഇത് കണ്ണും പൂട്ടി നമുക്ക് ആൻസർ പറയാൻ പറ്റും, എന്നാലും നമുക്ക് ഇങ്ങനെ കണ്ണും പൂട്ടി ആൻസർ പറയണ്ട. നമുക്കിന്ന് പ്രോബ്ലമായിട്ടൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് റീഅബ്സോർപ്ഷൻ പെർസെൻറ്റേജ് കണ്ടുപിടിക്കും. പെർസെൻറ്റേജ് ഓഫ് റീഅബ്സോർപ്ഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് റീഅബ്സോർപ്ഷൻ കണ്ടുപിടിക്കണം. പെർസെൻറ്റേജ് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് റീഅബ്സോർബ് ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. ശരിയല്ലേ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, 125 ml per minute ആണ് GFR. അതിൽ നിന്നും എലിമിനേറ്റ് ചെയ്തത് 1 ml ആണെങ്കിൽ -1 ml, 124 ml per minute ആയിരിക്കുമല്ലോ റീഅബ്സോർബ് ചെയ്തത് അല്ലേ. ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓപ്ഷൻ 1 ആൻസർ കറക്റ്റാണ്. ഓക്കെ, 99% അല്ലേ. ഇതെങ്ങനെ കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ 124 ആണ് നമ്മൾ റീഅബ്സോർബ് ചെയ്യുക. അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, 124 ഡിവൈഡ് ബൈ 125 ഇൻറ്റു 100 കൊടുത്ത് നോക്കിക്ക്. ശരിയല്ലേ. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും നമുക്ക്, അറൗണ്ട് 0.992 കിട്ടി. ഓക്കെ, ഇൻറ്റു 100 കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും നമുക്ക്, 0.992 or it is 99.2% കിട്ടി. ഓക്കെ, അപ്പോൾ 99.2% ഓർ സിംപ്ലി 99% ആണോ. ഇത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ടെക്സ്റ്റ് തന്നെ പറയുന്നത്, നമ്മൾ പഠിക്കുന്നുണ്ട് 99% ഓഫ് ദ ഫിൽട്രേറ്റ് ഈസ് റീഅബ്സോർബ്ഡ് എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അതായത് ഒരു ദിവസം, ഒരു മിനിറ്റിൽ 125 ml ആണെങ്കിൽ ഒരു ദിവസം അത് 180 ലിറ്റർ അല്ലേ, ആണല്ലോ. ആ 180 ലിറ്ററാണ് GFR എന്ന് പറഞ്ഞത്. ആ 180 ലിറ്റർ ഒരു ദിവസം നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത് അറൗണ്ട് 1 to 1.5 ലിറ്റർ മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് മോർ ദാൻ 99% ഈസ് റീഅബ്സോർബ്ഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അത് പ്രോബ്ലമായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതാ ഇങ്ങനെ ചെയ്യാം, മാത്രമേ ഉള്ളൂ കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് സമയം കളയാൻ നിർബന്ധമൊന്നുമില്ല, ഒറ്റയടിക്ക് 99% നമുക്ക് ആൻസർ കിട്ടും. The next one, consider the following statements regarding the human appendicular skeleton. അപ്പോൾ നമ്മൾ ലോക്കോമോഷനിലേക്ക് എത്തുന്നു. അപ്പെൻഡിക്കുലാർ സ്കെലിറ്റൺ. അപ്പോൾ എന്താണ് അപ്പെൻഡിക്കുലാർ സ്കെലിറ്റൺ എന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. The pectoral girdle consists of two types of bones, clavicle and scapula. So what is pectoral girdle? എന്താ pectoral girdle? The pectoral girdle is the girdle that connects the forelimb to axial. നമ്മൾ ഫോർലിംബിനെ ആക്സിയൽ സ്കെലിലേക്ക് കണക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ പെക്ടോറൽ ഗേർഡിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് രണ്ട് ബോൺ ഉണ്ട്. ഏതൊക്കെയാണ്? ഈ ഒരു ബോൺ, ഈ ഒരു എസ് ഷേപ്പിലിരിക്കുന്ന ബോൺ നമുക്ക് എന്ത് വിളിക്കാം? ദിസ് ഇസ് കോൾഡ് ക്ലാവിക്കിൾ, ഓർ നമ്മൾ ബ്യൂട്ടി ബോൺ എന്നൊക്കെ വിളിക്കും, കോളർ ബോൺ എന്നൊക്കെ വിളിക്കുന്നു, ക്ലാവിക്കിൾ. ആൻഡ് ദിസ് ട്രയാങ്കുലർ ഷേപ്ഡ് ബോൺ പ്രസന്റ് ഓൺ ദി ഡോർസൽ സർഫസ് ഇസ് കോൾഡ് സ്കാപ്പുല. സോ ദ പെക്ടോറൽ ഗേർഡിൽ കൺസിസ്റ്റ് ഓഫ് ക്ലാവിക്കിൾ ആൻഡ് സ്കാപ്പുല. ഓക്കെ, അപ്പോൾ ഇത് ശരിയാണല്ലോ. അടുത്തത്, ദ അക്രോമിയൻ പ്രോസസ് ആർട്ടിക്കുലേറ്റ് വിത്ത് ദി ഹ്യൂമറസ്. എന്താ അക്രോമിയൻ പ്രോസസ്? അക്രോമിയൻ പ്രോസസ് ഈ കാണുന്ന പ്രൊജക്ഷൻ കണ്ടോ, നമ്മുടെ ഷോൾഡറിൽ ഇവിടെ ഒരു ബോൺ ഇങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ അക്രോമിയൻ പ്രോസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് സ്കാപ്പുല ഈസ് എ ട്രയാങ്കുലാർ ഷേപ്ഡ് ഫ്ലാറ്റ് ബോൺ അല്ലേ. നമുക്ക് സ്കാപ്പുല നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രയാങ്കുലാർ ഷേപ്പിൽ ഏകദേശം ഇതുപോലെ കാണുന്ന ട്രയാങ്കുലാർ ഷേപ്പിൽ ഫ്ലാറ്റ് ബോൺ ആണ് സ്കാപ്പുല. അതിൻ്റെ ഡോഴ്സൽ സർഫസിൽ കൂടി പാസ് ചെയ്യുന്ന സ്ലൈറ്റ്ലി എലിവേറ്റഡ് റിഡ്ജുണ്ട്, സ്പൈൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ സ്പൈൻ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നത് ഈ ഒരു സ്ട്രക്ചർ, ഇതിനെ നമുക്ക് അക്രോമിയൻ പ്രോസസ്സ് എന്ന് വിളിക്കും. ഇതാണ് ഈ കാണുന്ന അക്രോമിയൻ പ്രോസസ്സ്. അപ്പോൾ ഈ അക്രോമിയൻ പ്രോസസ്സ് ആർട്ടിക്കുലേറ്റ് വിത്ത് ഹ്യൂമറസ്. ഹ്യൂമറസ് ആരാണ്? നമ്മുടെ അപ്പർ ആം ബോൺ ആണ് ഹ്യൂമറസ്. അപ്പോൾ അക്രോമിയൻ പ്രോസസ്സ് ഹ്യൂമറസിലേക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഹ്യൂമറസ് ആർട്ടിക്കുലേറ്റ് ഇൻ ദ ക്യാവിറ്റി ബിലോ ദി അക്രോമിയൻ പ്രോസസ്സ്. അപ്പോൾ അക്രോമിയൻ പ്രോസസ്സ് താഴെയായിട്ട് കാണുന്ന ക്യാവിറ്റി ഉണ്ട്, ആൻഡ് ദാറ്റ് ക്യാവിറ്റി ഈസ് കോൾഡ് ഗ്ലീനോഡിക് ക്യാവിറ്റി. ആ ഗ്ലീനോഡിക് ക്യാവിറ്റിയിലേക്കാണ് ഹ്യൂമറസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തെറ്റാണ്. സോ സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ് അല്ലേ. അക്രോമിയൻ പ്രോസസ്സ് ആർട്ടിക്കുലേറ്റ് ഹ്യൂമറസ് അല്ല. പിന്നെ അക്രോമിയൻ പ്രോസസ്സ് എങ്ങോട്ടേക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്? അക്രോമിയൻ പ്രോസസ്സ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് ഇൻറ്റു ദി എസ് ഷേപ്ഡ് ബോൺ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ എസ് ഷേപ്ഡ് ബോൺ ഏതാണ്? ക്ലാവിക്കിൾ. ക്ലാവിക്കിളിൻ്റെ ഒരു എൻഡ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് അക്രോമിയൻ പ്രോസസ്സിലേക്കാണ്. അപ്പോൾ ഹ്യൂമറസ് തെറ്റാണ്, ഇവിടെ ക്ലാവിക്കിളാണ് കേട്ടോ. Then the pelvic girdle consists of two coxal bones, each formed by the fusion of ilium, ischium and pubis. So that is correct one. Then the glenoid cavity is found in the pelvic girdle. Glenoid cavity is found in എവിടെ? glenoid ആണ്, pelvic girdle ആണോ? ഇതല്ലേ pelvic girdle. So pelvic girdle is the girdle that connect axial skeleton with the hind limb. Okay, അപ്പോൾ glenoid cavity ഈ കാണിച്ചിരുന്ന glenoid cavity that is present on the pectoral girdle, not with the pelvic girdle. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് പറയുന്നത്? So 1 and 3 are correct. Option 2 is the answer. Okay, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ അസേഷൻ റീസണിലേക്ക്. നമ്മൾ ഇതുവരെ അസേഷൻ ഒന്നും വന്നില്ലായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അസേഷൻ റീസൺ. റെഡ് മസിൽ ഫൈബേഴ്സ് ക്യാൻ പ്രൊവൈഡ് എനർജി ഫോർ ലോങ് പീരിയഡ് വിത്തൗട്ട് അക്യുമുലേറ്റിംഗ് മച്ച് ലാക്റ്റിക് ആസിഡ്. ശരിയല്ലേ? റെഡ് മസിൽ ഫൈബേഴ്സ് അല്ലേ, നമുക്കറിയാം. റെഡ് മസിൽ ഫൈബേഴ്സ് അവരുടെ കൺട്രാക്ഷൻ എങ്ങനെയാണ്? കമ്പയർ ടു വൈറ്റ് മസിൽ കൺട്രാക്ഷൻ സ്ലോ ആണ്, ബട്ട് ഇറ്റ് ഈസ് സസ്റ്റെയിൻഡ് ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരുപാട് നേരം കൺട്രാക്റ്റ് ചെയ്യാൻ, വിത്തൗട്ട് ഗെറ്റിംഗ് ഫറ്റീഗ്, ഒരുപാട് നേരം കൺട്രാക്റ്റ് ചെയ്യാൻ എബിലിറ്റി ഉള്ള മസിലാണ് റെഡ് മസിൽ ഫൈബേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് റെഡ് മസിൽ ഫൈബേഴ്സ് ക്യാൻ പ്രൊവൈഡ് എനർജി ഫോർ ലോങ് പീരീഡ് വിത്തൗട്ട് അക്യുമുലേറ്റിംഗ് മച്ച് ലാക്റ്റിക് ആസിഡ്. അപ്പോൾ അസേഷൻ കറക്റ്റ് ആണല്ലോ. ഇനി റീസൺ നോക്കാം. റെഡ് ഫൈബേഴ്സ് കണ്ടെയ്ൻ എ ഹൈ എമൗണ്ട് ഓഫ് മയോഗ്ലോബിൻ ആൻഡ് എ ലാർജ് നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ ഫോർ എയ്റോബിക് റെസ്പിറേഷൻ. ഓക്കെ, അപ്പോൾ റെഡ് മസിൽസിൽ എന്തുണ്ട്? ലാർജ് എമൗണ്ട് ഓഫ് മയോഗ്ലോബിൻ കണ്ടന്റ് ഒരുപാടുള്ളത് കൊണ്ടാണ് അവർക്ക് റെഡ് കളർ വന്നത് തന്നെ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ റെഡ് മസിൽ എന്ന് വിളിച്ചത്. ആ ലാർജ് നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ വിളിച്ചു. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് മയോഗ്ലോബിനും മൈറ്റോകോൺട്രിയയും ഉള്ളത് കൊണ്ട് അവർക്ക് എന്ത് പറ്റുന്നു? ദേ ക്യാൻ പ്രൊവൈഡ് ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഫോർ ലോങ് പീരീഡ് വിത്തൗട്ട് അക്യുമുലേറ്റിംഗ് മച്ച് ലാക്റ്റിക് ആസിഡ്. സോ അസേഷൻ ഈസ് കറക്റ്റ്, റീസൺ ഈസ് കറക്റ്റ്, ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ. സോ ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. ഓക്കെ, ഓപ്ഷൻ 1 കിട്ടി. അസേഷൻ കറക്റ്റാണ്, റീസൺ കറക്റ്റാണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് അല്ലേ. യെസ്, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്.
if the Z line of a sarcomere are pulled close together, which of the following specifically appear to the H zone and I band? അപ്പോൾ നമുക്കൊരു സാർക്കോമിയർ ചുമ്മാ ഒന്ന് വരച്ച് നോക്കാം അല്ലേ. അപ്പോൾ ദാ ഇത് നമ്മുടെ എ ബാൻഡ്. ഓക്കെ, നിങ്ങൾക്കെല്ലാം ആൻസർ കിട്ടുമെന്ന് എനിക്കറിയാം, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. ഇത് ഐ ബാൻഡ്. ഓക്കെ, അപ്പോൾ എ ബാൻഡായി, ഐ ബാൻഡായി. ഇനി നമ്മുടെ ഈ എ ബാൻഡിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ എന്ത് വിളിച്ചു? എം ലൈൻ എന്ന് വിളിച്ചു. ഐ ബാൻഡിൻ്റെ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ഈ ലൈനെ നമ്മൾ എന്ത് വിളിച്ചു? സെഡ് ലൈൻ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ദ സെഡ് ലൈൻ ഓഫ് ദ സാർക്കോമിയർ ആർ പുൾ ക്ലോസ് ടുഗദർ. അപ്പോൾ ഈ സെഡ് ലൈൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചു, ഈ സെഡ് ലൈൻ ഇങ്ങോട്ടേക്ക്, രണ്ടുപേരും അടുത്തേക്ക് വരുന്നു. അപ്പോൾ രണ്ടുപേരും അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എച്ച് സോൺ ഐ ബാൻഡ് എന്ത് സംഭവിക്കും? ഐ ബാൻഡ് അറിയാമല്ലോ അല്ലേ? ഐ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ നമ്മൾ ഐ ബാൻഡ് എന്ന് വിളിക്കുന്നത്. ആക്റ്റിൻ മാത്രം കാണുന്ന ഇത്രയും പോർഷൻ നമുക്ക് ഐ ബാൻഡ് എന്ന് വിളിക്കാം. വാട്ട് ഈസ് എച്ച് സോൺ? ഇതാണ് എച്ച് സോൺ, കണ്ടോ? ഈ ഒരു പോർഷൻ എച്ച് സോൺ എന്ന് വിളിക്കുന്നത്. സോ വാട്ട് ഈസ് എച്ച് സോൺ? ഇൻ ദ സെൻറ്റർ ഓഫ് ദി എ ബാൻഡ് വെർ ഓൺലി മയോസിൻ ഇസ് പ്രസൻറ്റ്. മയോസിൻ മാത്രമുള്ള എ ബാൻഡിൻ്റെ സെൻറ്ററിനെ വിളിച്ച പേരാണ് എച്ച് സോൺ. ആക്റ്റിൻ ഈസ് ആബ്സെൻറ്റ്. ആക്റ്റിൻ ഇല്ലാത്ത മയോസിൻ മാത്രമുള്ള ഈ സെൻറ്റർ നമുക്ക് എന്ത് വിളിക്കാം? എച്ച് സോൺ എന്ന് വിളിക്കാം. അപ്പോൾ പറയുന്നതാണ് സെഡ് ലൈൻ വലിച്ചു. സെഡ് ലൈൻ ഓഫ് ദ ടു സെഡ് ലൈൻസ് കം ക്ലോസ് ടു ഈച്ച് അതർ. ഈ രണ്ട് സെഡ് ലൈൻ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് നോക്കാം. ഈ സെഡ് ലൈൻ അടുത്തേക്ക് വരിക മീൻസ് സെഡ് ലൈൻ എവിടെയാണ് കാണുന്നത്? ആക്റ്റിനിൽ അറ്റാച്ച് ചെയ്ത് കാണുന്നതാണ് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? സെഡ് ലൈൻ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പോകും, കേട്ടോ. സെഡ് ലൈൻ അടുത്തേക്ക് വന്നു. അറ്റ് ദ സെയിം ടൈം ഇവിടുന്ന് ഈ സെഡ് ലൈൻ വന്നില്ലേ? അപ്പോൾ ഈ സെഡ് ലൈൻ ഇങ്ങോട്ടേക്കും വന്നു, കണ്ടോ. അപ്പോൾ ഈ രണ്ട് സെഡ് ലൈൻ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? എന്ത് സംഭവിച്ചു? എച്ച് സോൺ. എന്ത് എച്ച് സോൺ? നേരത്തെ എച്ച് സോൺ ഉണ്ടായിരുന്നു. ഐ ബാൻഡ് മയോസിൻ മാത്രമുള്ള ഏരിയയാണ് എച്ച് സോൺ. ഇവിടെ എച്ച് സോൺ ഉണ്ട്, ബട്ട് രണ്ട് സെഡ് ലൈൻ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എച്ച് സോൺ പോയില്ലേ. സോ എച്ച് സോൺ കുറഞ്ഞു അല്ലെങ്കിൽ ഡിസപ്പിയർ ചെയ്യുന്നു. വാട്ട് അബൌട്ട് ഐ ബാൻഡ്? ഐ ബാൻഡ് നേരത്തെ ഇത്രയും ലെങ്ത് ഉണ്ടായിരുന്നു. ഈ കൊടുത്തിരിക്കുന്നത് ഐ ബാൻഡ് ലെങ്ത് അല്ലേ. സോ ആഫ്റ്റർ ഐ ബാൻഡ് എത്രയായിട്ട് കുറഞ്ഞു നോക്കിക്കേ, കണ്ടോ. ഇപ്പോൾ ഇത്രയുള്ള ഐ ബാൻഡ് കണ്ടോ. സോ വാട്ട് ഹാപ്പൻ ടു ദി ഐ ബാൻഡ്? ഐ ബാൻഡ് റെഡ്യൂസ് ചെയ്തു, എച്ച് സോൺ റെഡ്യൂസ് ചെയ്യുന്നു, ദെൻ ഫൈനലി ഡിസപ്പിയർ ചെയ്യും. നോക്കാം. സോ എച്ച് സോൺ എക്സ്പാൻഡ്, ഐ ബാൻഡ് ഷോർട്ടൻ ആണോ? അല്ലല്ലോ. എച്ച് സോൺ എക്സ്പാൻഡ് ചെയ്തോ? ഇല്ല. ഐ ബാൻഡ് ഷോർട്ടൻ ചെയ്തു, ബട്ട് എച്ച് സോൺ എക്സ്പാൻഡ് ചെയ്തില്ല. എച്ച് സോൺ ഷോർട്ടൻ ആൻഡ് ഐ ബാൻഡ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. അല്ലല്ലോ. എച്ച് സോണും ഐ ബാൻഡും ചെറുതായില്ലേ. ബോത്ത് എച്ച് സോൺ ആൻഡ് ഐ ബാൻഡ് ഷോർട്ടൻ. ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. ഐഡിയ കിട്ടിയോ? കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ ഇത്? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് സംഭവിച്ചത് അല്ലേ. ദെൻ എച്ച് സോൺ റിമെയിൻ കോൺസ്റ്റൻ്റ് അല്ല. സോ ഓപ്ഷൻ 3 ആൻസർ കിട്ടി നമുക്ക്. ഓപ്ഷൻ 3. സോ ക്ലിയർ അല്ലേ? ശരി, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം നമുക്ക്. ദ സോഡിയം പൊട്ടാസ്യം പമ്പ് ഈസ് ആൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മെക്കാനിസം. ഇൻ വൺ സൈക്കിൾ ഇറ്റ് ട്രാൻസ്പോർട്ട്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ. നമ്മുടെ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്നൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നോക്കിക്കേ, സോഡിയം പൊട്ടാസ്യം പമ്പ് ഈസ് ആൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മെക്കാനിസം ആണല്ലോ. സോഡിയം പൊട്ടാസ്യം പമ്പ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ മെക്കാനിസം ആണ്. ഈ ഒരു സൈക്കിൾ ഇവരെന്താ ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ആക്സോൺ എടുക്കുന്നു, ആക്സുലമ്മി എടുക്കുന്നു. ആക്സുലമ്മിയിൽ സോഡിയം പൊട്ടാസ്യം പമ്പ് ഇരിക്കുന്നു വിചാരിക്കുക. അപ്പോൾ ഇതാണ് സോഡിയം പൊട്ടാസ്യം പമ്പ് എങ്കിൽ ഇവരെന്ത് ചെയ്യും? അകത്തേക്ക് വരുന്ന സോഡിയത്തിനെ, ഓക്കെ, നമുക്കറിയാം ലീക്കി സോഡിയം ചാനൽസ് ഒക്കെ ഉണ്ട്. ആ സോഡിയം ചാനൽസ് വഴി അകത്തേക്ക് വരുന്ന സോഡിയത്തിനെ 3 സോഡിയത്തിൻ്റെ ഒരു ക്ലസ്റ്ററാക്കി മാറ്റും അല്ലേ. 3 സോഡിയത്തിൻ്റെ ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഈ 3 സോഡിയത്തിനെ ഇവിടുന്ന് പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയും. ശരിയല്ലേ? കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് 2 പൊട്ടാസ്യത്തിനെ പമ്പ് ചെയ്ത് ബൈ യൂസിങ് എനർജി പമ്പ് ചെയ്ത് അകത്തേക്ക് കൊണ്ടുവരും. ദാറ്റ് മീൻസ് 3 സോഡിയം പമ്പ് ഔട്ട് ആൻഡ് 2 പൊട്ടാസ്യം പമ്പ് ഇൻ അല്ലേ. അത് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടാത്ത കാര്യമാണ്. സോ നമുക്ക് ഓപ്ഷൻ 3 ആൻസറായിട്ട് കിട്ടി. എളുപ്പമായിട്ട് ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, അപ്പോൾ സോഡിയം പൊട്ടാസ്യം പമ്പ് ഇസ് ആൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മെക്കാനിസം. ഇൻ വൺ സൈക്കിൾ ഇറ്റ് ട്രാൻസ്പോർട്ട് 3 സോഡിയം ഔട്ട് ആൻഡ് 2 പൊട്ടാസ്യം ഇൻ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following coordinate is correct regarding the limbic system component and their primary function? Yes. അപ്പോൾ ലിംബിക് സിസ്റ്റം കമ്പോണൻറ്റും അതിൻ്റെ പ്രൈമറി ഫംഗ്ഷനുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലിംബിക് സിസ്റ്റം ആരൊക്കെ ലിംബിക് സിസ്റ്റത്തിലുണ്ട്? ഹിപ്പോക്യാമ്പസ്, അമിഗ്ഡാല,
ഹൈപ്പോതലാമസ്. ഇതെല്ലാം കൂടെ ചേർത്തല്ലേ നമ്മൾ ലിംബിക് സിസ്റ്റം എന്ന് വിളിച്ചത്. അപ്പോൾ ചോദ്യം ഇതാണ്, ലിംബിക് സിസ്റ്റം കോർഡിനേറ്റ്സും അതിൻ്റെ കറക്റ്റ് ഫംഗ്ഷൻ, പ്രൈമറി ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹിപ്പോക്യാമ്പസ്, യെസ്, ഹിപ്പോക്യാമ്പസ് ഇസ് എ പാർട്ട് ഓഫ് ലിംബിക് സിസ്റ്റം, നമുക്കറിയാം അല്ലേ, ലിംബിക് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ് ഹിപ്പോക്യാമ്പസ്. ദെൻ ഫംഗ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്, തെർമോ റെഗുലേഷൻ ആൻഡ് ഹങ്കർ സറ്റീറ്റി. അപ്പോൾ തെർമോ റെഗുലേഷനും ഹങ്കറും ഇതൊരിക്കലും ഹിപ്പോക്യാമ്പസിൻ്റെ ഫംഗ്ഷൻ അല്ല. ഇതാരുടെ ഫംഗ്ഷനാണ് പറഞ്ഞിരിക്കുന്നത്, തെർമോ റെഗുലേഷൻ ആൻഡ് ഹങ്കർ നോർത്താലെ ആലോചിക്കണം, ദാറ്റ് ഈസ് ഹൈപ്പോതലാമസ്. ഓക്കെ, ഹൈപ്പോതലാമസിൻ്റെ ഫംഗ്ഷൻ ആണ് തോന്നിക്കുക അല്ലേ. അപ്പോൾ പിന്നെ ഹിപ്പോക്യാമ്പസിൻ്റെ ഫംഗ്ഷൻ എന്താണ്, വാട്ട് ദ ഫംഗ്ഷൻ ഓഫ് ഹിപ്പോക്യാമ്പസ് ഹിയർ? ഹിപ്പോക്യാമ്പസ് ഈസ് നോൺ ആസ് ദി മെമ്മറി സെൻറ്റർ. മെമ്മറി സെൻറ്റർ അതായത് ദ ഷോർട്ട് ടേം മെമ്മറിയെ കൺവേർട്ട് ചെയ്ത് ലോങ് ടേം മെമ്മറി ആക്കി മാറ്റുന്ന ഹിപ്പോക്യാമ്പസ് ആണ്. സോ അത് എന്താണ്, അപ്പോൾ ഇത് പ്രൈമറി ഫംഗ്ഷൻ ആണ്, തെറ്റല്ലേ? യെസ്. ദെൻ അമിഗ്ഡാല കൺവേർഷൻ ഓഫ് ഷോർട്ട് ടേം മെമ്മറി ടു ലോങ് ടേം മെമ്മറി, അത് നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ, ആരുടെ ഫംഗ്ഷനാണത്, ഹിപ്പോക്യാമ്പസിൻ്റെ ഫംഗ്ഷനാണ് അല്ലേ. പിന്നെ അമിഗ്ഡാലയുടെ ഫംഗ്ഷൻ എന്താ, അമിഗ്ഡാല ഈസ് നോൺ ആസ് ദ ഫിയർ സെൻറ്റർ. ഓക്കെ, ഫിയർ സെൻറ്റർ എന്നാണ് അമിഗ്ഡാല ഏർപ്പെടുന്നത്, അപ്പോൾ ഇതും തെറ്റാണ്. സെറിബെല്ലം എക്സ്പ്രഷൻ ഓഫ് ഫിയർ ആൻഡ് അഗ്രഷൻ ആണോ, എക്സ്പ്രഷൻ ഓഫ് ഫിയർ ആൻഡ് അഗ്രഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞുള്ളൂ, ആരുടെ ഫംഗ്ഷനാണ്, അമിഗ്ഡാലയുടെ ഫംഗ്ഷനാണ്. പിന്നെ സെറിബെല്ലത്തിൻ്റെ ഫംഗ്ഷനാണ് ബോഡി ബാലൻസ് ആണ് അല്ലേ, ബോഡി ബാലൻസ് ആണ് സെറിബെല്ലത്തിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഇത് മൂന്നും തെറ്റി. ദെൻ ഹൈപ്പോതലാമസ് റെഗുലേറ്റ് സെക്ഷൽ ബിഹേവിയർ ആൻഡ് ഇമോഷണൽ എക്സ്പ്രഷൻ. യെസ്, അപ്പോൾ ഓപ്ഷൻ 4 നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തത്, എ പേഴ്സൺ ഈസ് unable to maintain the equilibrium and show jerky body movement after a hard head injury. However, their intelligence and memory are intact. Damage is most likely in the... Okay, simple question. A person unable to maintain the body equilibrium, body balance maintain ചെയ്യാൻ പറ്റുന്നില്ല. ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴേ ആലോചിച്ചോണം, ബോഡി ബാലൻസ് ഈസ് പ്രൈമർലി കൺസേൺ വിത്ത് ആരുമായിട്ടാണ്, സെറിബെല്ലം. ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതല്ലാതെ ബോഡി ബാലൻസ് നമുക്ക് സെറിബ്രത്തിലൊക്കെ റോൾ ഉണ്ടെങ്കിലും അവിടെ മറ്റൊരു സെൻറ്റൻസ് പറയുന്നുണ്ട്, ദെയർ ഇൻ്റലിജൻസ് ആൻഡ് മെമ്മറി ആർ ഇൻടാക്റ്റ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഇൻ്റലിജൻസ് പ്രശ്നമില്ല, മെമ്മറിക്ക് പ്രശ്നമില്ല, അപ്പോൾ ബോഡി ബാലൻസിൽ മാത്രമേ പ്രശ്നമുള്ളൂ. സോ ആൻഡ് ബോഡി ബാലൻസ് ഈസ് പ്രൈമർലി കൺസേൺ വിത്ത് ആരുമായിട്ടാണ്, സെറിബെല്ലം. ഓക്കെ, പോൺസ് വെറോളി മെഡ്ജോ ഒബ്ലോങ്കേറ്റ സെറിബ്രം ഒക്കെ ഉണ്ടാവും. ബോഡി ബാലൻസ് ആയതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് കൺസേൺ വിത്ത് സെറിബെല്ലം. ഓക്കെ, വേറെ ഒന്നും നോക്കണ്ട, ബോഡി ബാലൻസിങ്ങും സെറിബെല്ലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ. In a myelinated neuron, if the nodes of Ranvier are blocked by a local anesthetics, the nerve impulse would. Okay, നല്ലൊരു ക്വസ്റ്റ്യൻ ആണേ. മൈലിനേറ്റഡ് ന്യൂറോൺ, എന്താണ് മൈലിനേറ്റഡ് ന്യൂറോൺ? ഒരു ന്യൂറോൺ, ആ ന്യൂറോണിൽ അല്ലെങ്കിൽ ആക്സോണിനെ കവർ ചെയ്തുകൊണ്ട് മൈലിൻ ഷീത്ത് വരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ മൈലിൻ ഷീത്തുള്ള ന്യൂറോൺസിനെയാണല്ലോ നമ്മൾ മൈലിനേറ്റഡ് ന്യൂറോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൈലിനേറ്റഡ് ന്യൂറോൺസിൽ ഈ മൈലിൻ ഷീത്തുള്ള പോർഷൻസൊക്കെ എന്താണ്, ഇൻസുലേറ്റഡ് ആയിരിക്കും. ഓക്കെ, അവിടെ എന്ത് നടക്കില്ല, അയോൺ എക്സ്ചേഞ്ച് നടക്കില്ല, അയോൺസിൻ്റെ എക്സ്ചേഞ്ച് ഒരിക്കലും നടക്കില്ല, ചാനൽസ് ഇല്ല അവിടെ. അപ്പോൾ ഈ ഇൻസുലേറ്റഡ് പോർഷൻസ് അല്ലാതെയുള്ള ഈ ഗ്യാപ്പിൽ, മൈലിൻ ഷീറ്റിനടക്കുള്ള ഈ ഗ്യാപ്പിൽ മാത്രമായിരിക്കും അയോൺ ചാനൽസുകൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ അയോൺ ചാനൽസ് കാണുന്ന എവിടെയാണ്, ദ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ ദ മൈലിൻ ഷീറ്റ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും അവിടെ, ഈ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ ദ മൈലിൻ ഷീറ്റ് നമ്മൾ എന്ത് വിളിച്ചു, ഇറ്റ്സ് കോൾഡ് നോഡ്സ് ഓഫ് റാൻവിയർ. അപ്പോൾ ഇവിടെ മാത്രമേ എക്സ്ചേഞ്ച് നടക്കത്തുള്ളൂ. ഓക്കെ, അയോൺ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും എക്സ്ചേഞ്ച് നടക്കുന്നത്, മൂവ്മെൻറ്റ് നടക്കുന്നത് ഈ നോഡ്സ് ഓഫ് റാൻവിയറിലുള്ള ചാനൽസ് വഴി മാത്രം. വേറെ എങ്ങും ചാനൽസ് ഇല്ല, കാരണം ബാക്കി എല്ലാ ഏരിയയും ഇൻസുലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തേ, ബൈ എ ലോക്കൽ അനസ്തെറ്റിക്സ് ഈ ചാനൽസ് എല്ലാം ബ്ലോക്ക് ചെയ്തു. ഈ ചാനൽസ് ബ്ലോക്ക് ചെയ്ത് മീൻസ് ഈ ചാനൽസുകൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ ചാനൽസ് ഓപ്പൺ ചെയ്ത് എന്തും പോയിക്കും, ചാനൽസ് ഓപ്പൺ ചെയ്തില്ല എങ്കിൽ ഇവിടെ ഒരിക്കലും സോഡിയത്തിൻ്റെ മൂവ്മെൻറ്റ്, അപ്പോൾ പുറത്തുനിന്നുള്ള സോഡിയത്തിനകത്തേക്ക് വരാൻ പറ്റില്ല, പൊട്ടാസ്യം പുറത്തേക്ക് പോകില്ല. ദാറ്റ് മീൻസ് അവിടെ എന്തില്ല, ഇമ്പൾസ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡീപോളറൈസേഷൻ ഒരിക്കലും നടക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, റിവേഴ്സ് ഡയറക്ഷൻ ടുവേർഡ്സ് ആക്സോൺ ആണോ പറഞ്ഞിരിക്കുന്നത്. നോർമലി ഇമ്പൾസ് ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നത്, ഫ്രം ദി സൈറ്റോൺ ടു ആക്സോൺ, ഈ ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ 1 പറഞ്ഞിരിക്കുന്നത് റിവേഴ്സ് ഡയറക്ഷൻ സൈറ്റോൺ, സൈറ്റിന് തിരിച്ചു പോകുന്ന പറഞ്ഞിരിക്കുന്നത്. തിരിച്ചു പോവുമോ, ഒരിക്കലുമില്ല.
Then switch to continuous conduction through the myelin. ആണോ? ഇപ്പോൾ ഇതെങ്ങനെയാണ്? ഡിസ്കണ്ടിന്യൂസ് സോൾട്ടേറ്ററി കണ്ടക്ഷൻ ആണ്. ഇത് നേരെ എന്താവെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് കണ്ടക്ഷൻ ആവുമെന്ന് പറഞ്ഞ് നടക്കുമോ? നടക്കില്ല, ഒരിക്കലും നടക്കില്ല. ദെൻ ട്രാവൽ ഫാസ്റ്റർ ഡ്യൂ ടു ഡിക്രീസ് റെസിസ്റ്റൻസ്. ഫാസ്റ്റ് ആവുമോ? ഇല്ല. പിന്നെന്താണ്? സ്റ്റോപ്പ് ഇമ്മീഡിയറ്റ്ലി ബിക്കോസ് ആക്ഷൻ പൊട്ടൻഷ്യൽ കാനോട്ട് ബി ജനറേറ്റഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തത്? കാരണം ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഈ നോഡ് ഓഫ് റാൻവിയർ ഉള്ള ചാനൽസുകൾ ഓപ്പൺ ആയിരിക്കണം. ഓപ്പൺ ആയി സോഡിയം ഇൻഫ്ലക്സ് ഉണ്ടാകണം, സോഡിയം അകത്തേക്ക് വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അകത്തെ ചാർജ് പോസിറ്റീവ് ആകുന്നു. അതാണ് നമ്മൾ ഡീപോളറൈസേഷൻ എന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? നോഡ് ഓഫ് റാൻവിയർ ബ്ലോക്ക്ഡ് ബൈ ലോക്കൽ അനസ്തെറ്റിക്സ്. ഈ നോഡ് ഓഫ് റാൻവിയറിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചാനൽസ് ഓപ്പൺ ആകില്ല, സോഡിയം ഇൻഫ്ലക്സ് ഉണ്ടാകില്ല. സോ ദർ ഈസ് നോ ഡീപോളറൈസേഷൻ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ആൻസർ നമുക്ക് കിട്ടിയത് ഓപ്ഷൻ 4. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നെക്സ്റ്റ് വൺ. Which of the following statement regarding the mechanism of hormone action is incorrect? ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഇൻകറക്റ്റ് ആണേ. ഹോർമോൺ ആക്ഷൻ. Hormones which interact with membrane bound receptors are normally do not enter the target cell. അപ്പോൾ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ്, അപ്പോൾ അറിയാമല്ലോ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സും ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റേഴ്സും ഒക്കെ ഉണ്ടെന്ന് അറിയാം അല്ലേ? അപ്പോൾ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് ഉള്ള ആൾക്കാരിൽ ഹോർമോൺസ് ഒരിക്കലും സെല്ലിനകത്ത് എൻ്റർ ചെയ്യില്ല. ശരിയല്ലേ? സെല്ലിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ലേ അവിടെ റിസപ്റ്റർ എവിടെ പോയിരിക്കുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ ബൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റാണ്. സോ ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. വേണ്ടത് ഇൻകറക്റ്റ്. ഇതിനടുത്തത് അയോതൈറോണിൻസ് എൻ്റർ ദ ടാർഗറ്റ് സെൽ ആൻഡ് ബൈൻഡ് ടു ദി ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് ടു റെഗുലേറ്റ് ജീൻ എക്സ്പ്രഷൻ. അപ്പോൾ അയോഡോതൈറോണിൻസ് ആരൊക്കെയാണ്? ട്രൈ അയോഡോതൈറോണിൻ ആൻഡ് ടെട്രാ അയോഡോതൈറോണിൻ. അപ്പോൾ അവർക്ക് ഡയറക്റ്റായിട്ട് സെല്ലിനകത്തേക്ക് എൻ്റർ ചെയ്യാം. ആൻഡ് intracellular receptors bind with the intracellular receptors and regulate gene expression. അതും കറക്റ്റാണ്. Then the formation of hormone receptor complex lead to certain biochemical change in the target cell. ശരിയാണ്. ഓക്കെ, ഇതും ടെക്സ്റ്റിനകത്ത് തന്നെ പറയുന്നുണ്ട്. ആദ്യം ബയോകെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നു, പിന്നെ ബയോകെമിക്കൽ റെസ്പോൺസ് ആൻഡ് ഫിസിയോളജിക്കൽ റെസ്പോൺസ് എന്ന് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. Okay, then the fourth one, cyclic AMP and IP3 are the primary messengers for the steroid hormone to trigger physiological response. Cyclic AMP and IP3, these are primary messengers. Ano? Allah, these are second messengers. Okay. IP3 എന്ന് പറഞ്ഞാൽ ഇനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ് ആണ്. IMP cyclic adenosine monophosphate, and these are primary messengers. Allah, these are secondary messengers and to trigger the ഫോർ ദ സ്റ്റീറോയിഡ് ഹോർമോൺസ് അവിടെ ഉണ്ട് കേട്ടോ. സ്റ്റീറോയിഡ് ഹോർമോൺസ് ഒരിക്കലും എന്തുണ്ടാക്കില്ല? സെക്കൻഡറി മെസ്സേജസ് ഉണ്ടാക്കില്ല. കാരണം സ്റ്റീറോയിഡ് ഹോർമോൺസ് ആർ ലിപ്പിഡ് സോലുബിൾ, സോ ദേ ക്യാൻ ഈസിലി എൻറ്റർ ഇൻ ടു ദി ടാർഗറ്റ് സെൽ ഓർ ഇൻ ടു ദി സൈറ്റോപ്ലാസം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരിക്കലും എന്തുണ്ടാക്കുന്നില്ല? സെക്കൻഡ് മെസ്സഞ്ചേഴ്സിനെ ഉണ്ടാക്കുന്നത്. സ്റ്റീറോയിഡ് ഹോർമോൺസിന് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഓപ്ഷൻ 3 ഈസ് ഇൻകറക്റ്റ്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് അവർ ആൻസർ ഹിയർ. ഓക്കെ, then moving to the next one. Which of the following represent the correct sequence of a second messenger cascade for a peptide hormone? അപ്പോൾ സെക്കൻഡ് മെസ്സഞ്ചർ കാസ്കേഡിലേക്ക് നമുക്ക് പോകുന്നത്. ഓക്കെ, അതായത് ആ സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസിലേക്ക് പോകാം. നോക്കിക്കേ, ഹോർമോൺ ബൈൻഡ് വിത്ത് ദി റിസപ്റ്റർ, ജനറേഷൻ ഓഫ് സൈക്ലിക് AMP, ബയോകെമിക്കൽ റെസ്പോൺസ് ആൻഡ് ഫിസിയോളജിക്കൽ റെസ്പോൺസ് അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടത് കറക്റ്റ് കാസ്കേഡ് സിസ്റ്റം, അതായത് കണ്ടിന്യൂസ് റിയാക്ഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഹോർമോൺ വരുന്നു, റിസപ്റ്റേഴ്സിലേക്ക് ബൈൻഡ് ചെയ്യുന്നു, സെക്കൻഡ് ജനറേഷൻ ഓഫ് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ലൈക്ക് CAMP, അതെന്തിന് കാരണമാവുന്നു? ബയോകെമിക്കൽ റെസ്പോൺസിന് കാരണമാവുന്നു. ആൻഡ് ദാറ്റ് ലീഡ്സ് ടു ഫിസിയോളജിക്കൽ റെസ്പോൺസ്. യെസ്, ഇത് തന്നെയല്ലേ നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്? സോ ഇത് കറക്റ്റ് ആണല്ലോ അല്ലേ? യെസ്, നമുക്ക് ബാക്കി നോക്കാം. അടുത്തത് ഹോർമോൺ വരുന്നു, ന്യൂക്ലിയസിലേക്ക് എൻട്രി ചെയ്യുന്നു, mRNA പ്രോട്ടീൻ ഫിസിയോളജിക്കൽ റെസ്പോൺസ്. അപ്പോൾ ഹോർമോൺ ഡയറക്റ്റായിട്ട് ന്യൂക്ലിയസിലേക്ക് വരികയല്ല ചെയ്യുന്നത്. പിന്നെന്താണ് ചെയ്യുന്നത്? അവിടെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വരില്ല. ഇതിനടുത്തത് ഹോർമോൺ റിസപ്റ്റർ IP3 ന്യൂക്ലിയസ്, ട്രാൻസ്ക്രിപ്ഷൻ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന ന്യൂക്ലിയസ് അല്ലല്ലോ, തെറ്റാണ്. ദെൻ ഹോർമോൺ റിസപ്റ്റർ എൻസൈം ആക്ടിവേഷൻ ജനറേഷൻ ഓഫ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. സോ തെറ്റാണ്. അപ്പോൾ ഏത് കിട്ടിയ ആൻസർ? ഓപ്ഷൻ 1. ഓക്കെ, അടുത്തത്
Which of the following hormone is not chemically a peptide or a protein but still require a membrane bound receptor and a second messenger to function? അപ്പോൾ നമ്മൾ പറഞ്ഞ ഹോർമോൺ അതൊരു പെപ്റ്റൈഡ് ഹോർമോണോ പ്രോട്ടീൻ ഹോർമോണോ അല്ല, പക്ഷേ എന്നിട്ടും അയാൾക്ക് എന്ത് വേണം? ഒരു സെക്കൻഡ് മെസ്സഞ്ചർ വേണം. അപ്പം പെപ്റ്റൈഡ് പോളിപെപ്റ്റൈഡ് പ്രോട്ടീൻ ഹോർമോൺ അല്ലാത്ത ഒരു ഹോർമോൺ അയാൾക്ക് സെല്ലിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അയാൾക്ക് എന്ത് വേണം? സെക്കൻഡ് മെസ്സഞ്ചർ വേണം. കോർട്ടിസോൾ എന്തായാലും ഒരു സ്റ്റീറോയ്ഡ് ഹോർമോൺ ആണ്, അയാൾക്ക് അതിൻ്റെ ആവശ്യമില്ല, സെക്കൻഡ് മെസ്സഞ്ചേഴ്സിൻ്റെ ആവശ്യമില്ല. ദെൻ എപ്പിനെഫ്രിൻ, യെസ് എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത് അതൊരു വാട്ടർ സോലുബിൾ ആയിട്ടൊരു ഹോർമോണാണ്. ഓക്കെ, വാട്ടർ സോലുബിൾ ആണ്, അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ലിപ്പിഡ് മെംബ്രെയിൻ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, നമ്മൾ 4 കാറ്റഗറി പഠിച്ചിട്ടുണ്ടല്ലേ? പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ് പ്രോട്ടീൻ ഹോർമോൺസ്, അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ്, സ്റ്റീറോയ്ഡ് ഹോർമോൺസ്, അയഡോതൈറോണിൻസ്. അപ്പോൾ അതിൽ അമിനോ ആസിഡ് ഡെറിവേറ്റീവ് വരുന്ന ആളാണ് എപ്പിനെഫ്രിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ വാട്ടർ സോലുബിൾ ആണ്, അയാൾക്ക് ഈ ലിപ്പിഡ് ബൈല ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, തൈറോക്സിൻ അത് അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ആണ്, ബട്ട് അത് ഫാറ്റ് സോലുബിൾ ആണ്, അതുകൊണ്ട് ഇയാൾക്ക് മെംബ്രെയിൻ ക്രോസ് ചെയ്യാം. ഈസ്ട്രാഡിയോൾ ഓർ ഈസ്ട്രോജൻ സ്റ്റീറോയ്ഡ് ഹോർമോൺ ക്യാൻ ക്രോസ് ദി പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടി എപ്പിനെഫ്രിൻ. നെക്സ്റ്റ് വൺ, which specific hypothalamic hormone inhibit the release of growth hormone from the pituitary? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഏത് ഹൈപ്പോതലാമിക് ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ഗ്രോത്ത് ഹോർമോൺ സെക്രീഷൻ ഇസ് ഇൻഹിബിറ്റഡ് ബൈ GHIH അല്ലെ, ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ GHIH. ഇപ്പോൾ GHIHന് മറ്റൊരു പേരുണ്ടല്ലോ, എന്താണ് GHIന് മറ്റൊരു പേര്? നോക്കാം. GnRH ആണോ? GnRH ഈസ് ഗൊണാഡോട്രോപിൻ റിലീസിങ് ഹോർമോൺ. സൊമാറ്റോസ്റ്റാറ്റിൻ, യെസ് സൊമാറ്റോസ്റ്റാറ്റിൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ GHRHൻ്റെ പേരെന്താ എന്ന് പറഞ്ഞ്? വാട്ട്സ് ദ നെയിം ഓഫ് GHRH? GHIH കിട്ടി, സൊമാറ്റോസ്റ്റാറ്റിൻ ആണെങ്കിൽ GHRHൻ്റെ പേര്, ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോണിൻ്റെ മറ്റൊരു പേരെന്താണ് പറയാമോ? ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ ഈസ് നോൺ ആസ്, ഇത് വിളിക്കും, ഇറ്റ് ഈസ് കോൾഡ് സൊമാറ്റോക്രൈനിൻ എന്ന് വിളിച്ചു. ഓക്കെ, സൊമാറ്റോക്രൈനിൻ ഈസ് GHRH ആൻഡ് സൊമാറ്റോസ്റ്റാറ്റിൻ ഈസ് GHIH. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഗ്രോത്ത് ഹോർമോൺ? ഗ്രോത്ത് ഹോർമോണിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ് പറയാമോ? ഗ്രോത്ത് ഹോർമോൺ ഈസ് നോൺ ആസ് ഇതുപോലെ പറഞ്ഞാൽ എന്ത് വിളിക്കാം നമുക്ക്? ഗ്രോത്ത് ഹോർമോൺ ഈസ് നോൺ ആസ് സൊമാറ്റോട്രോഫിൻ. ഓക്കെ, ഗ്രോത്ത് ഹോർമോൺ വിളിക്കുന്ന പേര് സൊമാറ്റോട്രോഫിൻ. ഓക്കെ, അപ്പോൾ ആൻസർ നമുക്ക് കിട്ടിയല്ലേ? സൊമാറ്റോസ്റ്റാറ്റിൻ കിട്ടി. ദെൻ TRH തൈറോയ്ഡ് റിലീസിങ് ഹോർമോൺ അല്ലെങ്കിൽ തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? സൊമാറ്റോസ്റ്റാറ്റിനാണ് ഗ്രോത്ത് ഹോർമോണിൻ്റെ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നു. കൺസിഡർ ദി ഫോളോയിങ് സീക്വൻസ് ഓഫ് ഹോർമോണൽ പീക്സ് ഇൻ എ സ്റ്റാൻഡേർഡ് 28-day menstrual cycle which represent the correct chronological order of the first appearance of these peak started from the day 1. ഓക്കെ, അപ്പോൾ നോക്കിക്കുക, നമ്മൾ ഹോർമോൺ അതായത് 28-day menstrual സൈക്കിളിൻ്റെ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ഹോർമോൺസുകളുടെ പേര് തന്നിട്ടുണ്ട്. അപ്പോൾ ഡേ 1 മുതൽ ഡേ 28 വരെ നോക്കുമ്പോൾ അതിൻ്റെ ഏതൊക്കെ ഹോർമോൺ എപ്പോഴൊക്കെ പീക്കാകുന്നു അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ കറക്റ്റായിട്ട് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്രോണോളജിക്കൽ ഓർഡർ നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ. ആദ്യം ഓക്കെ, ഫോളിക്കുലർ ഫേസിൽ FSHൻ്റെ സെക്രേഷൻ കൂടുന്നു. FSHൻ്റെ സെക്രേഷൻ കൂടുമ്പോൾ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നു. ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ദാറ്റ് ഡെവലപ്പിംഗ് ഫോളിക്കിൾ റിലീസസ് ദ ഹോർമോൺ കോൾഡ് ഈസ്ട്രോജൻ. അപ്പോൾ ഈസ്ട്രോജൻ റിലീസ് ചെയ്യും. ഓക്കെ, ആൻഡ് ഓൺ ദ 14th ഡേയിലേക്ക് വരുമ്പോൾ സംഭവിക്കും, LHന് സെക്രേഷൻ കൂടുന്നു. LHന് സെക്രേഷൻ കൂടുമ്പോൾ ഫോളിക്കിൾ റപ്ചർ ചെയ്യുന്നു, ഓവുലേഷൻ നടക്കുന്നു. റിമൈനിങ് പാർട്ട് ഓഫ് ഗ്രാഫിൻ ഫോളിക്കിൾ ഫോം ആസ് ദി കോർപ്പസ് ലൂട്ടിയം ആൻഡ് ദ കോർപ്പസ് ലൂട്ടിയം റിലീസസ് പ്രൊജസ്റ്റിറോൺ. അപ്പോൾ ഏതാ കറക്റ്റ് വൺ? യെസ്, ദാ. അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയല്ലേ കറക്റ്റ് ഓർഡർ. അപ്പോൾ FSH വരുന്നു, ഫോളിക്കുലർ ഫേസിൽ FSHൻ്റെ സെക്രേഷൻ വരുന്നു. FSHൻ്റെ സെക്രേഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. And the FSH stimulate the developing follicle. FSH stimulate for the development of follicle. അല്ലേ, അങ്ങനെ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഡെവലപ്പിംഗ് ഫോളിക്കിൾ റിലീസസ് ഏത് ഹോർമോണാണ്? ഈസ്ട്രോജൻ. ഓക്കെ,
ഈസ്ട്രോജൻ സെക്രീറ്റ് ചെയ്യുന്നു. അറൗണ്ട് ദ 14th day എത്തുമ്പോൾ എന്ത് സംഭവിക്കും? LH സർജ് ഉണ്ടാവും അല്ലേ? അപ്പോൾ LH സർജ് ഉണ്ടാകാൻ കാരണം എന്താണെന്നറിയാമോ? ഈ ഈസ്ട്രോജൻ ഒരു ത്രെഷോൾഡ് ലെവലിലേക്ക് വരുമ്പോൾ ആ ഈസ്ട്രോജൻ ദർ ഇസ് എ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. ഓക്കെ, ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വഴി ആരെ സ്റ്റിമുലേറ്റ് ചെയ്യും? ഹൈപ്പോതലാമസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ ഹൈപ്പോതലാമസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് ആര് വരുന്നത്? LH വരുന്നത്. ഓക്കെ, അപ്പോൾ ദർ ഇസ് എ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. ഓക്കെ, അപ്പോൾ LH വന്നു. LH വന്നാൽ എന്ത് സംഭവിക്കും? LH വന്നു കഴിഞ്ഞാൽ ആ ഡെവലപ്പായ ഗ്രാഫിൻ ഫോളിക്കൽ റപ്ചർ ചെയ്യുന്നു, ഓവുലേഷൻ നടക്കുന്നു. റിമൈനിങ് പാർട്ട് ഓഫ് ഗ്രാഫിൻ ഫോളിക്കൽ ഈസ് ഫോംഡ് ആസ് ദി കോർപ്പസ് ലൂട്ടിയം ആൻഡ് കോർപ്പസ് ലൂട്ടിയം റിലീസസ് ദ ഹോർമോൺ പ്രൊജസ്റ്റിറോൺ. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ. ഓക്കെ, ഓപ്ഷൻ 1 ആൻസർ കിട്ടി അല്ലേ? ബാക്കി ആവശ്യമില്ല, കാരണം ക്രോണോളജിക്കൽ ഓർഡർ നമുക്ക് വേണ്ടത്. അതിനകത്ത് കൂടുതൽ ബാക്കിയുള്ള ഓപ്ഷൻസുകളിൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. സോ ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. Next one, which are the following is not a derivative of the embryonic ectoderm. Embryonic ectodermൻ്റെ ഡെറിവേറ്റീവ് അല്ലാത്തത് ആരാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ. നോക്കിക്കേ, സെൻട്രൽ നെർവസ് സിസ്റ്റം. ഓക്കെ, നമ്മൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആനിമൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് ഓരോ ടിഷ്യൂ ഏതൊക്കെ ജേംലേസ് ഉണ്ടാവുമെന്ന് പഠിക്കുന്നുണ്ട്. ന്യൂറൽ ടിഷ്യൂ ഈസ് ഫോംഡ് ഫ്രം എക്ടോഡേം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും നോട്ട് എ ഡെറിവേറ്റീവ് ഓഫ് എക്ടോഡം. സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് എ പാർട്ട് ഓഫ് ന്യൂറൽ ടിഷ്യൂ, സോ ഇറ്റ് ഷുഡ് ബി ഫ്രം എക്ടോഡം. ഇയാൾ എക്ടോഡം ആണ്. ദെൻ എപ്പിഡെർമിസ് ഓഫ് ദ സ്കിൻ. സ്കിൻ എന്ന് പറയുമ്പോഴത്തേക്കും എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലേ? ദാറ്റ് മീൻസ് എക്ടോഡം, എൻടോഡം, മീസോഡം മൂന്നിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നുണ്ട്. ദെൻ അഡ്രീനൽ മെഡുല്ല. അഡ്രീനൽ മെഡുല്ല ഡയറക്റ്റ് ന്യൂറൽ കണക്ഷൻ ഉള്ള ആളാണ്, സോ ഇസ് ഓൾസോ ഫ്രം എക്ടോഡം. നോട്ടോകോഡ്, ഒരു സംശയവുമില്ല, നമ്മൾ പഠിക്കുന്ന നോട്ടോകോഡ് ഡെഫിനേഷൻ തന്നെ എന്താണ്? ഇറ്റ്സ് എ മീസോഡെർമലി ഡിറൈവ്ഡ് റോഡ് ലൈക്ക് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. സോ മീസോഡെർമലി ഡിറൈവ്ഡ് റോഡ് ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് ഈസ് നോട്ട് ഫ്രം ദി എക്ടോഡേം അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് പാർച്ചുറേഷൻ എ പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ. ഓക്കെ, പാർച്ചുറേഷൻ ഡെലിവറി ടൈമിൽ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ടാകുന്ന ആരൊക്കെ തമ്മിലെന്ന ചോദ്യം. ഓക്കെ, നോക്കിക്കേ, ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്റ്റിറോൺ, അവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇവ തമ്മിലുണ്ടോ? ഇല്ല. പിന്നെ ആര് തമ്മിലാണ് ഉള്ളത്? യൂട്രൈൻ കൺട്രാക്ഷൻ ആൻഡ് ഓക്സിറ്റോസിൻ സെക്രീഷൻ. ഇതെന്താ സംഭവം? മനസ്സിലായോ അത്? ഓക്കെ, നമുക്ക് നോക്കാം. അറ്റ് ദ ടൈം ഓഫ് പാർച്ചുറേഷൻ, ഓക്കെ, പാർച്ചുറേഷൻ ടൈമിൽ ഇപ്പോൾ ഫീറ്റസ്, ഓക്കെ, ഇപ്പോൾ ഇത് ഫീറ്റസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ വെറുതെ വിചാരിച്ചാൽ മതി കേട്ടോ. ഇത് ഫീറ്റസ് ആണെങ്കിൽ ഓക്കെ, ഫീറ്റസ് എവിടെയാണ്? ഫീറ്റസ് ഇസ് പ്രസൻറ്റ് ഓൺ ദി മെറ്റേണൽ ബോഡി. ഓക്കെ, എക്സ്ട്രാ എംബ്രിയോണിക് ലെയേഴ്സ് ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ മെറ്റേണൽ ബോഡിയിൽ ഫീറ്റസ് ഇങ്ങനെ നിൽക്കുന്നു. ആണോ? അപ്പോൾ മെറ്റേണൽ ബോഡിയിൽ ഫീറ്റസ് നിൽക്കുന്നു. ഫീറ്റസിനെ കണക്ട് ചെയ്തുകൊണ്ട് അംബലിക്കൽ പ്ലാസൻ്റ ഫോം ചെയ്തിട്ടുണ്ട്, പ്ലാസൻ്റ ഉണ്ട്. ദെൻ ഈ യൂട്രസ് ആണ്, യൂട്രസിനകത്ത് കാണുന്നു. ഓക്കെ, സോ അറ്റ് ദ ടൈം ഓഫ് പാർച്ചുറേഷൻ എന്താ സംഭവിക്കുന്നത്? കേട്ടുണ്ടായിരിക്കുമല്ലോ, ദർ ഇസ് എ റിഫ്ലെക്സ് കോൾഡ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ്. കേട്ടിട്ടില്ലേ? ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ? വെൻ അറ്റ് ദ ടൈം ഓഫ് പാർച്ചുറേഷൻ വെൻ ദ ഫീറ്റസ് ഈസ് ഫുള്ളി ഡെവലപ്ഡ് there is a mild reflex is generated by the fully formed fetus and a placenta. അപ്പോൾ പ്ലാസൻ്റയിൽ നിന്നും ഫീറ്റസ്, ഫുള്ളി ഫോംഡ് ഫീറ്റസിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന റിഫ്ലെക്സ്. ഓക്കെ, ഫുള്ളി ഫോംഡ് ഫീറ്റസ് ആൻഡ് പ്ലാസൻ്റ ജനറേറ്റ് എ റിഫ്ലെക്സ് കോൾഡ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ്. ഓക്കെ, ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് ഉണ്ടായി. ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്? ഈ ഫുള്ളി ഫോംഡ് ഫീറ്റസും പ്ലാസൻ്റയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ്. ആ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് എന്ത് ചെയ്യും? അത് ഈ മെറ്റേണൽ ബോഡിയുടെ മയോമെട്രിയത്തിൻ്റെ കൺട്രാക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ മയോമെട്രി എന്താ? ചെറുതായിട്ടൊന്ന് കൺട്രാക്ട് ചെയ്യും. കാരണം ദർ ഇസ് എ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് ഫ്രം ദി മെറ്റേണൽ ബോഡി, ഫ്രം ദി ഫീറ്റസ് ആൻഡ് പ്ലാസൻ്റ. ആ റിഫ്ലെക്സിൻ്റെ ഫലമായിട്ട് ഇവരിങ്ങനെ കൺട്രാക്ട് ചെയ്തു. ആര്? മയോമെട്രിയം വളരെ ചെറുതായിട്ട് കൺട്രാക്ട് ചെയ്തു. ആ കൺട്രാക്ഷൻ, ദ മൈൽഡ് കൺട്രാക്ഷൻ ഓഫ് മയോമെട്രിയം, ദർ ഇസ് എ സ്റ്റിമുലേഷൻ ദാറ്റ് സെൻഡ് ടു ദി പിറ്റ്യൂട്ടറി.
അപ്പോൾ ഇതെങ്ങോട്ടേക്ക് പോകും? പിറ്റ്യൂട്ടറിയിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ പിറ്റ്യൂട്ടറി എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ പിറ്റ്യൂട്ടറി എന്ത് ചെയ്യും? ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യും. ഓക്സിറ്റോസിൻ വരും. ഓക്സിറ്റോസിൻ വരുമ്പോൾ അതെന്തിന് കാരണമാകുന്നു? ഈ മയോമെട്രിയം വീണ്ടും കൺട്രാക്ട് ചെയ്യാൻ കാരണമാവും. വീണ്ടും കൺട്രാക്ഷൻ കൂടും. അങ്ങനെ കൂടുമ്പോൾ അത് വീണ്ടും ആരെ സ്റ്റിമുലേറ്റ് ചെയ്യും? ദിസ് എ പോസിറ്റീവ് സ്റ്റിമുലേഷൻ ഓൺ പിറ്റ്യൂട്ടറി. പിറ്റ്യൂട്ടറി വീണ്ടും ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യും. അത് വീണ്ടും വന്ന് കൺട്രാക്ഷൻ നടക്കും. ഓക്കെ, ആ കൺട്രാക്ഷൻ വീണ്ടും തുടർന്ന് കഴിഞ്ഞാൽ വീണ്ടും അത് പോയിട്ട് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്സിറ്റോസിൻ റിലീസ് വീണ്ടും നടക്കും. അങ്ങനെ കൺട്രാക്ഷൻ കൂടുന്നതനുസരിച്ച് പിറ്റ്യൂട്ടറിയുള്ള സെക്രീഷൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് ദർ ഇസ് എ പോസിറ്റീവ് ഫീഡ്ബാക്ക്. കൺട്രാക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, റിലീസ് ഓഫ് ഓക്സിറ്റോസിൻ ഇൻക്രീസ് ചെയ്യുന്നു. ദാറ്റ് ലീഡ്സ് ടു ദർ ഇസ് എ വിഗറസ് കൺട്രാക്ഷൻ ഓഫ് ദിസ് മയോമെട്രിയം. അങ്ങനെ വിഗറസ് കൺട്രാക്ഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദ പ്രോസസ് കോൾഡ് പാർച്യൂറേഷൻ. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. സോ ദർ ഇസ് എ പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് ബിറ്റ്വീൻ ദ യൂട്രൈൻ കൺട്രാക്ഷൻ ആൻഡ് ഓക്സിറ്റോസിൻ സെക്രീഷൻ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. Then a woman has a regular 30-day menstrual cycle on which day if the LH surge most likely to occur. പറയാൻ പറ്റും ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ പറയാൻ പറ്റുമോ? ഈ വുമൺ ഹാസ് എ റെഗുലർ 30-day മെൻസ്ട്രൽ സൈക്കിൾ. 30 ദിവസമാണ് മെൻസ്ട്രൽ സൈക്കിൾ. നോർമൽ റെഗുലർ പറയുന്നത് എത്രയാണ്? 28 ഡേ. നമുക്ക് പഠിക്കാനുള്ള ഡേ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആസ്പിറൻസിയാറ്റി 28 ഡേ സൈക്കിളാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 30 ഡേ ആണ് മെൻസ്ട്രൽ സൈക്കിൾ. 30-day menstrual cycle on which day the LH surge most like to occur എന്നായിരിക്കും. പറയാൻ പറ്റുമോ? 30 ദിവസമാണ് സൈക്കിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏത് ഡേ ആണ്, എത്ര ദിവസമാണെങ്കിലും മെൻസ്ട്രൽ സൈക്കിൾ ഇപ്പോൾ 30, 35, 40 അല്ലെങ്കിൽ 27, 25 എത്ര ദിവസമാണെങ്കിലും ലൂട്ടിയൽ ഫേസ്. ഓക്കെ, ഇത്രയും കാര്യം ഓർത്താൽ മതി. ലൂട്ടിയൽ ഫേസ് is always last up to 14th day. 14 ദിവസം ലൂട്ടിയൽ ഫേസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഫോളിക്കുലർ ഫേസ് എത്രയാണെങ്കിലും അല്ലെങ്കിൽ ടോട്ടൽ മെൻസ്ട്രൽ സൈക്കിൾ ഡേ എത്രയാണെങ്കിലും ലൂട്ടിയൽ ഫേസ് എത്രയാണ്? 40 ഡേ ലൂട്ടിയൽ ഫേസ് ഉണ്ടായിരിക്കും. അപ്പോൾ 30 ദിവസമാണ് ഇവിടെ മെൻസ്ട്രൽ സൈക്കിൾ എങ്കിൽ അതിൽ ലൂട്ടിയൽ ഫേസ് എത്ര ഉണ്ടാവും? 14 ദിവസം കാണും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 30, 14 കുറച്ച് എത്ര കിട്ടും? നമുക്ക് 16 ദിവസം കിട്ടും. അപ്പോൾ 16 ദിവസം എന്താണ് നോക്കും? ഓവുലേഷൻ നടക്കും, LH സർജ് ഉണ്ടാകും. സോ ഡേ 16 ഓവുലേഷൻ അല്ലെങ്കിൽ എന്ത് നടക്കുന്നത്? ഓവുലേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഓർക്കുക. ഇവിടെ ഈ ഡേ എത്രയാണ്? 30 പകരം ഇവിടെ 32, 29 ഏത് തന്നാലും ഇതിൽ നിന്നും 14 ദിവസം കുറച്ചാൽ മതി. ലൂട്ടിയൽ ഫേസ് എപ്പോഴും 14 ദിവസമായിരിക്കും. ഓക്കെ, അത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടുന്നു? ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ 1. ഡേ 16th ഡേ LH സർജ് ഉണ്ടാവും അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കും. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് oogenesis. ഓക്കെ, oogenesisനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. It is a continuous process that being at puberty and ends at menopause. It is a continuous process. ആണോ? അവിടെ തന്നെ തെറ്റാണ്. ഇറ്റ്സ് എ ഡിസ്കണ്ടിന്യൂസ് പ്രോസസ് ആണ്. Discontinuous process that begins at puberty അല്ല, begins at fetal life 7th month സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അല്ലേ? അപ്പോൾ കണ്ടിന്യൂസ് അല്ല. കാരണം എന്താ വെച്ചാൽ ഡിസ്കണ്ടിന്യൂസ്. 7th month തുടങ്ങി എൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്? പ്യൂബർട്ടിയിലാണ്. സോ ഇറ്റ്സ് എ ഡിസ്കണ്ടിന്യൂസ് പ്രോസസ്, സ്റ്റാർട്ട്സ് അറ്റ് fetal life and end at menopause. തെറ്റല്ലേ? Each primary oocyte produced 4 functional haploidova. Each primary oocyte produces 4 ഫങ്ഷണൽ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, ഒരെണ്ണേ ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ, ഒരു ഫങ്ഷണൽ ഹാപ്ലോയിഡോവയെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ തെറ്റാണ്. The first polar body is diploid in nature. അല്ലല്ലോ, it is haploid in nature. So answer is the second meiotic division is completed only when a sperm is enter the ovum or secondary oocyte. Okay, അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം നമുക്ക്. വിച്ച് എംബ്രിയോണിക് മെംബ്രെയിൻ ഈസ് പ്രൈമർലി ഇൻവോൾവ്ഡ് in the formation of the umbilical cord and serves as the site of early blood cell formation. Which embryonic membrane? അപ്പോൾ നമുക്ക് 4 എംബ്രിയോണിക് മെംബ്രെയിൻ എന്ന് അറിയാം അല്ലേ? എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ആരൊക്കെയാണ്? അമ്നിയോൺ, കോറിയോൺ, യോക്സാക്, അലൻറ്റോയ്സ്. ഓക്കെ, അപ്പോൾ അതിൽ ഫങ്ഷൻസ്. അപ്പോൾ അമ്നിയോണിൻ്റെ ഫങ്ഷൻ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? അമ്നിയോട്ടിക് ഫ്ലൂയിഡ് സെക്രറ്റ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് സെക്രേറ്റ് ചെയ്യുന്നു. കോറിയോൺ എന്താണ്? കോറിയോണിക് വില്ല് അല്ലെങ്കിൽ ഇറ്റ് ഫോം ദി പ്ലാസൻ്റ ഉണ്ടാകുന്നത്. പ്ലാസൻ്റൽ ഫോർമേഷൻ ആകുന്ന കോറിയോണിക് വില്ലിൽ നിന്നാണ് പ്ലാസൻ്റ ഫോം ചെയ്യുന്നത്. അലൻറ്റോയിസ് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ആരെ തമ്മിൽ? പ്ലാസൻ്റെയും ഫീറ്റസിൻ്റെ ബ്ലഡ് ക്യാപ്പിലറി വരുന്നത് ഈ അലൻറ്റോയിസിൽ കൂടിയാണ്. പ്ലാസൻ്റയിൽ നിന്നുള്ള ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി അലൻറ്റോയിസിൽ കൂടിയാണ് ബ്ലഡ് വെസൽസ് മൂവ് ചെയ്യുന്നത്. ദെൻ യോക്ക് സാക്ക് പേര് യോക്ക് സാക്ക് എന്നാണെങ്കിലും അയാൾക്ക് യോക്ക് കണ്ടന്റ് ഒന്നുമില്ല, ശരിയല്ലേ? പിന്നെ എന്താണ് ഫങ്ഷൻ? ഇറ്റ് ഈസ് എ പ്രൈമറി സൈറ്റ് ഓഫ് RBC പ്രൊഡക്ഷൻ ഇൻ ദി ഫീറ്റസ്. ആ അംബലിക്കൽ കോഡിൻ്റെ ഫോർമേഷൻ ഇവർ രണ്ടും കൂടെ ചേർന്നാണ് അംബലിക്കൽ കോഡ് ഉണ്ടാകുന്നത്. ആർക്ക് തമ്മിൽ? അലൻറ്റോയിസും യോക്സാക്കും കൂടെ ചേർന്ന് അതിനെ കവർ ചെയ്തുകൊണ്ട് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ലെയറും കൂടി വരുമ്പോൾ അത് അംബലിക്കൽ കോഡായിട്ട് മാറും. അപ്പോൾ യോക്ക് സാക്കിൻ്റെ ഫംഗ്ഷൻ, യോക്ക് സാക്ക് പേരിൽ യോക്ക് ഉണ്ടെങ്കിലും യോക്ക് കണ്ടന്റ് ഇല്ല അല്ലേ? പിന്നെന്താ ഫംഗ്ഷൻ? ഇറ്റ്സ് എ പ്രൈമറി സൈറ്റ് ഓഫ് RBC പ്രൊഡക്ഷൻ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, RBC പ്രൊഡക്ഷൻ ഏർലി ഫീറ്റൽ ലൈഫിൽ RBC പ്രൊഡക്ഷൻ ഇൻ ദ യോക്ക് സാക്ക്, പിന്നീട് ലിവർ ആൻഡ് സ്പ്ലീൻ. ഓക്കെ, ലിവറും സ്പ്ലീനും RBC പ്രൊഡക്ഷൻ നടത്തും. അപ്പോൾ ഏർലി ഫീറ്റൽ ലൈഫിലേക്ക് വരുമ്പോൾ യോക്ക് സാക്ക് RBC പ്രൊഡ്യൂസ് ചെയ്യും. ലേറ്റർ ഫേസിലേക്ക് വരുമ്പോൾ ലിവറും സ്പ്ലീനും RBC പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ ആഫ്റ്റർ പ്രഗ്നൻസി ഓർ ആഫ്റ്റർ ഡെലിവറി ദ റെഡ് ബോൺ മാരോ പ്രൊഡ്യൂസസ് RBC. ഇതാണ് അതിൻ്റെ ഓർഡർ കേട്ടോ, അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കണേ. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. ഓക്കെ, ദെൻ വീണ്ടും ഹ്യൂമൻ റീപ്രൊഡക്ഷനെ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ, അതുപോലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ബേസ് ആണ്. അസേഷൻ ആണ് റീസൺ. അസേഷൻ ചോദിക്കുന്നതാണ് ഇൻ ZIFT. സോ വാട്ട് ഈസ് ZIFT? ഇറ്റ് ഈസ് സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. Zygote intrafallopian transfer. The zygote or early embryo with up to 8 blastomere is transferred into the fallopian tube. അല്ലേ, zygote intrafallopian transfer ൽ zygote or early embryo up to 8 blastomere is transferred into the fallopian tube. ശരിയല്ലേ? Yes, assertion correct ആണ്. Then what is about the reason? The fallopian tube provide the necessary microenvironment for the initial cleavage stage before the embryo reaches the uterus. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഫലോപ്പിയൻ ട്യൂബ് ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ദ നെസസറി മൈക്രോ എൻവയോൺമെൻറ്റ് ഫോർ ദി ഇനിഷ്യൽ ക്ലീവേജ് സ്റ്റേജ് ബിഫോർ എംബ്രിയോ റീച്ചസ് ദി യൂട്രസ്. അപ്പോൾ യൂട്രസിലേക്ക് വരുമ്പോൾ ഇയാൾ ഏത് സ്റ്റേജിലാണ് വരുന്നത്? യൂട്രസിലേക്ക് വരുമ്പോൾ സൈഗോട്ട് ഏത് സ്റ്റേജിലാണ്? ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ സ്റ്റേജിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അപ് ടു 8 അല്ലെങ്കിൽ അപ് ടു 16 ബ്ലാസ്റ്റോമിയർ മോർലാ സ്റ്റേജ് വരെ സൈഗോട്ട് എവിടെയായിരിക്കും കാണുന്നത്? ഫലോപ്പിയൻ ട്യൂബിലായും കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഫലോപ്പിയൻ ട്യൂബിൽ കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫലോപ്പിയൻ ട്യൂബ് പ്രൊവൈഡ് ദി നെസസറി മൈക്രോ എൻവയോൺമെൻറ്റ് ഫോർ ദി ഇനിഷ്യൽ ക്ലീവേജ് സ്റ്റേജ് ബിഫോർ ദി എംബ്രിയോ റീച്ചസ് ദി യൂട്രസ്. സോ അസെഷൻ കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലേ? സോ ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നു. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് IUDs ആൻഡ് സെലക്ട് ദി ഇൻകറക്റ്റ് വൺ. വാട്ട് ഈസ് IUD? ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. അപ്പോൾ എന്താണ് വേണ്ടത് നമുക്ക്? സെലക്ട് ദി ഇൻകറക്റ്റ്. Hormone releasing IUDs make the cervix hostile to sperm. Hormone releasing intrauterine devices make the cervix hostile to sperm. ശരിയല്ലേ? ആണോ? ടെക്സ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, ടെക്സ്റ്റിലെ സ്റ്റേറ്റ്മെൻ്റ് ആണത് കേട്ടോ. അത് കറക്റ്റാണ്. അപ്പോൾ വേണ്ടത് ഇൻകറക്റ്റ് ആണ്. Then copper ion released from copper T suppress sperm motility and fertilizing capacity. Yes, correct. IUDs are ideal contraceptive for female who want to delay pregnancy. അതും ടെക്സ്റ്റിൽ പറയുന്നുണ്ട് അല്ലേ? IUDs are ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്, പ്രഗ്നൻസി ഡിലേ ചെയ്യാൻ ഐഡിയൽ ആണെന്ന് പറയുന്നുണ്ട്. മൾട്ടിലോഡ് 375 is a hormone releasing IUD that prevent ovulation. What is multiload 375? It is hormone releasing IUD? എന്താണ് മൾട്ടിലോഡ് 375? ഏത് ടൈപ്പ് IUD ആണ്? IUD എന്ന് അറിയാമല്ലോ അല്ലേ? ഏത് ടൈപ്പ് IUD ആണ് മൾട്ടിലോഡ് 375? ആർക്ക് പറയാൻ പറ്റും? Multiload 375. Which type of IUD? Yes, copper releasing IUD. Okay, ഇത് copper releasing IUD ആണ്.
Copper releasing IUD ആണ് മട്ടി ലോഡ് 375. It is not a hormone releasing IUD. So answer is option 4. Incorrect one. Option 4. Okay. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും നമ്മൾ. MTP, medical termination of pregnancy, is considered relatively safe up to how many weeks of pregnancy, and what is the legal limit for termination in specific case under the 2021 amendment in India? അപ്പോൾ MTP അമെൻമെൻറ്റ് ആക്ട് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ, 2021 അമെൻമെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ 2021 അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ച് സേഫ് എത്രയാണ് MTP ലിമിറ്റ് പറയുന്നത്? ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് if MTP can done in the first trimester എന്ന് പറയുമ്പോൾ 12 വീക്ക് അല്ലേ, ഫസ്റ്റ് ട്രൈമസ്റ്റർ 12 വീക്കാണ്. അപ്പോൾ 12 വീക്ക് ആണെങ്കിൽ നമുക്ക് MTP നടത്താം. എങ്ങനെ നടത്താം? ബൈ ദി ഒപ്പീനിയൻ ഓഫ് എ മെഡിക്കൽ പ്രാക്ടീഷണർ. ഓക്കെ, അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നമുക്ക് 12 വീക്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ MTP നടത്താൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട് ദെൻ it can done in the second trimester also, that means around 24 week. 24 വീക്കിൽ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? 2 മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിൻ്റെ ഒപ്പീനിയൻ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് MTP എപ്പോഴൊക്കെ നടത്താൻ പറ്റും? ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നടത്താം, സെക്കൻഡ് ട്രൈമസ്റ്ററിലും നടത്താം. ദാറ്റ് മീൻസ് 12 വീക്ക് ടു 24 വീക്കിൽ നമുക്ക് MTP നടത്താൻ പറ്റും. ഓക്കെ, MTP അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ച് 2021 MTP അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ച് നമുക്ക് ഇത് 12 വീക്കിൽ കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ അപ് ടു 24 വീക്ക് വരെ വിത്ത് ദ ഒപ്പീനിയൻ ഓഫ് 2 മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ 2. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദി ഇൻകറക്റ്റ് മാച്ച് റിഗാർഡിംഗ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ആൻഡ് ദർ കോസേറ്റീവ് ഏജൻറ്റ്. അപ്പോൾ ഇത് കോസേറ്റീവ് ഏജൻറ്റ് നമുക്ക് ടെക്സ്റ്റിനകത്ത് ഈ ചാപ്റ്റർ പഠിക്കാനില്ല എങ്കിലും അറിഞ്ഞിരിക്കുന്നതല്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കുറച്ചുകൂടെ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിഫൈ ദി ഇൻകറക്റ്റ് മാച്ച് റിഗാർഡിംഗ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ആൻഡ് ദിയർ കോസേറ്റീവ് ഏജൻറ്റ്. ഗൊണേറിയയുടെ കോസേറ്റീവ് ഓർഗാനിസം നിസീരിയ ഗൊണേറിയ തന്നെയാണ്. അപ്പോൾ ഇതല്ല നമ്മുടെ ആൻസർ, നമുക്ക് ഇൻകറക്റ്റ് ആണ് വേണ്ടത്. ദെൻ ജെനിറ്റൽ വാട്ട്സ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ജെനിറ്റൽ വാട്ട്സ് കറക്റ്റ് ആണ്. ട്രൈക്കോമോണിയാസിസ്, ക്ലമീഡിയ ട്രാക്കോമാറ്റസ്. ട്രൈക്കോമോണിയാസിസ് കോസേറ്റീവ് ഓർഗാനിസം. ട്രൈക്കോമോണിയാസിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം ആരാണ്? ട്രൈക്കോമോണാസ് ആണ്. ഓക്കെ, ട്രൈക്കോമോണാസ് ആണ് ട്രൈക്കോമോണിയാസിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം. ദെൻ ക്ലമീഡിയ ട്രാക്കോമാറ്റിസ്, ഇത് ഏത് ഡിസീസ് ഉണ്ടാക്കുന്ന ആളാണ്? ക്ലെമീഡിയാസിസ് ഉണ്ടാക്കുന്ന ആളാണ് ക്ലെമീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 3 തെറ്റാണ്. ട്രൈക്കോമോണാസ് ഉണ്ടാക്കുന്ന ട്രൈക്കോമോണിയാസിസ് ആണ്. സോറി, ട്രൈക്കോമോണിയാസിസ് ഡിസീസ് കോസ്ഡ് ബൈ ട്രൈക്കോമോണാസ്. സോ ഓപ്ഷൻ 3 ഈസ് ദി ഇൻകറക്റ്റ് വൺ. ദെൻ സിഫിലിസ് കോസേറ്റീവ് ഓർഗാനിസം ട്രിപ്പോനിമ പല്ലിഡം. സോ ആൻസർ കിട്ടിയല്ലോ, ഓപ്ഷൻ 3. നെക്സ്റ്റ് വൺ, ഇൻ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി, ഇത് നമ്മൾ ഷോർട്ടാക്കി എന്ത് വിളിച്ചു? ആർട്ട് എന്ന് വിളിച്ചു. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി, ദ ട്രാൻസ്ഫർ ഓഫ് ആൻ എംബ്രിയോ വിത്ത് മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയർ ഈസ് നോൺ ആസ്. മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയർ സ്റ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അപ് ടു 8 ബ്ലാസ്റ്റോമിയർ നമുക്കറിയാം നമ്മൾ എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമുക്ക് ഇതാ ഒരു സിംഗിൾ സെല്ല് സൈഗോട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്ത് 2 സെല്ല് സ്റ്റേജായിട്ട് മാറുന്നു. അത് ഡിവൈഡ് ചെയ്ത് 4 സെല്ല് സ്റ്റേജായിട്ട് മാറുന്നു. ദെൻ അത് 8 സെല്ല് സ്റ്റേജായിട്ട് മാറുന്നു. അപ്പോൾ ഈ 8 സെല്ല് സ്റ്റേജായിട്ട് മാറുമ്പോൾ നമ്മൾ ഇയാളെ എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഓക്കെ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കുന്നു. അപ്പോൾ അപ് ടു 8 ബ്ലാസ്റ്റോമിയർ സ്റ്റേജ് നമുക്ക് ഇയാളെ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം? കുറച്ചും പറഞ്ഞോളൂ അല്ലേ. 8 ബ്ലാസ്റ്റോമിയർ സ്റ്റേജ് ആണെങ്കിൽ വി ക്യാൻ ട്രാൻസ്ഫർ ഇൻ ടു ദി ഫലോപ്പിയൻ ട്യൂബ് ആൻഡ് ദിസ് പ്രോസസ് കോൾഡ് സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ബട്ട് ഇവിടെ 8 ബ്ലാസ്റ്റോമിയർ സ്റ്റേജ് അല്ല പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ഡിവിഷൻ നടന്നു അറൗണ്ട് മോർ ദാൻ 8 അല്ലെങ്കിൽ 60 or 32 സെൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ എന്താ വിളിക്കുന്നത്? ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് വിളിച്ചു അല്ലേ. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിലാണെങ്കിൽ നമ്മൾ ഇയാൾ എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇൻ ടു ദി യൂട്രസ്. Okay, and that is called the intrauterine transfer of embryo more than 8 blastomeres. More than 8 blastomeres textless sentence ആണ്. 8 blastomeres സ്റ്റേജിൽ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? into the uterus. യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇറ്റ് ഇസ് കോൾഡ് ഇൻട്രാ യൂട്ടറൈൻ ട്രാൻസ്ഫർ.
Okay, so answer option 4. Next one. The phenotypic ratio of 9:3:3:1 in a dihybrid cross fundamentally demonstrated that 9:3:3:1 ratio. Okay, dihybrid cross ആണ് അത് fundamentally demonstrated. എന്താണ് demonstrate ചെയ്യുന്നത് പറയാമോ? ഓക്കെ, അപ്പോൾ 9:3:3:1 റേഷ്യോ എവിടെയാണ് വരുന്നത്? ഏത് കേസിലാണ് വരുന്നത്? മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് അല്ലേ? മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്താണ് പറഞ്ഞത്? ദ അലീൽസ് ഓഫ് 2 ജീൻസ് ആർ സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി. യെസ്, ഓപ്ഷൻ 4. അവിടെ എന്ത് സംഭവിച്ചു? അലീൽസ് എന്ത് ചെയ്യുന്നു? ഇൻഡിപെൻഡൻ്റ്ലി സെഗ്രിഗേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 9:3:3:1 റേഷ്യോ കിട്ടി അല്ലേ? യെസ്, ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ദ നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ഇൻകറക്റ്റ് വിത്ത് റിഗാർഡ്സ് ടു ഹീമോഫീലിയ. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഹീമോഫീലിയ ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹീമോഫീലിയ ഇത് ഇസ് എ സെക്സ് ലിങ്ക്ഡ് ഡിസീസ് ആണല്ലോ അല്ലേ? എക്സ് ലിങ്ക്ഡ് ആണ്. സോ ഇറ്റ്സ് എ സെക്സ് ലിങ്ക്ഡ് ഡിസീസ്. അപ്പോൾ നമുക്ക് ആൻസർ ഏതാ വേണ്ടത്? ഇൻകറക്റ്റ് ആണ്, സോറി. അപ്പോൾ ഇൻകറക്റ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റ് ആണ്, സോ ആൻസർ അല്ല. ഇറ്റ് ഈസ് എ ഡോമിനൻറ്റ് ഡിസീസ് ആണോ? അല്ല. പിന്നെന്താണ്? ഇറ്റ് ഈസ് എ റെസസീവ് ഡിസീസ്. അപ്പോൾ ഇൻകറക്റ്റ് ഏതാണ്? ഇറ്റ് ഈസ് എ ഡോമിനൻറ്റ് ഡിസീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻകറക്റ്റ് ആണ്. സോ ഇറ്റ്സ് എ സെക്സ് ലിങ്ക്ഡ് ഓർ എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് ആണ് ഹീമോഫീലിയ. ഓക്കെ, ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ദെൻ ഇൻ snapdragon or anthurium species, a cross between a red flowered plant and a white flowered plant produce a pink flower, and this is an example of comparatively വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? റെഡ് ഫ്ലവേർഡ് പ്ലാന്റ് അല്ലേ? അപ്പോൾ റെഡ് ഫ്ലവർ നമ്മൾ ക്യാപിറ്റൽ ആർ കൊടുക്കുന്നു. വിത്ത് വൈറ്റ് ഫ്ലവർ റെസസീവ് ആണ്, സ്മോൾ ആർ കൊടുത്തു അല്ലേ? അപ്പോൾ അത് സംഭവിച്ചു, ഗമീറ്റ് ഫോം ചെയ്തു. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്രോസ് വരുന്നു, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഉണ്ടായി. അപ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഉണ്ടായപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? പ്രൊഡ്യൂസ് എ പിങ്ക് കളർ ഫ്ലവറാണ് കിട്ടിയത്. അപ്പോൾ പിങ്ക് കളർ ഫ്ലവർ ആണെങ്കിൽ എന്ത് പറയും നമുക്ക്? എന്ത് സംഭവിക്കുന്നു ഇവിടെ? ഇവിടെ സംഭവിച്ചത് എന്താണ്? രണ്ടുപേരും അല്ലെങ്കിൽ ഇവിടെ ഡോമിനൻ്റ് ആയിട്ടുള്ള ആർ ഫെയിൽസ് ടു സപ്രസ് ദി ആക്ഷൻ ഓഫ് ദിസ് റെസസീവ് അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ ആറിന് സ്മോൾ ആറിനെ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് കോൾഡ് ഇൻകംപ്ലീറ്റ് ഡോമിനൻറ്റ്. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻ്റ് ആയതുകൊണ്ടാണ് ഇവിടെ രണ്ടുപേരുടെയും എക്സ്പ്രസ് ചെയ്തിട്ട് ഏത് കളർ വന്നത്? പിങ്ക് കളർ വന്നത് അല്ലേ? രണ്ടുപേരുടെയും ബ്ലെൻഡ് ചെയ്തിട്ട് അവിടെ എന്തുണ്ടായി? ഒരു പിങ്ക് കളർ ഫോം ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് കോഡ് ഡോമിനൻ്റ് പറയാത്തതിൻ്റെ കാരണം? കോഡ് ഡോമിനൻ്റ് ആയിരുന്നെങ്കിൽ റെഡ് കളറും വൈറ്റ് രണ്ട് കളറും ഉണ്ടായേനെ. പക്ഷേ ഇവിടെ എന്ത് പറ്റി? റെഡും വൈറ്റും കൂടെ ബ്ലെൻഡ് ചെയ്ത് ഒരു പിങ്ക് കളറിലേക്ക് വന്നു അല്ലേ? സോ ഓപ്ഷൻ 2 is the answer, incomplete dominant. Then adaptive radiation is best exemplified Darwin finches because adaptive radiation is best exemplified by the Darwin finches because എന്തുകൊണ്ടാണ് ഡാർവിൻ ഫിഞ്ചസ് ഈസ് ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്? അതിൻ്റെ കാരണം എന്താണ്? എ സിംഗിൾ ആൻസിസ്ട്രൽ സ്പീഷീസ് ഇവോൾവ് ഇൻ ടു ഡിഫറെൻറ്റ് ഫോംസ് ടു ഒക്യുപ്പൈ വേരിയസ് എക്കോളജിക്കൽ നിഷസ്. അതാണോ? ദേ മൈഗ്രേറ്റഡ് ഫ്രം സെവറൽ ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ് ടു എ സിംഗിൾ ഐലൻഡ് or they all retained their same beak structure despite eating different food. They show convergent evolution with the marsupials of Australia. അപ്പോൾ എന്തുകൊണ്ടാണ് ഇറ്റ് ഈസ് ബെസ്റ്റ് എക്സാംപ്ലിഫൈ പറയാൻ കാരണം എ സിംഗിൾ ആൻസിസ്റ്റർ സ്പീഷീസ് ഇവോൾവ് ഇൻ ഡിഫറെൻറ്റ് ഫോം ടു ഓക്യുപ്പൈ വേരിയസ് എക്കോളജിക്കൽ നിഷസ്. ശരിയല്ലേ? കാരണം എന്താണ്? ഇവരെല്ലാം ഈ പറഞ്ഞ ഡാർവിൻ ഫിഞ്ചസ് എല്ലാം എവിടെ നിന്നാണ് പോയത്? ഇവരെല്ലാം സൗത്ത് അമേരിക്കൻ നേറ്റീവ് ആയിരുന്നു. സൗത്ത് അമേരിക്കയിൽ നിന്നും ഇവരെല്ലാം സൗത്ത് അമേരിക്കയിലെ സീഡ് ഈറ്റിംഗ് ഫിഞ്ചസ് ആയിരുന്നു. ഓക്കെ, ഡാർവിൻ ഫിഞ്ചസ് പറയുന്നത് സീഡ് ഈറ്റിംഗ് ഫിഞ്ചസ്. ഇവിടെ ആൻസിസ്റ്റർ നമ്മൾ എന്ന് പറഞ്ഞ ഡാർവിൻ ഫിഞ്ചസിൻ്റെ ആൻസിസ്റ്റേഴ്സ് സൗത്ത് അമേരിക്കൻ നേറ്റീവ് ആയിട്ടുള്ള സീഡ് ഈറ്റിംഗ് ഫിഞ്ചസ് ആയിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായ കോമ്പറ്റീഷൻ മൂലം ഇവരെന്ത് ചെയ്തു? ഇവർ അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടുന്ന് ആ കോമ്പറ്റീഷനിൽ നിന്നും ആ കോമ്പറ്റീഷൻ വഴി തോറ്റിട്ട് ഗാലപ്പഗോസ് ഐലൻഡിലേക്ക്, ഓക്കെ, അപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഗാലപ്പഗോസ് ഐലൻഡിലേക്ക് എത്തപ്പെട്ട ആൾക്കാരാണ് ഇവർ. ഓക്കെ, ഗാലപ്പഗോസിലെ ഡിഫറെൻറ്റ് ഐലൻഡിലേക്ക് എത്തപ്പെട്ട ആൾക്കാരാണ് ഇവർ. കണ്ടോ, അതിങ്ങനെ ഗാലപ്പഗോസ് ഐലൻഡിലേക്ക് വന്നു. സോ ദാറ്റ് മീൻസ് ഹാവ് എ സിംഗിൾ ആൻസിസ്റ്റർ സ്പീഷീസ്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ ഡാർവിൻ ഫിഞ്ചസ് എല്ലാവർക്കും ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു. സിംഗിൾ ആൻസിസ്റ്റർ സ്പീഷീസ് ഇവോൾവ് ഇൻ ടു ഡിഫറെൻറ്റ് ഫോമിലേക്ക് ഇവോൾവ് ചെയ്തു. കാരണം അവരെത്തപ്പെട്ട
എക്കോളജിക്കൽ നിഷസ് കണ്ടോ, വേരിയസ് എക്കോളജിക്കൽ നിഷസിലേക്ക് എത്തപ്പെട്ടത് കൊണ്ട് അവരുടെ ബീക്കിൽ ചേഞ്ച് വന്നു. അപ്പോൾ അവർ കോമൺ ആൻസറിൽ നിന്നും വരുന്നു. സോ ദാറ്റ് ഈസ് അഡാപ്റ്റീവ്. സോ വാട്ട് ഈസ് എന്താ അഡാപ്റ്റീവ് റേഡിയേഷൻ? ഡെഫിനിഷൻ ഇങ്ങനെ പറഞ്ഞത് എവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് സ്റ്റാർട്ടിങ് ഫ്രം എ പോയിൻറ്റ് അല്ലേ, സ്റ്റാർട്ടിങ് ഫ്രം എ പോയിൻറ്റ് ആൻഡ് ലിറ്ററലി റേഡിയേറ്റിംഗ് ഇൻ ടു അതർ ഏരിയാസ് ഓഫ് ജിയോഗ്രഫി. So Darwin which is best exemplified a single ancestral species evolved into different form to occupy various ecological niches. Okay, option 1 is the answer. They migrate from several different continents to a single island. ആണോ? സെവറൽ കോണ്ടിനെൻറ്റിൽ നിന്ന് ഒരു സിംഗിൾ ഐലൻഡിലേക്ക് വന്ന ആൾക്കാരാണോ? അല്ല. Then they all retain their same beak structure despite eating different food. ആണോ? അല്ലല്ലോ. ഇവർക്കെല്ലാം ബീക്ക് സ്ട്രക്ചർ സെയിം ആയിരുന്നോ? അല്ല, അതും തെറ്റാണ്. Then they show convergent evolution. No, then they show divergent evolution. Okay, so that's all about the question. Next one, which geological period is often referred to as age of reptiles? പറഞ്ഞേ, ഏജ് ഓഫ് റെപ്റ്റൈൽസ് എന്നറിയപ്പെടുന്നത് ഏത് പീരീഡ് ആണ് പറയാം? സോറി, ഏത് ഇറയാണോ ചോദ്യം? ഓക്കെ, സീനോസോയിക് ഇറ. സീനോസോയിക് ഇറ is the golden age of mammals. മാമൽസിൻ്റെ മേജർ റേഡിയേഷൻ നടന്ന ഇറയാണ് ഗോൾഡൻ ഏജ് ഓഫ് ഇറ ഓഫ് മാമൽസ് എന്നറിയപ്പെടുന്ന സീനോസോയിക് ഇറ. ആൻഡ് മീസോസോയിക് ഇറ ഈസ് ദ കറക്റ്റ് ആൻസർ, ഈസ് നോൺ ആസ് ദി ഗോൾഡൻ ഏജ് ഓഫ് റെപ്റ്റൈൽസ്. ദാറ്റ് മീൻസ് നമ്മുടെ ഡൈനോസസ് ഒക്കെ ഡോമിനേറ്റ് ചെയ്തിരുന്ന കാലഘട്ടമാണ് മീസോയിക് ഇറ. ദെൻ പാലിയോസോയിക് ഇറ ഈസ് നോൺ ആസ് ദ ഇറ ഓഫ് ആൻഷ്യൻ്റ് ലൈഫ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ആൻഷ്യൻ്റ് ലൈഫ്, പാലിയോസോയിക് ഇറ. ദെൻ പ്രീ കേംബ്രിയൻ ഇറ എന്ന് പറയുമ്പോൾ അവിടെ ലൈഫ് ഫോം ചെയ്ത ടൈമാണ്. പ്രത്യേകിച്ച് നമ്മളങ്ങനെ ഒരു പേര് കൊടുത്തില്ല പ്രീ കേംബ്രിയനിലേക്ക്. അപ്പോൾ പാലിയോസോയിക് ഇറ ഇസ് നോൺ ആസ് ഇറ ഓഫ് ആൻഷ്യൻ്റ് ലൈഫ്, മീസോസോയിക് ഇറ ഇസ് നോൺ ആസ് ഗോൾഡൻ ഏജ് ഓഫ് റെപ്റ്റൈൽസ് ആൻഡ് സീനോസോയിക് ഇറ ഇസ് ദ ഗോൾഡൻ ഏജ് ഓഫ് മാമൽസ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ദ കോൺസെപ്റ്റ് ഓഫ് സോൾട്ടേഷൻ proposed by Hugo de Vries suggests that evolution is. So what is saltation? Saltation is single step large mutation. നമ്മൾ എന്ത് വിളിച്ചു? സോൾട്ടേഷൻ എന്ന് വിളിച്ചു. സോൾട്ടേഷൻ മീൻസ് സിംഗിൾ സ്റ്റെപ്പ് large mutation. Okay, single step large mutation is called saltation. Then driven primarily by the inheritance of aquatic characters. Inheritance of aquatic characters ആരുടെ തിയറി അല്ല, മാർക്കിൻ്റെ തിയറി ആയിരുന്നു അല്ലേ? അപ്പോൾ ഹ്യൂഗോ ഡേവിസുമായിട്ട് ബന്ധമൊന്നുമില്ല. ദെൻ കൺട്രോൾഡ് എൻറ്റയർലി ബൈ എൻവയോൺമെൻറ്റൽ ഇൻഡക്ഷൻ വിത്തൗട്ട് ജനറ്റിക് ബേസിസ്. അല്ലല്ലോ, ജനറ്റിക് ബേസ് വഴിയല്ലേ നമ്മൾ മ്യൂട്ടേഷൻ ഉണ്ടാകുന്നത്. സോ തെറ്റാണ്. എ സ്ലോ ഗ്രാജുവൽ പ്രോസസ് ഡ്രിവൺ ബൈ സ്മോൾ കണ്ടിന്യൂസ് വേരിയേഷൻ. ഇത് തെറ്റാണ്. ഇതാണ് തിയറിയ. എ സ്ലോ ഗ്രാജുവൽ പ്രോസസ് ഡ്രിവൺ ബൈ സ്മോൾ കണ്ടിന്യൂസ് വേരിയേഷൻ ബൈ ഡാർവിൻ. ഇത് ഡാർവിൻ്റെ തിയറിയാണ് അല്ലേ? നമ്മൾ പിന്നീട് തെറ്റാണ് തെളിയിച്ചതാണ്. ദെൻ എ സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ ലീഡിങ് ടു സ്പീസിയേഷൻ. സോ ദാറ്റ് ഈസ് കോൾഡ് സോൾട്ടേഷൻ. ഓക്കെ, the next one, which of the following is not a condition required for a population to remain in Hardy-Weinberg equilibrium? ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹാർഡി-വൈൻബർഗ് ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് മനസ്സിലാക്കിയാൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഉള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കണ്ടീഷൻ റിക്വയർഡ് ഫോർ എ പോപ്പുലേഷൻ ടു റിമെയിൻ ഹാർഡി-വൈൻബർഗ് ഇക്വിലിബ്രിയം ആണേ. ടു റിമെയിൻ ഹാർഡി-വൈൻബർഗ് ഇക്വിലിബ്രിയം, അതായത് ഹാർഡി-വൈൻബർഗിൻ്റെ വേരിയേഷൻ നടത്തുന്ന ഫാക്ടർ ഏതാണ്? അപ്പോൾ നമുക്ക് ഹാർഡി-വൈൻബർഗ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടാത്ത ആൾ, ലാർജ് പോപ്പുലേഷൻ സൈസ് ഹാർഡി-വൈൻബർഗ് ഇക്വിലിബ്രിയം അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റാൻഡം മേറ്റിംഗ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഹാർഡി-വൈൻബർഗ് ഇക്വിലിബ്രിയം. നോ ജീൻ ഫ്ലോ ഇല്ലെങ്കിൽ ഹാർഡി-വൈൻബർഗ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യും. നാച്ചുറൽ സെലക്ഷൻ ഫേവറിങ് സ്പെസിഫിക് ജീനോടൈപ്പ്. അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ ഒരു സ്പെസിഫിക് ഫീനോടൈപ്പിനെ മാത്രം സെലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ എലിമിനേറ്റ് ചെയ്യത്തില്ല എവിടെ? അങ്ങനെ ബാക്കിയുള്ള ആൾക്കാർ എലിമിനേറ്റ് ചെയ്താൽ ടോട്ടൽ അല്ലേൽ ഫ്രീക്വൻസി അഫക്റ്റ് ചെയ്യും. ശരിയല്ലേ? സോ ഇത് നമുക്ക് വേണ്ട. എന്തിനു വേണ്ട? നോട്ട് കണ്ടീഷൻ റിക്വയർഡ് ഫോർ എ പോപ്പുലേഷൻ റിമെയിൻ ഹാർഡി-വൈൻബർഗ് ഇക്വിലിബ്രിയം. അപ്പോൾ ഇത് നമുക്കിവിടെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 4 നാച്ചുറൽ സെലക്ഷൻ ആണ്. നാച്ചുറൽ സെലക്ഷൻ ദാറ്റ് അഫക്റ്റ് ഹാർഡി-വൈൻബർഗ് ഇക്വിലിബ്രിയം. സോ ഓപ്ഷൻ 4. ദെൻ ദ തിയറി ഓഫ് പാൻസ്പെർമിയ സജസ്റ്റ് ദാറ്റ്. എന്താ തിയറി ഓഫ് പാൻസ്പെർമിയ എന്ന് പറയുന്നത്? കോസ്മോസോയിക് ഒറിജിൻ എന്നൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ തിയറി ഓഫ് പാൻസ്പെർമിയ ഓർ കോസ്മോസോയിക് ഒറിജിൻ പറയുന്നത് എന്താണ്? ദ ലൈഫ് ഒറിജിനേറ്റ് ഫ്രം നോൺ ലിവിങ് മാറ്റർ ത്രൂ സ്പോണ്ടേനിയസ് ജനറേഷൻ. അല്ലല്ലോ, ഇത് തിയറിയാ. ദിസ് ഇസ് ദ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ. ഓക്കെ,
Then the first organism were created by a divine entity. അല്ല, ഇതേതാണ്? Theory of special creation. Then the life reaches earth from outer space in the form of spores or seed. Yes, ഇതാണ് തിയറി ഓഫ് പാൻസ്പെർമിയ പറയുന്നത്. ഓക്കെ, അതായത് തിയറി ഓഫ് പാൻസ്പെർമിയ എന്താ പറഞ്ഞത്? ലൈഫ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം സംവെയർ ഇൻ ദ ഔട്ടർ സ്പേസ്, പുറത്തെവിടെയോ അല്ലേ, നമ്മുടെ സ്പേസിലെവിടെയോ ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അത് സീഡിൻ്റെ അല്ലെങ്കിൽ സ്പോർസിൻ്റെ ഫോമിൽ ഡിഫറെൻറ്റ് പ്ലാനറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് തിയറി ഓഫ് പാൻസ്പെർമിയ. Life evolved independently in every ocean on earth. Okay, so answer കിട്ടി option 3. The next one, the Lamarckian theory was primarily discredited. Lamarckian theory എന്തുകൊണ്ടാണ് നമ്മൾ ഡിസ്ക്രെഡിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഡിസ്പ്രൂവ് ചെയ്യാൻ കാരണം? ലാമാർക്ക് എന്താ പറഞ്ഞത്? തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വാറ്റിക് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വാറ്റിക് ക്യാരക്ടേഴ്സ് ലാമാർക്കിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ലാമാർക്ക് പറഞ്ഞ എന്താണ്? തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വാറ്റിക് ക്യാരക്ടേഴ്സ് ത്രൂ ദി സൊമാറ്റിക് സെൽസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, സൊമാറ്റിക് സെൽസുകൾ വഴി. അതായത് ഇപ്പോൾ നമ്മുടെ ലാമാർക്കിസിൻ്റെ ഏറ്റവും ഫേമസ് ആയ എക്സാമ്പിൾ ആണ് ഇലോങ്ങേറ്റഡ് നെക്ക് ഇൻ ജിറാഫ് അല്ലേ. അപ്പോൾ ജിറാഫിന് നെക്ക് ഇലോങ്ങേറ്റ് ചെയ്യാൻ കാരണം അയാൾ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ജനറേഷനിൽ അയാൾ അക്വയർ ചെയ്ത ക്യാരക്ടർ അടുത്ത ജനറേഷനിൽ ഇൻഹെറിറ്റ് ചെയ്യുന്നു ത്രൂ ദെയർ സൊമാറ്റിക് സെൽസ്. അപ്പോൾ നെക്കിലെ സെല്ലുകൾ വഴി അടുത്ത ജനറേഷനിലേക്ക് കൊടുത്തു. അതുകൊണ്ട് തന്നെ അടുത്ത ജനറേഷനിലെയും നെക്ക് ഇലോങ്ങേറ്റഡ് ആയി എന്നാണ് പറഞ്ഞു. അപ്പോൾ അത് the reason behind this main reason is the somatic cells. Okay, and inheritance of aquatic character through the somatic cells ആയിരുന്നു പ്രശ്നം. അപ്പോൾ ലാമാർക്കിൻ did not believe in the existence of fossils. അതുകൊണ്ടാണോ? അല്ല. It suggested that evolution was a slow process. അതുകൊണ്ടല്ലല്ലോ. It failed to explain why some organisms are more complex than others. The reason is germ cells are not affected by change in the somatic cells. കണ്ടോ, ഇതാണ് ആൻസർ വരുന്നത്. germ cells are not affected by the change in the somatic cells. അപ്പോൾ ലാമാർക്ക് പറഞ്ഞ എന്താണ്? സൊമാറ്റിക് സെൽസിലുണ്ടാകുന്ന ചേഞ്ചസ് അത് അടുത്ത ജനറേഷനിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്നു. പക്ഷേ പിന്നീട് മനസ്സിലായി സൊമാറ്റിക് സെൽ വരുന്ന ചേഞ്ച് ഒരിക്കലും എന്തിനെ അഫക്റ്റ് ചെയ്യില്ല? germ സെൽസിനെ അഫക്റ്റ് ചെയ്യില്ല. അതിന് ഏറ്റവും ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, നമ്മുടെ ടെയിൽ കട്ടിംഗ് എക്സ്പെരിമെൻറ്റ്, ഓഗസ്റ്റസ് വീസ്മാൻ തിയറി, ഓർമ്മയുണ്ടോ? ഓക്കെ, ഈ പറഞ്ഞ ലാമാർക്കിസം തെറ്റാണ് തെളിയിക്കാൻ വേണ്ടി നമ്മുടെ എലിയുടെ വാല് കട്ട് ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ് ഓർമ്മയുണ്ടോ? പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഓക്കെ, അപ്പോൾ അതായത് ലാമാർക്കിൻ്റെ തിയറി അനുസരിച്ച് സൊമാറ്റിക് സെല്ലുണ്ടാകുന്ന ചേഞ്ച് അടുത്ത ജനറേഷനിൽ ഇൻഹെറിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിന് ഡിസ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഓഗസ്റ്റ് വീസ്മാൻ എന്ത് ചെയ്തു? എലിയുടെ വാല് കട്ട് ചെയ്തു അല്ലേ. അപ്പോൾ എലിയുടെ വാല് കട്ട് ചെയ്താൽ പിന്നെ അതിന് വാലില്ല, ദാറ്റ് മീൻസ് അടുത്ത ജനറേഷനിലേക്ക് ആ ക്യാരക്ടർ ഇൻഹെറിറ്റ് ചെയ്യണം. പക്ഷേ അടുത്ത ജനറേഷനിൽ വാലുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെയും കാല് കട്ട് ചെയ്തു, പക്ഷേ അടുത്ത ജനറേഷനിൽ വീണ്ടും വാല് വന്നു. അപ്പോൾ ഈ വാല് കട്ട് ചെയ്യുക മീൻസ് എന്താണ്? സൊമാറ്റിക് സെല്ലിൽ വന്ന ചേഞ്ചാണ്. അതൊരിക്കലും germ സെല്ലിനെ അഫക്റ്റ് ചെയ്യില്ല. അപ്പം ആ germ സെല്ലിലുള്ള ക്യാരക്ടറാണ് ഏത്? ടെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ germ സെല്ലിൽ ചേഞ്ച് വരാതെ സൊമാറ്റിക് സെല്ലിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് അവരുടെ ക്യാരക്ടറിനെ അഫക്റ്റ് ചെയ്യില്ല എന്നതാണ്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ലാമാർക്കിസം ഡിസ്പ്രൂവ് ചെയ്തത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. മാച്ച് ദ ഡ്രഗ് വിത്ത് ഇറ്റ് സ്പെസിഫിക് ഫിസിയോളജിക്കൽ ഇഫക്റ്റ്. നോക്കാം, മോർഫിൻ. ഓക്കെ, സോ വാട്ട് ഈസ് മോർഫിൻ? മോർഫിൻ ഇസ് എ പൊട്ടൻറ്റ് സെഡേറ്റീവ് ഓർ പെയിൻ കില്ലർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ കൊക്കെയിൻ. കൊക്കെയിൻ ഈസ് ഇൻ്റർഫിയർ ദി ഡോപ്പമിൻ ട്രാൻസ്പോർട്ട്, അതാണ് കൊക്കെയിൻ്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞത്. ദെൻ കനാബിനോയിഡ്സ് എഫക്റ്റ് ഓൺ കാർഡിയോവാസ്കുലർ സിസ്റ്റം അല്ലേ. യെസ്. ദെൻ ബാർബിറ്റുറേറ്റ് യൂസ് ഹെൽപ്പ് ടു പേഷ്യൻ കോപ്പ് വിത്ത് ഇൻസോംനിയ. സോ ഏതാണ് ആൻസർ വന്നത്? A2, B1, C3, D4, ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഇത്രയും കൊണ്ട് നമ്മുടെ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സുവോളജിയിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകൾ അത് നീറ്റ് ലെവലും നീറ്റ് അഡ്വാൻസ് ലെവലിലും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു.
Hello students, very good morning to all of you and welcome to this session NEET 2026 Rank Revolution. അപ്പോൾ എൻ്റെ പേര് സന്ദീപ് എന്നാണ്. ഞാൻ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ജസ്റ്റ് ഒരു മന്ത് മാത്രമേ ഉള്ളൂ കഷ്ടിച്ച്. അപ്പോൾ ആ ഒരു മന്ത് നമ്മുടെ ഏറ്റവും നന്നായിട്ട് എന്താ പറയുക ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടിരിക്കേണ്ട സമയമാണ്. അപ്പോൾ എല്ലാവരും നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എസ്പെഷ്യലി ഞാൻ കെമിസ്ട്രിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കെമിസ്ട്രിയിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം പുതിയ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റുമോ അത്രത്തോളം പുതിയ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുക. മാക്സിമം നമ്പർ ഓഫ് എക്സാംസ് നിങ്ങൾ എഴുതുക, മോഡൽ എക്സാംസ് ഒക്കെ എഴുതുക. അപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കാണുക, ഫെമിലിയർ ആവുക. പുതിയ നമ്മൾ ഏതെങ്കിലുമൊക്കെ തിയറീസൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺസെപ്റ്റൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിവൈസ് ചെയ്യാനുള്ളൊരു സമയമാണിത്. അല്ലാണ്ട് ഇനി പുതിയ തിയറീസ് ഒന്നും പഠിച്ച് നമ്മൾ സമയം കളയരുത്. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിന്നും നമുക്ക് 2 മണിക്കൂറാണ്. അപ്പോൾ ഇതിൽ കെമിസ്ട്രിയുടെ ഫുൾ ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഫുൾ യൂണിറ്റാണ് നമ്മളിവിടെ എടുത്ത് വന്നേക്കുന്നത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടതായിരിക്കാം. അപ്പോൾ കണ്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. അറിയാമെങ്കിൽ, അറിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പഠിക്കുക. ഇനി ന്യൂമറിക്കൽസ് ഉണ്ട്, നമ്മളെല്ലാ ചാപ്റ്ററും ഉള്ളതുകൊണ്ട് ന്യൂമറിക്കൽസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ആൻസർ പറ്റുന്ന പോലെ നിങ്ങൾ അത് കമൻറ്റിൽ പറയാം. നമുക്ക് നോക്കാം. സോ ഇന്ന് നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. കഴിഞ്ഞ സെഷനിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. സോ നമ്മൾ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോവാണ്. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. Okay. A solution containing 12% sodium hydroxide by mass has a density of 1.131 gram per ml. What volume of this solution contains 5 mole of NaOH? Okay. So നമ്മളൊരു NaOH സൊല്യൂഷനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ സൊല്യൂഷൻ്റെ വെയിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, 12% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ സൊല്യൂഷൻ്റെ ഡെൻസിറ്റിയും പറഞ്ഞിട്ടുണ്ട്. 1.131 gram ആണ് അതിൻ്റെ ഡെൻസിറ്റി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് വോളിയം ഓഫ് ദിസ് സൊല്യൂഷൻ കണ്ടെയ്ൻ 5 മോൾ ഓഫ് NaOH. ആ സൊല്യൂഷനിൽ എത്ര വോളിയം എടുത്താലാണ് അതിൽ 5 മോൾ NaOH ഉണ്ടാവുക എന്നുള്ളതാണ്. സോ ബേസിക്കലി നമുക്ക് പറഞ്ഞേക്കുന്നത് നമ്പർ ഓഫ് മോൾസ് നമുക്കറിയാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH 5 മോൾ ആയിരിക്കണം. 5 മോൾ ആയിരിക്കണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോളിയമാണ് അല്ലേ. വോളിയം കണ്ടുപിടിക്കണം. ആ സൊല്യൂഷൻ്റെ വോളിയം എത്രയായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസും വോളിയവും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി മുള്ളാരിറ്റി ആണ് അല്ലേ. മുള്ളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മുള്ളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ എന്നാണ് അല്ലേ. വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. സോ നമുക്ക് നമ്പർ ഓഫ് മോൾസ് അറിയാം, വോളിയം കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മുള്ളാരിറ്റിയുടെയും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ മുള്ളാരിറ്റി കണ്ടുപിടിക്കാനാണ് നമുക്ക് വേറൊരു ഡേറ്റ തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഡേറ്റയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ weight percentage, a solution containing 12% sodium hydroxide by mass അല്ലെങ്കിൽ മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. മാസ് പെർസെൻറ്റേജ് തന്നിരിക്കുന്നത് 12% എന്നാണ്. മാസ് പെർസെൻറ്റേജ് അപ്പം ഞാൻ അതിനെ എക്സ് ആക്കി എടുക്കുന്നു. സോ ദാറ്റ് ഈസ് 12% എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ സൊല്യൂഷൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഇസ് 1.131 gram per ml. അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഓർമ്മ വരേണ്ട ഒരു ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷൻ്റെ വെയിറ്റ് പെർസെൻറ്റേജും ഡെൻസിറ്റിയും തന്നു കഴിഞ്ഞാൽ എങ്ങനെ മുള്ളാരിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനൊരു ഡയറക്റ്റ് ഫോർമുലയുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഫോർമുല നമുക്ക് അതപ്പം തന്നെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ആ ഫോർമുല എങ്ങനെയാണ്? മുള്ളാരിറ്റി ഈസ് ഈക്വൽ ടു 10 dx ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് അല്ലേ. സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് ആണ് അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ 10 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ നമുക്കറിയാം ഇറ്റ് ഈസ് 1.131 gram per ml ആണ്. അതേപോലെ വെയിറ്റ് പെർസെൻറ്റേജ് നമുക്ക് 12 ആണ്. ആൻഡ് മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് നമുക്കറിയാം സൊല്യൂട്ട് NaOH ആണ്. NaOHൻ്റെ മോളാർ മാസ് വരുന്നത് 40 ആണ്. സോ നമുക്ക് എത്ര വരും? ഇത് 3 അല്ലേ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 3. സോ 3.393 എന്നാണ് നമുക്കിതിൻ്റെ മുള്ളാരിറ്റി വരുന്നത് അല്ലേ. മുള്ളാരിറ്റി നമുക്ക് കിട്ടി. ഇനി നമ്മളതിൻ്റെ വോളിയം കണ്ടുപിടിച്ചാൽ മതി. സോ മുള്ളാരിറ്റി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോളിയമാണ്. സോ വോളിയം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ
molarity ആണ് അല്ലേ, നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ molarity. നമ്പർ ഓഫ് മോൾസ് നമുക്ക് തന്നിരിക്കുന്നത് 5 മോൾ ആണ്. സോ 5 ഡിവൈഡഡ് ബൈ 3.39 or 3.39 വരും ആണല്ലോ. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.47 ആയിരിക്കും. 1.47 നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും? 1.47. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻറ്റ് പറയണേ. അപ്പോൾ ഓപ്ഷൻ 3 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും എനിക്കൊന്ന് ക്ലിയർ ആണെന്ന് തോന്നുന്നു. വളരെ സിമ്പിളാണ്. നമ്മൾ ആ 2 ഫോർമുല ഓർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഒന്ന് മൊളാരിറ്റിയുടെ ഫോർമുല, വെയ്റ്റ് പെർസെൻറ്റേജും ഡെൻസിറ്റിയും തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ മൊളാരിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഫോർമുല അറിയാമെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1.47 കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഇതാണ്. In a sample of hydrogen atoms, electron transit from 5th excited state to ground state. If no lines are observed in visible region, total number of lines in the spectrum will be. Okay. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ ഒത്തിരി നമ്മൾ നന്നായിട്ടത് മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ആൻസർ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു സാമ്പിൾ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ആ ഹൈഡ്രജൻ ആറ്റംസ് ഇരിക്കുന്നത് 5th എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ് അല്ലേ. അപ്പോൾ 5th എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഈസ് ഈക്വൽ ടു ഏത് ലെവലായിരിക്കും? 5th എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n+1th ലെവലായിരിക്കും. അതായത് 5+1 6th ലെവലിലായിരിക്കും ഇലക്ട്രോൺ ഇരിക്കുന്നത്. അതാണ് 5th എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? 6 ആയിരിക്കും. അപ്പോൾ n ഈസ് ഈക്വൽ ടു 6 എന്നുള്ള ലെവലിൽ നിന്നാണ് ഹൈഡ്രജൻ ഇലക്ട്രോണുകൾ താഴത്തേക്ക് വരുന്നത്. അതായത് ഡി എക്സൈറ്റേഷൻ നടക്കുന്നത്. അപ്പം അങ്ങനെ ഡി എക്സൈറ്റേഷൻ നടക്കുന്ന ഓരോ ഇലക്ട്രോണും എന്ത് ചെയ്യും? ഫോട്ടോണിനെ എമിറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഫോട്ടോണിനെ എമിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്പെക്ട്രത്തിൽ ലൈൻസ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ 5th എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യും. അപ്പോൾ ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സ്പെക്ട്രത്തിൽ ലൈൻസും ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇഫ് നോ ലൈൻസ് ആർ ഒബ്സർവ്ഡ് ഇൻ വിസിബിൾ റീജിയൻ, വിസിബിൾ റീജിയനിൽ ലൈൻസ് ഒന്നും ഒബ്സർവ് ചെയ്യുന്നില്ല എങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് എത്രയായിരിക്കും എന്നാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞ ആൻസർ. അപ്പോൾ വിസിബിൾ റീജിയനിൽ നോ ലൈൻസ് എന്ന് പറഞ്ഞാൽ വിസിബിൾ റീജിയനിലുള്ള നമുക്കറിയാം പല തരത്തിൽ. ഇപ്പം ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റ് n ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലെവലിലേക്ക് വരുന്ന ലൈൻസിന്, അങ്ങനെ വരുന്ന ലൈൻസിന് നമ്മൾ ലൈമൻ സീരീസ് എന്ന് വിളിക്കും. പിന്നെ n ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലെവലിലേക്ക് ഉണ്ടാവുന്ന ലൈൻസ് നമ്മൾ ബാൽമർ സീരീസ് എന്ന് വിളിക്കും അല്ലേ. ലൈമൻ, ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്, ഹംഫ്രി, അങ്ങനെയാണ് നമുക്ക് സീരീസ് ഓഫ് ലൈൻസ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ ലൈൻസ് ഇൻ ദ വിസിബിൾ റീജിയൻ. അതായത് ബാൽമർ സീരീസിൽ ലൈൻസ് ഒന്നുമില്ല. അപ്പം നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. n ഈസ് ഈക്വൽ ടു 6 എന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പം എല്ലാം നമ്മൾ ബാൽമറൊക്കെ കൺസിഡർ ചെയ്തിട്ട് എത്ര ലൈൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ എനർജി ലെവൽസ് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ So this is n is equal to 1, n is equal to 2, n is equal to 3, n is equal to 4, n is equal to 5, n is equal to 6. Okay. അപ്പോൾ 6th ലെവൽ ഇപ്പോൾ n is equal to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. n is equal to 2 ആണ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. n is equal to 3 സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. n is equal to 4 തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. n is equal to 5 ഫോർത്ത് എക്സൈറ്റഡ് സ്റ്റേറ്റ്. and n is equal to 6 5th എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പം നമ്മളിത് പറഞ്ഞത് 5th എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത്. അതായത് n is equal to 6ൽ ഇലക്ട്രോൺ ഇരിക്കുന്നു. അപ്പോൾ ആ ഇലക്ട്രോൺ അതായത് ഹൈഡ്രജൻ ആറ്റംസ് ഒരു സാമ്പിൾ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ഹൈഡ്രജൻ ആറ്റംസ് അതിനകത്ത് ഉണ്ടാകും. അപ്പോൾ ആ പല ഹൈഡ്രജൻ ആറ്റംസും പല രീതിയിലായിരിക്കും n is equal to 1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് സ്പെക്ട്രൽ ലൈൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്കിപ്പോൾ ചിലപ്പം ഈ n is equal to 6ൽ ഇരിക്കുന്ന ആ ഇലക്ട്രോൺ ചിലപ്പം നേരെ n is equal to 1ലേക്ക് ഒരൊറ്റ ചാട്ടമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചാടുന്ന സമയത്ത് സ്പെക്ട്രത്തിൽ നമുക്ക് ഒരു ലൈൻ കിട്ടും, അല്ലെങ്കിൽ ഒരു ഫോട്ടോണിനെ എമിറ്റ് ചെയ്യും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്പെക്ട്രത്തിൽ ഒരു ലൈനായിരിക്കും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഇനി ചിലപ്പം അത് n is equal to 6ൽ വന്നിട്ടുണ്ടാവും. n is equal to 6ൽ വന്നിട്ട് ചിലപ്പം 5ൽ വന്നിട്ടായിരിക്കും ചിലപ്പോൾ n is equal to 1ലേക്ക് ചാടുന്നത്.
അപ്പോൾ നമുക്ക് 2 പോസിബിൾ ലൈൻസ് വരും ആണല്ലോ. ചിലപ്പം അത് n ഈസ് ഈക്വൽ ടു ഇവിടെ വന്നിട്ടായിരിക്കും, അതായത് ഇവിടെ വന്നിട്ട് പിന്നെ ചാടും. പിന്നെ ചിലപ്പോൾ ഇവിടെ വന്നിട്ടായിരിക്കും ഇവിടത്തേക്ക് ചാടുന്നത്, ചിലപ്പോൾ ഇവിടെ വന്നിട്ടായിരിക്കും ഇവിടത്തേക്ക് ചാടുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് എല്ലാ n ഈസ് ഈക്വൽ ടു 1 അവസാനം എത്തുന്നു. ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ലൈൻ കിട്ടും? 2, 4, 5 ലൈൻ കിട്ടും. ഇതിനെയാണ് ലൈമൻ സീരീസ് എന്ന് വിളിക്കാം. സോ ദിസ് ഇസ് ലൈമൻ സീരീസ്. ഇനി ചിലപ്പം ഇപ്പം ഇങ്ങനൊരു ട്രാൻസിഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആ ട്രാൻസിഷൻ നടക്കണമെങ്കിൽ ആദ്യം ഇലക്ട്രോൺ n ഈസ് ഈക്വൽ ടു 6 എവിടെ എത്തണം? n ഈസ് ഈക്വൽ ടു 2 എത്തണം അല്ലേ? n ഈസ് ഈക്വൽ ടു 2 എത്തിയിട്ടായിരിക്കും 2 പിന്നെ 1 വരുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ കുറേ സീരീസ് ഓഫ് ലൈൻസ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഇങ്ങനെ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബാൽമർ സീരീസ് എന്ന് വിളിക്കുക. സോ ദിസ് ഇസ് ബാൽമർ സീരീസ്. ഇനിയുള്ള സീരീസ് ഓഫ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം n ഈസ് ഈക്വൽ ടു 3 എത്തുന്ന കുറച്ച് സീരീസ് ഓഫ് ലൈൻസ് ഇങ്ങനെ. ദിസ് ഇസ് പാഷൻ സീരീസ്, ലൈമൻ, ബാൽമർ, പാഷൻ സീരീസ്. ഓക്കെ. അതേപോലെ n ഈസ് ഈക്വൽ ടു 4 എത്തുന്ന കുറച്ച് ട്രാൻസിഷൻസ് ഉണ്ട്. ലൈമൻ, ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ് എന്ന് അല്ലേ? ബ്രാക്കറ്റ്, പിന്നെ ഇതും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലൈൻസ്. അപ്പോൾ ടോട്ടൽ നമ്മൾ ബാൽമർ സീരീസ് ഒക്കെ അല്ലെങ്കിൽ വിസിബിൾ റീജിയനിലുള്ള ലൈൻസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ടോട്ടൽ എത്ര ലൈൻസ് കിട്ടണം? 2, 4, 1, 5, 4, 9, 3, 12, 2, 14, 15 ലൈൻസ് കിട്ടണം. പക്ഷേ നമ്മളത് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വിസിബിൾ റീജിയനിൽ ലൈൻസ് ഒന്നും ഒബ്സർവ് ചെയ്യുന്നില്ല എന്നാണ്. വിസിബിൾ റീജിയനിൽ ലൈൻസ് ഒബ്സർവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സീരീസ് ഇല്ല? ബാൽമർ സീരീസ് ഇല്ല. അപ്പോൾ ഈ ലൈൻസ് ഒന്നും ഇല്ല, ഈ ലൈൻസ് ഇല്ല, ഈ ലൈൻസ് ഒന്നും സ്പെക്ട്രത്തിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈൻ നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യം ഇലക്ട്രോൺ എവിടെ എത്തണം? n ഈസ് ഈക്വൽ ടു 2 എത്തണം അല്ലേ? n ഈസ് ഈക്വൽ ടു 2 എത്തിയിട്ടാണ് ഈ ഇലക്ട്രോൺ ഇവിടത്തേക്ക് ചാടുന്നത്. അപ്പം നമ്മളിത് പറഞ്ഞിട്ടുണ്ട് ബാൽമർ സീരീസിൽ അല്ലെങ്കിൽ വിസിബിൾ റീജിയനിൽ ലൈൻസ് ഒന്നും ഇല്ല എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇലക്ട്രോൺ ഒരിക്കലും ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുന്നില്ല എങ്കിൽ നമുക്ക് ഈ ലൈനും ആ സ്പെക്ട്രത്തിൽ ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ? ഈ ലൈനും സ്പെക്ട്രത്തിൽ ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ ഇനി നമുക്ക് ടോട്ടൽ ലൈൻസ് എണ്ണി നോക്കാം. എത്രയാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ? 10 ലൈൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് 10 എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് അല്ലേ? നമുക്ക് 4, 3, 7, 2, 9, 10 ലൈൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ 4 ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ രീതിയിൽ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ജസ്റ്റ് ഫോർമുല ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോജിക്. ഓക്കെ. അപ്പോൾ നമുക്ക് അതിന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ആൻസർ ആരും തരുന്നില്ല, നിങ്ങൾ ട്രൈ ചെയ്യണേ. അടുത്ത ക്വസ്റ്റ്യൻ. എ സാമ്പിൾ ഓഫ് അമോണിയം ഫോസ്ഫേറ്റ് NH4 thrice PO4 contains 3.18 mole of hydrogen atoms. The number of moles of oxygen atoms in the sample is. Okay. So നമ്മളൊരു സാമ്പിൾ ഓഫ് അമോണിയം ഫോസ്ഫേറ്റ് ഉണ്ട്. ആ അമോണിയം ഫോസ്ഫേറ്റിൽ 3.18 മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സാമ്പിളിൽ എത്ര മോൾ ഓക്സിജൻ ആറ്റംസ് ഉണ്ടെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് അല്ലെ? NH4 thrice PO4 അമോണിയം ഫോസ്ഫേറ്റിൻ്റെ ഫോർമുലയാണ്. അപ്പോൾ ഈ അമോണിയം ഫോസ്ഫേറ്റ് ഒരു മോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ 3 മോൾസ് ഓഫ് നൈട്രജൻ ആറ്റവും 12 മോൾസ് ഓഫ് ഹൈഡ്രജൻ ആറ്റവും 1 മോൾ ഫോസ്ഫറസ് ആറ്റവും 4 മോൾസ് ഓക്സിജൻ ആറ്റവും നമുക്ക് ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളിത് പറഞ്ഞേക്കണത് 3.18 മോൾ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കണത് അല്ലേ? അപ്പോൾ ഈ ഫോർമുല പ്രകാരം നമുക്കറിയാം ഒരു മോൾ എടുത്തു കഴിഞ്ഞാൽ 12 മോൾ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും അല്ലേ? സോ ഫോർ 12 മോൾ ഹൈഡ്രജൻ ആറ്റം 4 × 3 അല്ലേ? സോ ഫോർ 12 മോൾ ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ 12 മോൾ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1 മോൾ അമോണിയം ഫോസ്ഫേറ്റ് ആണ് അല്ലേ? 1 മോൾ അമോണിയം ഫോസ്ഫേറ്റ്. 12 മോൾ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. നമ്മളെ സാമ്പിളിൽ എത്ര മോൾ ഹൈഡ്രജൻ ആറ്റമാണ് ഉള്ളത്? 3.18 മോൾ ഹൈഡ്രജൻ ആറ്റമാണ് നമ്മുടെ സാമ്പിളിൽ ഉള്ളത് അല്ലേ? അപ്പോൾ therefore for 3.18 മോൾ
ഹൈഡ്രജൻ ആറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോൾ അമോണിയം ഫോസ്ഫേറ്റ് ആയിരിക്കും? നമ്മൾ യൂണിറ്ററി മെത്തേഡ് ഉപയോഗിക്കുക അല്ലേ? എത്രയായിരിക്കും? 1/12 ഇൻറ്റു 3.18 മോൾ അമോണിയം ഫോസ്ഫേറ്റ് ആയിരിക്കും. ഓക്കെ, സോ 3.18 മോൾ ഹൈഡ്രജൻ ആറ്റം ഉള്ളൊരു സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.18/12 മോൾ അമോണിയം ഫോസ്ഫേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മളുടെ എമൗണ്ട് ഓഫ് അമോണിയം ഫോസ്ഫേറ്റ് നമുക്ക് കിട്ടി. എത്രയാണ്? 3.18 ഡിവൈഡഡ് ബൈ 12 ആണ്. നമ്മൾക്ക് ചോദിച്ചേക്കുന്നത് ആ സാമ്പിളിൽ എത്ര മോൾ ഓക്സിജൻ ആറ്റം ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മളെ മോളിക്യൂളിൻ്റെ ഫോർമുല പ്രകാരം 1 മോൾ അമോണിയം സൾഫേറ്റിൽ എത്ര മോൾ ഓക്സിജൻ ആറ്റം ഉണ്ടാവും? 4 മോൾ ഓക്സിജൻ ആറ്റം ഉണ്ടാവും അല്ലേ? അക്കോർഡിംഗ് ടു ഫോർമുല 1 മോൾ അമോണിയം ഫോസ്ഫേറ്റ് NH4 thrice PO4 contain 4 mole hydrogen atom, sorry 4 mole oxygen atoms. ഓക്കെ ആണല്ലോ. Therefore ഇനി നമ്മുടെ അടുത്ത് എത്രയാണ്? നമ്മുടെ അടുത്തുള്ള സാമ്പിളിൻ്റെ എമൗണ്ട് എത്രയാണ്? 3.18/12 ആണല്ലോ. സോ therefore 3.18 ഡിവൈഡഡ് ബൈ 12 മോൾ അമോണിയം ഫോസ്ഫേറ്റ് contain. ഓക്കെ, അപ്പോൾ 1 മോളിൽ 4 മോൾ ഓക്സിജൻ ആറ്റം ആണെങ്കിൽ ഇത്രയും മോളിൽ എത്ര ഉണ്ടാവും? സോ 4 ഇൻറ്റു 3.18 ഡിവൈഡഡ് ബൈ 12 മോൾ ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവും. അപ്പം അത് എത്രയായിരിക്കും? 3 എന്ന് വരും. സോ 1.06 എന്ന് വരും. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആയിരിക്കും, 1.06. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് കെമിക്കൽ ബോണ്ടിങ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റ് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. BF3 plus F minus gives BF4 minus. BF3 plus F minus gives BF4 minus. Following statements are given about the above reaction. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് BF ബോണ്ട് ലെങ്ത് ഇൻക്രീസസ് ഡ്യൂറിങ് ദ കൺവേർഷൻ. അതായത് ഈ ഒരു കൺവേർഷൻ നടക്കുമ്പോൾ BF ബോറോൺ ഫ്ലൂറിൻ ബോണ്ട് ലെങ്ത് ഇൻക്രീസസ് എന്ന് പറയുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കോർഡിനേറ്റ് ബോണ്ട് ഇസ് ഫോംഡ്, സ്ട്രെങ്ത് ഓഫ് ബാക്ക് ബോണ്ട് ഇൻക്രീസസ്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ബോറോൺ റിമെയിൻസ് സെയിം, ബോണ്ട് ഓർഡർ റിമെയിൻസ് സെയിം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഒന്ന് അനലൈസ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ചേഞ്ച് ഇതാണ് BF3 എന്ന് പറയുന്ന മോളിക്യൂൾ F മൈനസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് BF4 മൈനസ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ കൺവേർഷൻ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ BF3 നമുക്കറിയാം ഒരു പ്ലെനാർ മോളിക്യൂളാണ്. ബോറോണിന് 3 ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ബോറോണിൻ്റെ വാലൻസ് ഷെല്ലിൽ ആകെ 3 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. ആ 3 ഇലക്ട്രോൺസ് വെച്ചിട്ട് 3 ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആയിരിക്കും. ഓക്കെ, sp2 ആണ്. ആൻഡ് ബോറോൺ BF3 ഈസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്. അപ്പോൾ ആ BF3യുമായിട്ട് F മൈനസ് ഒരു ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ നമുക്കറിയാം അതൊരു കോർഡിനേറ്റ് ബോണ്ട് ആയിരിക്കും. ആ കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇലക്ട്രോണും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഫ്ലൂറൈഡ് അയോൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് BF4 മൈനസ് ആയി. ബോറോൺ ഈസ് ഫോമിങ് 4 ബോണ്ട്സ് അല്ലേ? അപ്പോൾ ബോറോൺ 4 ബോണ്ട് ഫോം ചെയ്യുമ്പം ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp3 ആയിട്ട് മാറും. ഓക്കെ, sp2 sp3 ആയിട്ട് മാറും. പിന്നെ അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞേക്കുന്നത് BF ബോണ്ട് ലെങ്ത് ഇൻക്രീസസ് ഡ്യൂറിങ് ദ കൺവേർഷൻ എന്നാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൺവേർഷനിൽ ബോറോണിൻ്റെ ഹൈബ്രിഡൈസേഷനിൽ ചേഞ്ച് ഉണ്ട് അല്ലേ? sp2ൽ നിന്ന് sp3 ആവണം അല്ലേ? അതായത് P ക്യാരക്ടർ കൂടുന്നു. sp2 sp3 ആകുമ്പോൾ P ക്യാരക്ടർ കൂടും. P ക്യാരക്ടർ കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് എന്താവും? കുറച്ചുകൂടെ ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റലാണ് അല്ലേ? P ഓർബിറ്റൽ. അപ്പോൾ അതിൽ P ഓർബിറ്റലിൻ്റെ ക്യാരക്ടർ കൂടുന്നതിനനുസരിച്ചിട്ട് ബോണ്ട് ലെങ്ത് വിൽ ഇൻക്രീസ് അല്ലേ? സോ ബോണ്ട് ലെങ്ത് ഇൻക്രീസസ്. So sp2 sp3 ആകുമ്പോൾ ബോണ്ട് ലെങ്ത് കൂടും. സോ BF ബോണ്ട് ലെങ്ത് ഇൻക്രീസസ് ഡ്യൂറിങ് ദ കൺവേർഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്. കാരണം sp2 sp3 ആയിട്ട് മാറുന്നതുകൊണ്ട്.
അടുത്തത് കോർഡിനേറ്റ് ബോണ്ട് ഇസ് ഫോംഡ്. BF3 ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ മോളിക്യൂൾ ആണ്. ഇനി ഒരു നാലാമതൊരു ബോണ്ട് ബോറോണിന് ഫോം ചെയ്യണമെങ്കിൽ ബോറോണിൻ്റെ കയ്യിൽ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ആ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള 2 ഇലക്ട്രോണും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് F- ആയിരിക്കും. അപ്പോൾ നാലാമതുണ്ടാകുന്ന ബോണ്ട് ഒരു കോർഡിനേറ്റ് ബോണ്ട് ആയിരിക്കും. സോ കോർഡിനേറ്റ് ബോണ്ട് ഇസ് ഫോംഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ഇനി സ്ട്രെങ്ത് ഓഫ് ബാക്ക് ബോണ്ട് ഇൻക്രീസസ്. നമുക്കറിയാം BF3 എന്ന് പറയുന്ന മോളിക്യൂളിൽ ബോറോണിൻ്റെ മുകളിൽ ബോറോൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പോൾ ആ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ബോറോണിൽ ദർ വിൽ ബി എ വേക്കൻറ്റ് p ഓർബിറ്റൽ. ആ വേക്കൻറ്റ് p ഓർബിറ്റലിലേക്ക് ഫ്ലൂറിൻ ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നത് വഴി അതിൽ ബാക്ക് ഡൊണേഷൻ എന്ന് പറയും. അത് നമ്മൾ ബാക്ക് ബോണ്ടിങ് എന്ന് വിളിക്കും. അപ്പോൾ ഇതിൽ ബാക്ക് ബോണ്ടിങ് ഉണ്ടാവും. ബാക്ക് ബോണ്ടിങ് ഈസ് പ്രസൻറ്റ് അല്ലെങ്കിൽ ബാക്ക് ബോണ്ട് ഈസ് പ്രസൻറ്റ്. പക്ഷേ വൺസ് BF4- ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വേക്കൻറ്റ് p ഓർബിറ്റലിലേക്ക് ഫ്ലൂറിൻ ഇലക്ട്രോണിനെ ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേക്കൻറ്റ് p ഓർബിറ്റൽ ഉണ്ടാവില്ല അതിനകത്ത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ബാക്ക് ബോണ്ട് ഫോം ചെയ്യാനും പറ്റത്തില്ല. സോ ഇതിൽ നോ ബാക്ക് ബോണ്ട്, നോ ബാക്ക് ബോണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ചേഞ്ച് നടക്കുന്ന സമയത്ത് ബാക്ക് ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരും. ഓക്കെ, സോ സ്ട്രെങ്ത് ഓഫ് ബാക്ക് ബോണ്ട് ഇൻക്രീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻകറക്റ്റ്. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് ബാക്ക് ബോണ്ട് കുറയുവാണ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ബോറോൺ റിമെയിൻസ് സെയിം. ഓക്കെ, ഓപ്ഷൻ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കാം. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ബോറോൺ റിമെയിൻസ് സെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇലക്ട്രോ നെഗറ്റിവിറ്റി നമുക്കറിയാം sp2 sp3 ആയിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ എസ് ക്യാരക്ടർ കൂടുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ sp ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. പിന്നെ sp2, പിന്നെ sp3. അപ്പോൾ നമുക്കറിയാം ഇവിടെ sp2-ൽ നിന്ന് sp3 ആവുന്ന സമയത്ത് ഒബിയസ്ലി ഇലക്ട്രോ നെഗറ്റിവിറ്റി വിൽ ചേഞ്ച്. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ബോറോൺ റിമെയിൻസ് സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻകറക്റ്റ്. ഇനി അടുത്തത് ബോണ്ട് ഓർഡർ റിമെയിൻസ് സെയിം. ഇവിടെ നമ്മളൊക്കറിയാം BF3-ൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ബാക്ക് ബോണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്ക് ബോണ്ട് ഉണ്ടെങ്കിൽ ബോണ്ട് ഓർഡർ BF3-ലെ ബോണ്ട് ഓർഡർ വരുന്നത് ഇറ്റ് ഇസ് 1.33 ആണ്. ബിക്കോസ് ഓഫ് ദാറ്റ് back bonding, it is not a pure single bond, it has some partial double bond character also. So bond order 1.33 ആണ്. പക്ഷേ നമ്മളിവിടെ പറഞ്ഞു BF4- ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ബാക്ക് ബോണ്ടിങ് ഇല്ല, എല്ലാ ബോണ്ടും പ്യുവർ ആയിട്ടുള്ള സിംഗിൾ ബോണ്ടുകൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോണ്ട് ഓർഡർ 1 ആയിരിക്കും. സോ ബോണ്ട് ഓർഡർ ഇസ് 1. സോ ബോണ്ട് ഓർഡർ റിമെയിൻസ് ചെയ്യുന്ന പറയുന്ന ഓപ്ഷൻ അഗെയിൻ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇൻകറക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞാൽ ഓൾ ആർ കറക്റ്റ് എക്സെപ്റ്റ് 1 and 2. അത് തെറ്റാണ്. ആക്ച്വലി 1ഉം 2ഉം മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നതും അതാണ്, ഓൺലി 1 and 2 ആർ കറക്റ്റ്. സോ ഓൺലി 1 and 2 ആർ കറക്റ്റ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ ആയിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ. പിന്നെ പറഞ്ഞാൽ ഓൺലി 2 ഈസ് കറക്റ്റ്, ദാറ്റ് ഈസ് അത് തെറ്റാണ്, കാരണം 1 ഈസ് ഓൾസോ കറക്റ്റ് ആണ്. പിന്നെ നാലാമത് ഓൺലി 2, 4 and 5 ആർ കറക്റ്റ്, ദാറ്റ് ഈസ് ഓൾസോ ഇൻകറക്റ്റ്. സോ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓപ്ഷൻ 2 എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഗുഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പോളറൈസിബിലിറ്റി ഓഫ് ഹാലൈഡ് അയോൺസ് ഇൻക്രീസസ് ഇൻ ദ ഓർഡർ. അപ്പം ഇത് ബേസിക്കലി നമ്മുടെ ഫജാൻസ് റൂളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കെമിക്കൽ ബോണ്ടിങ്ങിൽ വരുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ എന്താണ് പോളറൈസേഷൻ എന്നാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു കാറ്റയോണും ആനയോണും വെൻ ദേ അപ്രോച്ച് ഈച്ച് അതർ, എന്നിട്ട് ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് ദേ വിൽ ടച്ച് ഈച്ച് അതർ, അല്ലെ, കാറ്റയോൺ ആൻഡ് ആനയോൺ വിൽ ടച്ച് ഈച്ച് അതർ. അങ്ങനെയാണ് ലാറ്റിസ് ഉണ്ടാകുന്നതും അയണിക് കോമ്പൗണ്ട് ഉണ്ടാകുന്നതും. അപ്പോൾ നമുക്കറിയാം ഒരു കാറ്റയോണിനെ സംബന്ധിച്ച് കാറ്റയോണിൻ്റെ സൈസ് കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കും. ആനയോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുതലായിരിക്കും, അപ്പോൾ കാറ്റയോണിൻ്റെ സൈസ് കുറവായിരിക്കും. അതേസമയം ആനയോൺ വലുതായിരിക്കും. സോ ദിസ് ഈസ് ആനയോൺ. ഓക്കെ, അപ്പോൾ ഒരു കാറ്റയോണും ആനയോണും വെൻ ദേ അപ്രോച്ച് ഈച്ച് അതർ, ഈ കാറ്റയോണും ആനയോണും ഇങ്ങനെ അടുത്ത് വന്ന് ഒരു അയണിക് ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ദേ ഹാവ് ടു ടച്ച് ഈച്ച് അതർ, അല്ലേ. ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഈ ഇലക്ട്രോൺ ഡെൻസിറ്റി അതല്ലെങ്കിൽ ആനയോണിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റയോണിൻ്റെ ന്യൂക്ലിയസുമായിട്ട് കുറച്ചുകൂടെ ക്ലോസ് ആയിരിക്കും, ബിക്കോസ് ഓഫ് ദ ലാർജ് സൈസ് ഓഫ് ദ ആനയോൺ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ കാറ്റയോണിൻ്റെ ന്യൂക്ലിയസ് എന്ത് ചെയ്യും, ഈ ആനയോണിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റിനെ അതിൻ്റെ അടുത്തേക്ക് വലിക്കും. അപ്പോൾ അങ്ങനെ വലിക്കുന്ന സമയത്ത് ഇനീഷ്യലി
സിമെട്രിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ഡെൻസിറ്റി ആയിരിക്കും ആനയോണിന് ഉണ്ടാവുക. പക്ഷേ ഈ രീതിയിൽ കാറ്റയോണുമായിട്ട് അപ്രോച്ച് ചെയ്ത് വെൻ ദേ ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ, ഈ കാറ്റയോൺ ഈ ആനയോണിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റിനെ അതിൻ്റെ അടുത്തേക്ക് വലിക്കും. അപ്പം അങ്ങനെ വലിക്കുന്ന സമയത്ത് അതൊരു ഡിസ്റ്റോഷൻ സംഭവിക്കും. ആനയോൺ വിൽ ഗെറ്റ് ഡിസ്റ്റോർട്ടഡ്. അപ്പോൾ നമുക്ക് നമുക്കൊരു റെപ്രസെൻറ്റേഷൻ ആയിട്ട് ഇങ്ങനെ കാണിക്കാം. ദിസ് ആനയോൺ വിൽ ഗെറ്റ് ഡിസ്റ്റോർട്ടഡ്. അപ്പോൾ അങ്ങനെ ഡിസ്റ്റോഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ പോളറൈസേഷൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇങ്ങോട്ട് വലിക്കുന്ന സമയത്ത് ഈ വലിക്കപ്പെടുന്ന ഭാഗത്ത് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുകയും അതിൻ്റെ the other side become partially positively charged. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഓപ്പോസിറ്റ് ചാർജ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതും പോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. പോളറൈസേഷൻ. അപ്പോൾ ഈ പോളറൈസേഷൻ നടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഡെൻസിറ്റി ആര് ഷെയർ ചെയ്യുന്നത്? കാറ്റയോണുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് ഒരു അയോണിക് ബോണ്ട് ഫോം ചെയ്യുമ്പം ഏത് ക്യാരക്ടറും കൂടെ വരുന്നത്? കോവലന്റ് ക്യാരക്ടറും കൂടെ വരുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഈ ആനയോണിനായിരിക്കും പോളറൈസേഷൻ നടക്കുക. എന്തുകൊണ്ട് ആനയോൺ പോളറൈസ്ഡ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനയോൺ കാറ്റയോണിനേക്കാൾ വലുതായതുകൊണ്ടാണ് ആനയോണിന് പോളറൈസേഷൻ നടക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിത് ചോദിച്ച ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളറൈസബിലിറ്റി ഓഫ് ഹാലൈഡ്. ഈ എത്രത്തോളം പോളറൈസേഷൻ നടക്കുന്നോ അതിനെയാണ് പോളറൈസബിലിറ്റി ഓഫ് ആനയോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എക്സ്റ്റെൻഡ് ഓഫ് പോളറൈസേഷൻ, അതിനാണ് പോളറൈസബിലിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയോണിൻ്റെ സൈസാണ്. ആനയോൺ നമുക്കറിയാം, ആനയോൺ ഓൾറെഡി വലുതായതുകൊണ്ടാണ് ആനയോണിന് പോളറൈസേഷൻ നടക്കുന്നത്. അപ്പോൾ എത്രത്തോളം ആനയോൺ വലുതാണോ അത്രത്തോളം ആയിരിക്കും അതിന് നടക്കുന്ന, അത്രത്തോളം കൂടുതലായിരിക്കും അതിന് നടക്കുന്ന എക്സ്റ്റെൻഡ് ഓഫ് പോളറൈസേഷൻ അല്ലെങ്കിൽ പോളറൈസബിലിറ്റി എന്ന് പറയുന്നത്. സോ വെൻ സൈസ് ഓഫ് ദ ആനയോൺ ഇൻക്രീസസ് പോളറൈസബിലിറ്റി ഇൻക്രീസസ്. ഇതാണ് ഒരു കാര്യം. അപ്പോൾ നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്നത് ഹാലൈഡ്സ് ആണ്. ഹാലൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F- Cl- Br- I-. അതിൽ നമ്മൾ ചോദിച്ചേക്കുന്നത് ഇൻക്രീസസ് ഇൻ ദ ഓർഡർ എന്നാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പോളറൈസേഷൻ നടക്കുന്നത് ഏറ്റവും വലിയ I-നായിരിക്കും. സോ I-നാണ് ഏറ്റവും കൂടുതൽ എക്സ്റ്റെൻഡ് ഓഫ് പോളറൈസേഷൻ, പോളറൈസബിലിറ്റി കൂടുതൽ. അതേപോലെ ഏറ്റവും കുറവ് F-നായിരിക്കും. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 4. കറക്റ്റാണ്, നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റാണ്. ഓപ്ഷൻ 4 ആണ് ഇതിൻ്റെ ആൻസർ. സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് പോളറൈസബിലിറ്റി ഓഫ് ആനയോൺ വിൽ ഇൻക്രീസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ തെർമോഡൈനാമിക്സ് എന്നാണ്. A gas is allowed to expand from a volume of 1 liter to 10.1 liter against an external pressure of 0.5 atm. If the gas absorbs 250 joule of heat from the surroundings, what are the values of Q, W and delta E? So this is based on first law of thermodynamics in the mathematical statement പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷനും. അതാണ് ഇതിൻ്റെ ഒരു ലോജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് പറഞ്ഞേക്കുന്നത് എ ഗ്യാസ് ഈസ് അലൗഡ് ടു എക്സ്പാൻഡ് ഫ്രം എ വോളിയം. അപ്പോൾ ഇനീഷ്യൽ വോളിയം തന്നിട്ടുണ്ട് V1 = 1 ലിറ്റർ. പിന്നെ ഫൈനൽ വോളിയം എവിടത്തേക്കാണ് എക്സ്പാൻഡ് ചെയ്തിട്ട് എത്ര വോളിയത്തിലേക്ക് പോകുന്നു? 10.1 ലിറ്റർ വരെ എക്സ്പാൻഡ് ചെയ്യുന്നു. എഗെയിൻസ്റ്റ് എ കോൺസ്റ്റൻറ്റ് എക്സ്റ്റേണൽ പ്രഷർ. അപ്പോൾ P എക്സ്റ്റേണൽ തന്നിട്ടുണ്ട് which is equal to 0.5 atm. ഇതാണ് ഇതിൻ്റെ എക്സ്റ്റേണൽ പ്രഷർ. If the gas absorbs 250 joule of heat, അപ്പോൾ ഒരു ഗ്യാസ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന സമയം, ഗ്യാസ് ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ നമുക്കറിയാം ക്യൂവിൻ്റെ സൈൻ പോസിറ്റീവ് ആണ്. സോ Q = +250 ജൂൾ. ഇത്രയും ഹീറ്റ് സറൗണ്ടിങ്ങിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ടാണത് വർക്ക് ചെയ്യുന്നത്. വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് Q, W ആൻഡ് അപ്പോൾ ഒരു ആൻസർ കിട്ടി അല്ലേ? Q കിട്ടി. Q = +250 ജൂൾ എന്ന് കിട്ടി. ഇനി നമുക്ക് W കണ്ടുപിടിക്കണം. അപ്പോൾ W കണ്ടുപിടിക്കുക. W രണ്ട് രീതിയിലുണ്ട്. ഒന്ന് റിവേഴ്സിബിൾ വർക്കും ഉണ്ട്, ഒന്ന് ഇറിവേഴ്സിബിൾ വർക്കും ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മളത് പറഞ്ഞേക്കുന്നത് വർക്ക് ഈസ് ഡൺ എഗെയിൻസ്റ്റ് എൻ എക്സ്റ്റേണൽ പ്രഷർ. കോൺസ്റ്റൻറ്റ് എക്സ്റ്റേണൽ പ്രഷറാണ് പറഞ്ഞേക്കുന്നത്. 0.5 atm എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? വർക്ക് ഈസ് ഈക്വൽ ടു -P external into delta V. ഓക്കെ, സോ -P external into delta V. ഇതാണ് വർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ എക്സ്റ്റേണൽ പ്രഷർ തന്നിരിക്കുന്നത് 0.5 atm ആണ്. ഇനി ഡെൽറ്റ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V2 - V ആണ് അല്ലേ? V2 is 10.1 - 1 ലിറ്റർ.
അതായത് -0.5 ഇൻറ്റു 10.1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 9.1 ലിറ്റർ ATM. ഓക്കെ, ലിറ്ററും ATMുമാണ് നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റ്. നമുക്ക് പക്ഷേ കണ്ടുപിടിക്കേണ്ടത് ജൂൾസിലാണ്. നോക്കിയാൽ നമ്മുടെ ഓപ്ഷനിലൊക്കെ ജൂൾസിലാണ് ഉള്ളത്. അപ്പം നമ്മൾ ഈ ലിറ്റർ ATMന് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർഷൻ ഫാക്ടർ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. 1 ലിറ്റർ ATM ഈസ് ഈക്വൽ ടു 101 ജൂൾ എന്നാണ്. അപ്പം നമുക്കതും കൂടെ കൊടുക്കും. സോ -0.5 ഇൻറ്റു 9.1 ഇൻറ്റു 101 ജൂൾ എന്ന് വരും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -460 ജൂൾസ് എന്ന് വരും. ഓക്കെ, സോ നമുക്ക് അടുത്ത ആൻസറും കിട്ടി. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു -460 ജൂൾസ്. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ ആയി, Q ആയി. ഇനി നമുക്ക് കണ്ടുപിടിക്കാം ഡെൽറ്റ ഇ അല്ലെങ്കിൽ ഡെൽറ്റ യു. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ്. നമുക്കറിയാം ഡെൽറ്റ ഇ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു Q പ്ലസ് W എന്നാണ്. അപ്പോൾ അതിൽ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹീറ്റ് ഇസ് അബ്സോർബ്ഡ് ബൈ ദ ഗ്യാസ് ആണ്. സോ പ്ലസ് 250 ജൂൾസ്. പിന്നെ വർക്ക് ഡൺ ഇസ് -460. ഓക്കെ, എത്ര വരും? -210 അല്ലേ, -210 ജൂൾസ് വരും. ഓക്കെ, സോ ഇതിൻ്റെ ഡെൽറ്റ ഇ വരുന്നത് കറക്റ്റാണ്. പറഞ്ഞ ആൻസർ ഓപ്ഷൻ 1 ആണ് ഇതിൽ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഡെൽറ്റ ഇ ഈസ് -210 joules. Okay, so Q is 250 joule plus 250 joule and W is -460 joule and delta E is -210 joule. So the correct answer is option 1. Okay, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഇത് നമ്മുടെ ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നന്നായിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇക്വിലിബ്രിയം ഒക്കെയാണ് ഇച്ചിരി നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നമുക്ക് ചെയ്യാൻ ഇച്ചിരി പാട് തോന്നുന്ന കുറച്ച് ചാപ്റ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇക്വിലിബ്രിയം തെർമോഡൈനാമിക്സും ആണ്. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ നിന്നുള്ളൊരു ക്വസ്റ്റൻ ആണിത്. Ka for HCN is 5 into 10 raised to -10 at 25 degrees Celsius. For maintaining a constant pH of 9, the volume in ml of 5 molar KCN solution required to be added to 10 ml of 2 molar HCN solution. So നമ്മളൊരു HCN സൊല്യൂഷനിലേക്ക് നമ്മൾ KCN സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. സോ ദാറ്റ് യു ഹാവ് ടു മെയിൻറ്റെയിൻ എ pH ഓഫ് 9 ആണല്ലോ. അപ്പോൾ ഫോർ മെയിൻറ്റെയിനിങ് എ കോൺസ്റ്റൻറ്റ് pH ഓഫ് 9, കോൺസ്റ്റൻറ്റ് pH ഓഫ് 9 എന്ന് പറഞ്ഞാൽ pH ചേഞ്ച് ചെയ്യാൻ പാടില്ലാത്തൊരു സൊല്യൂഷൻ. pH ചേഞ്ച് ചെയ്യാൻ പാടില്ലാത്തൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൊല്യൂഷനെ എന്ത് സൊല്യൂഷൻ എന്ന് വിളിക്കും? ബഫർ സൊല്യൂഷൻ എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കേണ്ടത് ഒരു ബഫർ സൊല്യൂഷനാണ് വിത്ത് pH ഓഫ് 9. pH 9 ഉള്ള ഒരു ബഫർ സൊല്യൂഷൻ ഉണ്ടാക്കണം. നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന ആരൊക്കെയാണ്? അപ്പോൾ നമുക്കറിയാം ബഫർ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് അസിഡിക് ബഫറും ബേസിക് ബഫറും ആണ്. അപ്പോൾ അസിഡിക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്ക് ആസിഡും ആ വീക്ക് ആസിഡിന് സോൾട്ട് വിത്ത് സ്ട്രോങ് ബേസും ആയിരിക്കണം. ഇനി ബേസിക് ബഫർ ആണെങ്കിലോ ഒരു വീക്ക് ബേസ് ഉണ്ടായിരിക്കണം, പിന്നെ ആ വീക്ക് ബേസിൻ്റെ സോൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡും കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ മിക്സ് ചെയ്യുന്ന കമ്പോണൻസ് ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് HCN ആണ് അല്ലേ. HCN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCN ഈസ് എ വീക്ക് ആസിഡ് അല്ലേ. HCN ഈസ് എ വീക്ക് ആസിഡ് പ്ലസ് പിന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KCN ആണ് അല്ലേ. KCN എന്ന് പറഞ്ഞാൽ ആരാണ്? KCN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCNൻ്റെ ഒരു സോൾട്ടാണ് അല്ലേ. ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടാകുന്ന സോൾട്ട്? ഒരു സ്ട്രോങ് ബേസ് ആയിട്ടുള്ള പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു സോൾട്ടാണ് KCN. അത് സോൾട്ടാണ്. അപ്പോൾ ദിസ് ഫോം ആൻ അസിഡിക് ബഫർ. ഇത് അസിഡിക് ബഫറാണ്, അസിഡിക് ബഫർ. ഓക്കെ, അപ്പോൾ ഈ അസിഡിക് ബഫറിന് നമുക്കറിയാം അസിഡിക് ബഫറിൻ്റെ pHൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? pH is equal to pKa plus log concentration of salt divided by concentration of acid. അപ്പോൾ ഇതാണ് pH ഓഫ് അസിഡിക് ബഫറിൻ്റെ ഇക്വേഷൻ. pKa plus log concentration of salt by acid. ഇനി നമുക്കിതിൽ നമുക്കറിയാം pH നമുക്ക് എത്രയാണ് pH മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? pH മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 9 എന്ന് പറയുന്ന pH ആണ്. സോ pH 9 വേണം. pH is equal to 9. ഇനി pKa വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? Ka തന്നിട്ടുണ്ട് അല്ലേ. Ka is equal to 5 into 10 raised to -10 ആണല്ലോ.
അപ്പം അങ്ങനെയാണെങ്കിൽ പി കെ എന്തായിരിക്കും? പി കെ ഈസ് ഈക്വൽ ടു 10 മൈനസ് ലോഗ് 5 എന്ന് വരും. ആൻഡ് ലോഗ് 5 വാസ് 0.7. സോ 10 മൈനസ് 0.7 വിച്ച് ഈസ് ഈക്വൽ ടു 9.3. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ട വോളിയം ഓഫ് കെ സി എന്നിൻ്റെ വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കോൺസെൻട്രേഷൻ 5 മോളാർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വോളിയം ഓഫ് കെ സി എൻ നമ്മൾ എത്രയായിട്ട് എടുക്കുന്നു? സേ എക്സ് എം എൽ ആയിട്ടാണ്. ഇൻ എം എല്ലിനെ എക്സ് എം എൽ. വോളിയം ഓഫ് കെ സി എൻ ഇസ് ഈക്വൽ ടു എക്സ് എം എൽ. മൊളാരിറ്റി ഓഫ് കെ സി എൻ. മൊളാരിറ്റി ഓഫ് കെ സി എൻ എത്രയാണ്? 5 മോളാർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 5 മോളാർ. നമ്മൾ 2 സൊല്യൂഷൻസ് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളെപ്പോഴും കോൺസെൻട്രേഷൻ കാലം നമ്പർ ഓഫ് മോൾസിൽ ഡീൽ ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് കെ സി എൻ എത്രയായിരിക്കും? സോൾട്ട് നമ്പർ ഓഫ് മോൾസ് ഓഫ് കെ സി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾട്ട് എത്രയായിരിക്കും? നമുക്ക് വോളിയം എക്സ് എം എൽ ആണ്, മൊളാരിറ്റി 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മൊളാരിറ്റി ഇൻറ്റു വോളിയം ചെയ്താൽ അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? 5x എഴുതും. എം എൽ ആയതുകൊണ്ട് നമുക്ക് മില്ലി മോൾ എന്ന് എഴുതാം. 5x മില്ലി മോൾ. ഇനി നമ്മൾ അത് ഏതിലേക്കാണ് ആഡ് ചെയ്യുന്നത്? 10 ml ഓഫ് HCN സൊല്യൂഷൻ ആണ്. വോളിയം ഓഫ് HCN സൊല്യൂഷൻ ഇസ് 10 ml. Okay, volume of HCN solution is 10 ml and molarity of HCN solution is 2. അങ്ങനെയാണെങ്കിൽ number of moles of HCN എത്രയായിരിക്കും? Number of moles of HCN is equal to 10 into 2, 20 millimole അല്ലേ? Molarity into volume. അങ്ങനെ ടോട്ടൽ വോളിയം എത്രയായിരിക്കും? V total. Okay, so total volume is equal to 10 plus x. So total volume is 10 plus x. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങളായി. ഇനി നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ പി എച്ച് ഇസ് ഈക്വൽ ടു 9. ഓക്കെ, 9. പി കെ എ ഇസ് ഈക്വൽ ടു 9.3 പ്ലസ് ലോഗ്. നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ആണ് വേണ്ടത്. കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് 2 സൊല്യൂഷനും മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ ആണ് അല്ലേ. എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ആണല്ലോ. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ സി എൻ ആണ്. എത്രയാണ്? 5x അല്ലേ. സോ 5x ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം എത്രയാണ്? 10 plus x ഡിവൈഡഡ് ബൈ ഇനി കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ആസിഡ് എത്രയാണ്? 20 മില്ലിമോൾ ആണ് അല്ലേ. 20 മില്ലിമോൾ. വോളിയം എത്ര തന്നെയാണ്? 10 plus x അല്ലേ. കാരണം സെയിം സൊല്യൂഷൻ ആണ്. നമ്മൾ രണ്ടിനെയും മിക്സ് ചെയ്തിട്ട് വി ആർ മേക്കിംഗ് വൺ സൊല്യൂഷൻ. അപ്പോൾ ആ 1 സൊല്യൂഷൻ്റെ വോളിയം എത്രയാണ്? ആ ഒരു സൊല്യൂഷനിൽ ബഫർ സൊല്യൂഷൻ്റെ വോളിയം 10 plus x അല്ലേ. ആ 10 plus xും 10 plus x ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. സോ നമുക്കിതിനെ ഇപ്പുറത്ത് 9 minus 9.3 is equal to log 5x divided by 20. 10 plus xും 10 plus xും ക്യാൻസൽ ചെയ്ത് പോകുന്നു. 9 minus 9/3 -0.3 എന്ന് വരും, which is equal to log x/4 log x/4. 5 ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, ഇനി നമുക്കിതിന് log x/4 എന്ന് എഴുതാം. സോ log 4/x എന്ന് എഴുതും. ഞാൻ തിരിച്ചെഴുതും. log 4/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? 0.3 അല്ലേ. നമ്മൾ ഇതിനെ തിരിച്ചെഴുതുമ്പോൾ നെഗറ്റീവ് സൈൻ പോകും. log 4/x is equal to 0.3 എന്ന് വരും. അപ്പോൾ ഏതിൻ്റെ ലോഗരിതമാണ് 0.3? നമുക്കറിയാം log 2 ആണ് 0.3 അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4/x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10⁻⁴ അല്ലെങ്കിൽ ആൻറ്റി ലോഗ് 0.3 which is equal to 2. അങ്ങനെയാണെങ്കിൽ x is equal to 4/2 എന്ന് വരും, which is equal to 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. കാൽക്കുലേഷൻസ് അങ്ങനെ വളരെ വലിയ കാൽക്കുലേഷൻ ഒന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ കോൺസെപ്റ്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാലും മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ ചോദിക്കാറുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആയിരിക്കും.
അപ്പോൾ 2 ml എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് കാണാം. 9ാമത്തെ ക്വസ്റ്റ്യനാണ്. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ആണ് ഇതിൻ്റെ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഫോളോയിങ് 2 ഇക്വിലിബ്രിയം ഈസ് സൈമൾട്ടേനിയസ്ലി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എ കണ്ടെയ്നർ. ഒരു കണ്ടെയ്നറിൽ സൈമൾട്ടേനിയസ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു 2 ഇക്വിലിബ്രിയമാണ്. ഒന്ന് PCl5 ഗ്യാസ് ഗിവ്സ് PCl3 ഗ്യാസ് പ്ലസ് Cl2 ഗ്യാസ്, പിന്നെ CO ഗ്യാസ് പ്ലസ് Cl2 ഗ്യാസ് ഗിവ്സ് COCl2 ഗ്യാസ്. ഇതാണ് സൈമൾട്ടേനിയസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന 2 ഇക്വിലിബ്രിയം. നമ്മൾ ചോദിച്ചേക്കുന്നത് ഇഫ് സം നിക്കൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ കണ്ടെയ്നർ ഫോമിങ് NiCO4 gas, then at new equilibrium options പറഞ്ഞേക്കുന്നത് PCl3 concentration will increase, PCl3 concentration will decrease, Cl2 concentration will remain same, carbon monoxide concentration will remain same. ഓക്കെ, നമുക്കിതിൽ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മൾ ഇതിലേക്ക് നിക്കൽ ആഡ് ചെയ്യുന്നു. ഈ ഓൾറെഡി അറ്റൈൻ ചെയ്ത ഇക്വിലിബ്രിയത്തിലേക്ക് നമ്മൾ നിക്കൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ നിക്കൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഇക്വിലിബ്രിയത്തിലുള്ള കാർബൺ മോണോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ആരുണ്ടാവുന്നു? NiCO4 ഉണ്ടാകുന്നു. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ആർ റിമൂവിങ് ദിസ് കാർബൺ മോണോക്സൈഡ് അല്ലേ. നമ്മൾ ആ കാർബൺ മോണോക്സൈഡിനെ ആ ഇക്വിലിബ്രിയത്തിൽ നിന്ന് റിമൂവ് ചെയ്യാണ് ബൈ ആഡിങ് നിക്കൽ. അപ്പോൾ ഇക്വിലിബ്രിയം എന്താവും? ഡിസ്റ്റർബ്ഡ് ആവും അല്ലേ. അപ്പോൾ ഇക്വിലിബ്രിയം എന്ത് ചെയ്യും? അതിൻ്റെ എഫക്റ്റിനെ നള്ളിഫൈ ചെയ്യാൻ നോക്കും. എങ്ങനെ? ബൈ പ്രൊഡ്യൂസിങ് മോർ കാർബൺ മോണോക്സൈഡ്. നമ്മൾ അതിൻ്റെ കാർബൺ മോണോക്സൈഡിൻ്റെ കോൺസെൻട്രേഷനെ കുറയ്ക്കുമ്പം ഇക്വിലിബ്രിയം എന്ത് ചെയ്യും? കാർബൺ മോണോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ നോക്കും. അതായത് ഈ 2ാമത്തെ ഇക്വിലിബ്രിയം എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കാരണം വി ആർ റിമൂവിങ് കാർബൺ മോണോക്സൈഡ്. അപ്പോൾ ഇക്വിലിബ്രിയം എന്ത് ചെയ്യും? കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കാൻ നോക്കും. അപ്പോൾ when you add nickel, second equilibrium, when nickel is added, second equilibrium shift towards backward direction, എന്തിന്? ടു ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്. അപ്പോൾ അങ്ങനെ ഇക്വിലിബ്രിയം ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ കാർബൺ മോണോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ വിൽ ഡെഫിനറ്റ്ലി ചേഞ്ച്. മാത്രമല്ല ഏതിൻ്റെ കോൺസെൻട്രേഷൻ കൂടും? ക്ലോറിൻ്റെ കോൺസെൻട്രേഷൻ വിൽ ഇൻക്രീസ് ബിക്കോസ് ഇക്വിലിബ്രിയം ഈസ് ഷിഫ്റ്റഡ് ടുവേർഡ്സ് ബാക്ക്വേർഡ് ഡയറക്ഷൻ. ക്ലോറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. അങ്ങനെ ക്ലോറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ ഈ ആദ്യത്തെ ഇക്വിലിബ്രിയം എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കാരണം ക്ലോറിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുമ്പം ഈ ഇക്വിലിബ്രിയം ബാക്കോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ക്ലോറിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ നോക്കും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇക്വിലിബ്രിയം ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ PCl3യുടെ കോൺസെൻട്രേഷൻ എന്താവും? കുറയും അല്ലേ. സെക്കൻഡ് ഇക്വിലിബ്രിയം ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ PCl3യുടെ കോൺസെൻട്രേഷൻ കുറയും. ആരുടെ കോൺസെൻട്രേഷൻ കൂടും? PCl5ൻ്റെ കോൺസെൻട്രേഷൻ കൂടും. ഓക്കെ, അതായത് നമ്മൾ ആദ്യം നിക്കൽ ആഡ് ചെയ്യുന്നു. നിക്കൽ ആഡ് ചെയ്യുമ്പോൾ നിക്കൽ കാർബൺ മോണോക്സൈഡിനെ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ നിക്കൽ കാർബൺ മോണോക്സൈഡിനെ റിമൂവ് ചെയ്യുന്നത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2ാമത്തെ ഇക്വിലിബ്രിയം ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ക്ലോറിൻ്റെ കോൺസെൻട്രേഷൻ കൂടും അല്ലേ. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ക്ലോറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്ന സമയത്ത് ഈ ഫസ്റ്റ് ഇക്വിലിബ്രിയം ഗെറ്റ് ഡിസ്റ്റർബ്ഡ്. കാരണം ഫസ്റ്റ് ഇക്വിലിബ്രിയത്തിലെ ക്ലോറിൻ്റെ കോൺസെൻട്രേഷൻ, പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇക്വിലിബ്രിയം എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പം PCl3യുടെ കോൺസെൻട്രേഷൻ കുറയും, PCl5ൻ്റെ കോൺസെൻട്രേഷൻ കൂടും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകാം. ഇഫ് PCl3 കോൺസെൻട്രേഷൻ വിൽ ഇൻക്രീസ്, തെറ്റാണ്. PCl3യുടെ കോൺസെൻട്രേഷൻ കുറയുവാണ് ചെയ്യുക. 2ാമത്തെ ഓപ്ഷൻ PCl3 concentration will decrease. Yes, that will be the answer. PCl3 concentration കുറയും. ഓക്കെ, 3ാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് Cl2 concentration will remain same. Cl2 concentration remain same അല്ല, ഒരിക്കലും കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് നിൽക്കത്തില്ല. ഇക്വിലിബ്രിയം വിൽ ഗെറ്റ് ഡിസ്റ്റർബ്ഡ്, കോൺസെൻട്രേഷൻ വിൽ ചേഞ്ച്, ബട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ സെയിം ആവുന്നു മാത്രമേ ഉള്ളൂ. സോ Cl2 concentration will remain same is incorrect. അതേപോലെ carbon monoxide concentration will remain same, that is again incorrect. Okay, so ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അഗെയിൻ ഇക്വിലിബ്രിയത്തിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫോർ ദ റിയാക്ഷൻ എ ഗ്യാസ് പ്ലസ് 2b ഗ്യാസ് ഗിവ്സ് സി ഗ്യാസ്. നമുക്കൊരു ഇക്വിലിബ്രിയം തന്നിട്ടുണ്ട്. അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് 0.25 ഡെസിമീറ്റർ റേസ് ടു 6 മോൾ റേസ് ടു -2 എന്ന് പറയുന്ന യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. പിന്നെ വോളിയം ഓഫ് 5 ലിറ്റർ. വാട്ട് എമൗണ്ട് ഓഫ് എ മസ്റ്റ് ബി മിക്സ്ഡ് വിത്ത് 4 മോൾ ഓഫ് ബി ടു ഈൽഡ് 1 മോൾ ഓഫ് സി അറ്റ് ഇക്വിലിബ്രിയം. ഓക്കെ, അതായത് നമ്മൾ എയും ബി, ഇതാണ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എ ഗ്യാസ്. നമ്മൾ എയും ബിയും മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രീതിയിൽ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് സി കിട്ടും. ഓക്കെ, ഇത് കിട്ടും, സി ഗ്യാസ് കിട്ടും. നമ്മുടെ പറഞ്ഞേക്കുന്നത് നമ്മൾ മിക്സ് ചെയ്യുന്നത് 4 മോള് ബിയോട് എത്ര മോള് എ മിക്സ് ചെയ്താലാണ് നമുക്ക് 1 മോൾ സി കിട്ടുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ വാട്ട് എമൗണ്ട് ഓഫ് എ, അപ്പോൾ എയുടെ എമൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എ എത്ര എടുക്കണം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇനീഷ്യലി ടി ഈസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് എ എത്ര എടുക്കണം അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് എത്രയായിട്ട് നമ്മൾ എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കും. നമ്മുടെ എക്സ് മോൾസോ, അതാണ് നമ്മുടെ എയിം, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എത്ര മോൾ ബിയുമായിട്ടാണ് മിക്സ് ചെയ്യുന്നത്? 4 മോൾ ബിയുമായിട്ടാണ് മിക്സ് ചെയ്യുന്നത്. 4 മോൾ ബിയുമായിട്ട് മിക്സ് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു 5 ലിറ്റർ കണ്ടെയ്നറിലാണ് നമ്മൾ അതിനെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ റിയാക്ഷൻ നടന്ന് കുറച്ച് സമയം കഴിയുമ്പം അവിടെ ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. അപ്പോൾ ഇനീഷ്യലി നമ്മളെടുത്ത് ആരില്ല? സി ഇല്ല. ഓക്കെ, ഇനി റിയാക്ഷൻ നടക്കുന്നു, എന്നിട്ട് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന സമയം കൊണ്ട് കുറച്ച് എയും കുറച്ച് ബി ഒക്കെ റിയാക്ട് ചെയ്ത് സി ഉണ്ടായിട്ടുണ്ടാകും അല്ലേ? അത് എത്ര റിയാക്ട് ചെയ്യുന്നു എന്നും നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു? എക്സ് എടുത്തതിൽ നിന്ന് എ മോൾ റിയാക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? എക്സ് മൈനസ് എ ഉണ്ടാവും. എയുടെ എ മോൾസ് റിയാക്ട് ചെയ്യുന്നു. ഇനി എയുടെ എ മോൾസ് റിയാക്ട് ചെയ്യുമ്പോൾ ബിയുടെ എത്ര മോൾ റിയാക്ട് ചെയ്യും? നോക്കും, 1 മോൾ എ റിയാക്ട് ചെയ്യുമ്പം 2 മോൾ ബി റിയാക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ മോൾസ് ഓഫ് എ റിയാക്ട് ചെയ്യുമ്പോൾ 2a മോൾസ് ഓഫ് ബി റിയാക്ട് ചെയ്യത്തില്ലോ. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 4 മൈനസ് 2a അല്ലേ? അതായത് ഈ റിയാക്ഷൻ്റെ സ്റ്റോഷിയോമെട്രി പ്രകാരം 1 മോൾ എ റിയാക്ട് ചെയ്യുമ്പം 2 മോൾ ബി റിയാക്ട് ചെയ്യണം. ഇവിടെ ഇക്വിലിബ്രിയം എത്തുമ്പം എയുടെ എത്ര മോൾ റിയാക്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്? എ മോൾസ് റിയാക്ട് ചെയ്തു. അപ്പം അങ്ങനെയാണെങ്കിൽ ബിയുടെ എത്ര മോൾസ് റിയാക്ട് ചെയ്യും? 2a മോൾസ് റിയാക്ട് ചെയ്യും. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 4 മൈനസ് 2a. ഇനി എത്ര മോൾ സി ഫോം ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. സ്റ്റോഷിയോമെട്രി പ്രകാരം 1 മോൾ എ റിയാക്ട് ചെയ്യുമ്പം 1 മോൾ സി ഫോം ചെയ്യണം അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ എ മോൾസ് ഓഫ് എ റിയാക്ട് ചെയ്യുമ്പം എത്ര മോൾ സി ഫോം ചെയ്യും? എ മോൾസ് സി ഫോം ചെയ്യും അല്ലേ? അപ്പോൾ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പോൾ ഇതായിരിക്കും ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസിൻ്റെ അവസ്ഥ. ഇനി നമ്മളിത് പറഞ്ഞിട്ടുണ്ട് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പം എത്ര മോൾ സി ഫോം ചെയ്തിട്ടുണ്ട്? 1 മോൾ സി ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതിൻ്റെ വാല്യൂ കിട്ടി? എയുടെ വാല്യൂ കിട്ടിയല്ലോ. എ ഈസ് ഈക്വൽ ടു 1 നമുക്ക് തന്നിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എന്ത് കൊടുക്കുന്നു? 1 കൊടുക്കുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 1. എ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 4 മൈനസ് 2. ഇത് എത്രയായിരിക്കും? എക്സ് മൈനസ് 2. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പോഴുള്ള ഓരോരാളുടെയും നമ്പർ ഓഫ് മോൾസ്. നമ്മൾ എക്സ് മോൾസ് ആയിരുന്നു എടുത്തത്. എയുടെ ബാക്കി എക്സ് മൈനസ് 2 ഉണ്ട്, ബിയുടേത് 2 ഉണ്ട്, സി 1 മോൾ ഫോം ചെയ്തു. ഇതൊക്കെ നമ്പർ ഓഫ് മോൾസ് ആണ്. നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് അല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? കോൺസെൻട്രേഷൻ ആണ് അല്ലേ? അപ്പോൾ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ എത്രയാണ് വോളിയം പറഞ്ഞേക്കുന്നത്? 5 ലിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കോൺസെൻട്രേഷൻ എഴുതാം അല്ലേ? കോൺസെൻട്രേഷൻ അറ്റ് ഇക്വിലിബ്രിയം എത്രയായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം അല്ലേ? എത്രയാണ് വോളിയം? 5. ഇത് എത്രയായിരിക്കും? 2/5. എത്രയായിരിക്കും? 1/5. അപ്പം നമ്മൾ ഇവരുടെ ഇക്വിലിബ്രിയത്തിലുള്ള ഓരോരാളുടെയും കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പ്രഷൻ എഴുതുന്നു. കെ സി എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി സ്ക്വയർ. ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ ആണല്ലോ?
ഇനി നമുക്ക് ഇതിലെ ഓരോ വാല്യൂയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. കെ സി എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കെ സി ഈസ് ഗിവൺ ആസ് 0.25. കെ സി ഈസ് ഈക്വൽ ടു 0.25. കോൺസെൻട്രേഷൻ ഓഫ് സി അറ്റ് ഇക്വിലിബ്രിയം എത്രയാണ്? 1/5. അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് സി അറ്റ് ഇക്വിലിബ്രിയം ഈസ് 1/5. ഇനി കോൺസെൻട്രേഷൻ ഓഫ് എ അറ്റ് ഇക്വിലിബ്രിയം ഈസ് x minus 2 divided by 5. Concentration of B at equilibrium is 2/5. 2/5 whole square. അല്ലേ? അപ്പോൾ ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/5 ഇൻറ്റു ഇത് മുകളിലോട്ട് പോകുമ്പോൾ 5 നമുക്ക് ഒരു ഈ 5 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെയുള്ള 5ഉം ഇവിടെയുള്ള 5ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഈ 5 മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് 5 സ്ക്വയർ വരും, ഡിവൈഡഡ് ബൈ ഇതെന്തായിരിക്കും? 2 സ്ക്വയർ ഇൻറ്റു x/2. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടും ആണല്ലോ. ഓക്കെ, ഈ 1.25 ഞാൻ കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഇതിനെ 1/4 എഴുതുന്നു. 1/4 എഴുതുന്നു. സർ x minus 1/5 x minus okay it is x minus sorry it is x minus 1/5. thank you. it is a യുടെ വാല്യൂ is 1 ആണ് അല്ലേ? സോ ദിസ് is x minus 1 ആണ് ഇവിടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ 0.25ന് ഞാൻ 1/4 എഴുതുന്നു. 0.25ന് നമുക്ക് കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെന്താണ്? ദിസ് ഈസ് 25, ദിസ് ഈസ് 4 ഇൻറ്റു എക്സ് മൈനസ് 1. ഓക്കെ, 4 ഇൻറ്റു എക്സ് മൈനസ് 1. അപ്പോൾ ഈ 4ഉം ഈ 4ഉം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 25 എന്ന് വരും, ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 26 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര മോൾ എ എടുക്കണം? 26 മോൾസ് ഓഫ് എ ഇനീഷ്യലി എടുത്താലാണ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പം നമുക്ക് 1 മോൾ സി കിട്ടുള്ളൂ. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3 വരും, 26. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് നമ്മൾ ചെയ്യുന്നതിനടുത്ത് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആൻസർ തെറ്റും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എക്സ് മൈനസ് എ എന്ന് എടുത്ത സ്ഥലത്ത് എക്സ് മൈനസ് 2 എന്നിട്ട് പോയി, അത് എക്സ് മൈനസ് 1 ആണ് വേണ്ടത്. സോ ഫൈനൽ ആൻസർ നമുക്ക് 26 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ബേസിക്കലി ഇത് ഫോമിക് ആസിഡ് ആണ് അല്ലേ? HCOOH ഫോമിക് ആസിഡ് ആണ്. അപ്പോൾ ഫോമിക് ആസിഡിൻ്റെ 3 റെസൊണൻസ് സ്ട്രക്ചേഴ്സ് തന്നിട്ടുണ്ട്. 3 റെസൊണൻസ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഈ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ കാനോണിക്കൽ സ്ട്രക്ചറിൽ ദ കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇതിൽ ഇവരുടെ സ്റ്റെബിലിറ്റി ഓർഡർ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഇല്ലാത്ത സ്ട്രക്ചർ ഉണ്ടോ എന്ന് നോക്കാം. ചാർജ് ഇല്ലാത്ത സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ചാർജ് ഇല്ലാത്ത സ്ട്രക്ചർ ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ. അതിലായിരിക്കും മാക്സിമം നമ്പർ ഓഫ് ബോൺസ് ഉണ്ടാവുന്നത്. അപ്പോൾ അതായിരിക്കും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ 3 സ്ട്രക്ചറുകളിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ഏതായിരിക്കും? ഒന്നാമത്തെ സ്ട്രക്ചർ ആയിരിക്കും. കാരണം അതിൽ ഫോർമൽ ചാർജ്, ആരിലും ഫോർമൽ ചാർജ് ഇല്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ദ മോസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചർ ഇസ് 1. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കനോണിക്കൽ സ്ട്രക്ചർ 1 ആയിരിക്കും. ഇനി നോക്കൂ, 2വിലും ചാർജ് ഉണ്ട്, 3ലും ചാർജ് ഉണ്ട്. ഇനി ചാർജ് എങ്ങനെയാണ്? 2വിലും ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജ്, 3ലും ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജും. അപ്പോൾ ആ ചാർജിൻ്റെ എമൗണ്ടിലൊന്നും അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡിലൊന്നും ഒരു വ്യത്യാസമില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ചാർജ് ഇരിക്കുന്ന ആറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ സ്ട്രക്ചറിൽ കാർബണിലാണ് പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നത്. ഈ കാർബണിൽ പോസിറ്റീവ് ചാർജ് ഇരിക്കുമ്പോൾ നോക്കിയേ, ഈ കാർബണിൻ്റെ വാലൻസിൽ എത്ര ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ? 6 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ അല്ലേ? 2ഉം 2ഉം 4ഉം 2ഉം 6 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് നമ്മൾ ഇനി നോക്കേണ്ട, ഈ ഒരു കമ്പാരിസൺ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം 2ലും ഓക്സിജനിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്, പിന്നെ ഉള്ളത് പോസിറ്റീവ് ചാർജുള്ള ആറ്റമാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഈ സ്ട്രക്ചറിൽ കാർബണിൻ്റെ മുകളിലാണ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ആ കാർബണിൻ്റെ മുകളിൽ 6 വാലൻസ്, ചുറ്റിലും 6 വാലൻസ് ഇലക്ട്രോൺസ് വാലൻസിൽ 6 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. ഇൻകംപ്ലീറ്റ് ഒക്ടറ്റാണ്. പക്ഷേ ഇവിടെ നോക്കി, ഇവിടെ ഓക്സിജൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ കൂടി ഈ ഓക്സിജൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ് അല്ലേ? നോക്കിയേ, 2, 4, 6,
പിന്നെ ഈ CH ബോണ്ടിൽ OH ബോണ്ടിൽ 2 ഇലക്ട്രോൺ, ടോട്ടൽ 8 ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ചാർജ് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജ് ഉള്ള സ്ട്രക്ചറുകളിൽ ഏതെങ്കിലും സ്ട്രക്ചറിൽ എല്ലാ ആറ്റത്തിൻ്റെയും ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആണോ നോക്കണം. അപ്പോൾ ആദ്യം ചാർജ് ഇല്ലാത്ത സ്ട്രക്ചർ, പിന്നെ ചാർജ് ഉണ്ടെങ്കിൽ എല്ലാ ആറ്റത്തിൻ്റെയും ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആണോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ എല്ലാ ആറ്റത്തിൻ്റെയും ഒക്റ്ററ്റ് ചാർജ് ഉണ്ടെങ്കിലും എല്ലാ ആറ്റത്തിൻ്റെയും ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതായിരിക്കും പിന്നീട് വരുന്ന ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ. അങ്ങനെ വരികയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റെബിലിറ്റി കൂടുതലുള്ള സ്ട്രക്ചർ ഏതായിരിക്കും? 3 ആയിരിക്കും അല്ലേ. 3ൽ ഓക്സിജൻ്റെ മുകളിലാണ് പോസിറ്റീവ് ചാർജ് എങ്കിലും ആ സ്ട്രക്ചറുകളിൽ എല്ലാ ആറ്റത്തിൻ്റെയും ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആണ്, അതുകൊണ്ട് 3 ആയിരിക്കും രണ്ടാമത് വരുന്ന സ്ട്രക്ചർ. ഇനി ഏറ്റവും ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഈ 2-3 സ്ട്രക്ചറുകളിൽ ഏറ്റവും ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ 2 ആയിരിക്കും. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 3. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റാണ്. നിങ്ങൾ റെസൊണൻസ് അല്ലെങ്കിൽ കാനോണിക്കൽ സ്ട്രക്ചേഴ്സിൻ്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ എനർജി കമ്പയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ വിച്ച് കൺഫർമർ ഓഫ് 3-amino-2-butanol ഈസ് മോസ്റ്റ് സ്റ്റേബിൾ. 3-amino-2-butanolൻ്റെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ഏതാണെന്നാണ്. അപ്പോൾ അതിൻ്റെ ഇതാണ് നമ്മൾ 1, 2, 3, 4 3-amino-2-butanol അല്ലേ. ഇപ്പം നമ്മളിപ്പം ഇവിടെ ഞാൻ ഈ CC ബോണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ സപ്പോസ് ഈ C എൻ്റെ ഫ്രണ്ടിലുള്ള കാർബൺ ആണെന്ന് വെച്ചോ. അപ്പോൾ ആ കാർബണിൽ നമുക്ക് 3 ഗ്രൂപ്പുകളുണ്ട്. ഒരു എന്താ പറയുക, ഒരു OH ഗ്രൂപ്പും ഉണ്ട്, ഒരു CH3 ഗ്രൂപ്പും ഉണ്ട്, ഒരു H ഉണ്ട് അല്ലേ. അപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി പിറകിലത്തെ കാർബണിലും ഇതേപോലെ ഒരു CH3 ഉണ്ട്, ഒരു H ഉണ്ട്, ഒരു NH2 ഉണ്ട്. അപ്പോൾ ഈ കൺഫർമേഷനാണ് നമ്മൾ എന്താ പറയുക ഫുള്ളി എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് വിളിക്കുക. ഫുള്ളി എക്ലിപ്സ്ഡ് കൺഫർമേഷന് സ്റ്റെബിലിറ്റി കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറവായിരിക്കും. അപ്പോൾ അതിലേറ്റവും ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ കൺഫർമേഷൻ ഇതായിരിക്കും. ഇതാണ് നമ്മുടെ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. ഇനി ഞാൻ ഇതിനെ ഒരു 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് കാർബൺ ഞാൻ ഫിക്സ് ചെയ്ത് വെക്കുന്നു. OH CH3 H വരും. ഇത് മാറ്റുന്നില്ല, ഫ്രണ്ട് കാർബൺ ഫിക്സ്ഡ് ആണ്. ബാക്കിലത്തെ കാർബൺ ഞാൻ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ NH2 വരുന്നു. അപ്പോൾ ഇവിടെ CH3 വരും, ഇവിടെ H വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനൊരു കൺഫർമേഷൻ കിട്ടും. സോ ഈ കൺഫർമേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ 60 ഡിഗ്രിയാണ് ഡൈഹീഡ്രൽ ആംഗിൾ വരുന്നത്. അപ്പോൾ ബൾക്കി ആയിട്ടുള്ള CH3 ഗ്രൂപ്പുകൾ എപ്പോഴും 60 ഡിഗ്രിയിലാണ് ഉള്ളത്. പക്ഷേ ഇവിടെ ഈ ഒരു സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ സ്ട്രക്ചർ വരുന്ന സമയത്ത് ഈ OHഉം NH2ഉം ദേ ക്യാൻ ഫോം ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, ഈ OHനും NHനും ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഈ സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഈ സ്ട്രക്ചർ എന്നല്ല ഈ കൺഫർമേഷൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇത് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആണ്. സ്റ്റാഗേർഡ് കൺഫർമേഷനിൽ ബേസിക്കലി എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് വരെ 2 CH3യും ആൻറ്റി വരുന്ന കൺഫർമേഷൻ ആയിരിക്കും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ട് വരെ. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഇവർ CH3 തമ്മിൽ കുറച്ച് സ്റ്റെറിക് ഹിൻഡൻസ് ഉണ്ടാവുമെങ്കിൽ പോലും ഇവിടെ ഈ OHഉം NH2ഉം തമ്മിൽ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഈ കൺഫർമേഷൻ ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കൺഫർമേഷൻ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കൊടുക്കാം. ഇതായിരിക്കും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കൺഫർമേഷൻ. അതായത് OHഉം NH2ഉം എങ്ങനെ വരണം? സ്റ്റാഗേർഡ്, അതായത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുമ്പോഴായിരിക്കും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കൺഫർമേഷൻ കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് 12 മണി വരെയാണ്. 2 അവറിൻ്റെ സെഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി ആറ്റംസ് ഹാവ് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഇൻ ദ റിയൽ സ്ട്രക്ചർ ഓഫ് ഒരു പർട്ടിക്കുലർ മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു അയോൺ തന്നിട്ടുണ്ട്. അതിൽ എത്ര ആറ്റങ്ങളിലാണ്
പാർഷ്യൽ പോസിറ്റീവ് ചാർജ് വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കണം, മുഴുവൻ റെസൊണൻസ് സ്ട്രക്ചറും വരയ്ക്കണം. ഈ റെസൊണൻസ് സ്ട്രക്ചർ വരച്ചതിന് ശേഷം നമ്മൾ നോക്കണം അതിൻ്റെ റിയൽ സ്ട്രക്ചർ വരയ്ക്കുമ്പം ഏതൊക്കെ ആറ്റങ്ങളിൽ പോസിറ്റീവ് ചാർജ് വരുന്നുണ്ടെന്ന് നോക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരച്ചു തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് നമുക്ക് ഇതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഈ പോസിറ്റീവ് ചാർജും തമ്മിൽ നമുക്ക് ആദ്യം റിങ്ങിലേത് വരയ്ക്കാം. അപ്പോൾ റിങ്ങിലേത് വരയ്ക്കുമ്പം ഈ പോസിറ്റീവ് ചാർജും ഈ ഡബിൾ ബോണ്ടും തമ്മിൽ കോൺജുഗേഷനിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടും. ഈ കാർബണിൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് വരും, ഇങ്ങനെ വരും. ഓക്കെ, ഇനി അടുത്ത സ്ട്രക്ചർ ഇതിങ്ങോട്ടേക്ക്. അപ്പോൾ ഈ കാർബണിൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ, ഇനി ഈ പോസിറ്റീവ് ചാർജും ഈ ഡബിൾ ബോണ്ടും കോൺജുഗേഷനിലും. അപ്പോൾ ഇതിങ്ങോട്ടേക്ക് വരും, പോസിറ്റീവ് ചാർജ് ഈ കാർബണിൽ വരും. ഇങ്ങനെ. ഇനി ഈ പോസിറ്റീവ് ചാർജും ഇതും കോൺജുഗേഷൻ. ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു കോൺജുഗേഷനും കൂടിയുണ്ട്. ഈ പോസിറ്റീവ് ചാർജും ഈ ഡബിൾ ബോണ്ടും കോൺജുഗേഷനിലായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു സ്ട്രക്ചർ വരയ്ക്കാം. ഇതിലൊന്നും മാറ്റം വരത്തില്ല. OH. ഓക്കെ, CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH പ്ലസ് CH3. ഓക്കെ, ഇനി നമുക്ക് ഒരു റെസൊണൻസ് സ്ട്രക്ചറും കൂടെ ഇവിടെ അഡീഷണലി വരയ്ക്കാൻ പറ്റും. നമ്മൾ ഈ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പോസിറ്റീവ് ചാർജും ഓക്സിജനിലെ ലോൺ പെയറും തമ്മിൽ കോൺജുഗേഷനിലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റെസൊണൻസ് സ്ട്രക്ചറും കൂടെ ഇവിടെ അഡീഷണലി വരയ്ക്കാൻ പറ്റും. ഇങ്ങനൊരു സ്ട്രക്ചറും കൂടെ ഇവിടെ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ റിയൽ സ്ട്രക്ചർ വരയ്ക്കുന്ന സമയത്ത്, ഇപ്പോൾ റിയൽ സ്ട്രക്ചർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇതിൻ്റെ റിയൽ സ്ട്രക്ചർ വരയ്ക്കാൻ പോകും. അപ്പോൾ റിയൽ സ്ട്രക്ചറിൽ ഈ ഇതിനകത്തുള്ള ബോണ്ടുകളൊന്നും പെർഫെക്റ്റ് ആയിട്ട് ഡബിൾ ബോണ്ടല്ല, എല്ലാം പാർഷ്യൽ ഡബിൾ ബോണ്ടുകളായിരിക്കും. അതേപോലെ ഈ ബോണ്ടും പാർഷ്യൽ ഡബിൾ ബോണ്ടായിരിക്കും. അതേപോലെ CO ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ടിൻ്റെ ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ CO ബോണ്ടിനും എന്തുണ്ടാവും, ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടാവും. ഓക്കെ, പിന്നെ CH, അപ്പോൾ ഇവിടെ ഇത് സിംഗിൾ ബോണ്ടാണ്, പക്ഷേ ഇവിടെ ഇതൊരു ഡബിൾ ബോണ്ടാണ്. അപ്പോൾ ആ ബോണ്ടിനും ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഈ സ്ട്രക്ചറിൽ ഇത് ഡബിൾ ബോണ്ടാണ്, പക്ഷേ ഈ സ്ട്രക്ചറിൽ അത് സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ ആ ബോണ്ടിനും ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടറേ ഉണ്ടാകൂ, CH3. ഇനി നമുക്ക് ചാർജ് നോക്കാം. ഈ കാർബണിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഈ കാർബണിൽ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഓർത്തോ പൊസിഷനിൽ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, പിന്നെ പാരാ പൊസിഷനിൽ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. പിന്നെ അടുത്ത ഓർത്തോ പൊസിഷനിലും ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. പിന്നെ വരുന്നത്
ഈ കാർബണിൽ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതായത് ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. പിന്നെ ഈ സ്ട്രക്ചറിൽ ഓക്സിജനിലും ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ആറ്റങ്ങളിലാണ് റെസൊണൻസ് വഴി പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയേക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 2 3 4 5 6 6 ആറ്റങ്ങളിലേക്കാണ് പോസിറ്റീവ് ചാർജ് ഡിസ്പേഴ്സ് ചെയ്ത് പോയേക്കുന്നത്. സോ കറക്റ്റ് ആൻസർ വിൽ ബി 3. ഓപ്ഷൻ 3 ആയിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ. 6 ആറ്റങ്ങളിൽ പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The order of stability of following alkenes. അതായത് ഈ ആൽക്കീൻസിൻ്റെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ആണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ആൽക്കീൻസിൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജനെ വെച്ചിട്ടാണ് അത് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആൽഫ ഹൈഡ്രജൻ്റെ എണ്ണം കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഈ മോളിക്യൂളിൽ അല്ലെങ്കിൽ ഈ ഒരു മോളിക്യൂളിൽ 6 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട് അല്ലേ, 6 ആൽഫ ഹൈഡ്രജൻ. ഇത് 3 ഇത് 3, 6 ആൽഫ ഹൈഡ്രജൻ. ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്? 3 3 6 3 9 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്. ഈ സ്ട്രക്ചറിൽ 6 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്. 6 ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് വെൻ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻസ് ഇൻക്രീസസ് സ്റ്റെബിലിറ്റി ഇൻക്രീസസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൽഫ ഹൈഡ്രജൻസ് ഉള്ളത് 2-ലാണ്. അപ്പോൾ 2 ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഓക്കെ, മോസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചർ ആൽക്കീൻ 2 ആയിരിക്കും. ഇനി 1-ലും 6 ആൽഫ ഹൈഡ്രജൻ ആണ്, 3-ലും 6 ആൽഫ ഹൈഡ്രജൻ ആണ്. അപ്പോൾ അവർ തമ്മിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കോമ്പൗണ്ടിൽ 2 മീഥൈൽ ഗ്രൂപ്പും ഒരേ കാർബണിലും, രണ്ടാമത്തെ കോമ്പൗണ്ടിൽ മീഥൈൽ ഗ്രൂപ്പ്സ് ഓൺ അഡ്ജസൻറ്റ് കാർബണുമാണ്. അപ്പോൾ 2 മീഥൈൽ ഗ്രൂപ്പും ഒരേ കാർബണിൽ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടുക. അപ്പോൾ ആൽഫ ഹൈഡ്രജൻസ് സെയിം ആണെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂൻസ് സെയിം കാർബണിൽ വരുമ്പം സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ 1-ഉം 3-യും കമ്പയർ ചെയ്യുമ്പം 1 ആയിരിക്കും മോർ സ്റ്റേബിൾ, പിന്നെ 3. സോ 2 1 3 ഇതാണ് ഇതിൻ്റെ ഓർഡർ. 2 1 3. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത്. Which of the following compounds has negligible enol content? Enol content negligible ആയിട്ടുള്ള കോമ്പൗണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പം ഈ ഹൈഡ്രജന് ഇനോളൈസ് ചെയ്യാൻ പറ്റും. ഈ ഹൈഡ്രജൻ ഇനോളൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈനോളിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇത് OH ആണ്, ഇത് CO. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ കാർബൺ sp2 ആണ്. ദിസ് ഈസ് sp2, ദിസ് ഈസ് sp2, ദിസ് ഈസ് sp2, ദിസ് ഈസ് ഓൾസോ sp2. അപ്പോൾ ഈ റിങ്ങിൽ എല്ലാ കാർബൺ ആറ്റവും sp2 ഹൈബ്രിഡൈസ്ഡ് ആയി. ഈ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ഉള്ള റിങ്ങിനകത്ത് 4 പൈലക്ട്രോൺസ് ഡീലോക്കലൈസ് ചെയ്യുകയാണ് അല്ലേ, 4 പൈലക്ട്രോൺസ് ഡീലോക്കലൈസ് ചെയ്യുന്നു. അപ്പോൾ ഒരു റിങ്ങിനകത്ത് 4 എല്ലാ കാർബൺ ആറ്റവും sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ട് 4 പൈലക്ട്രോൺസ് ഡീലോക്കലൈസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ ആൻറ്റി അരോമാറ്റിക് എന്ന് വിളിക്കും അല്ലേ, ആൻറ്റി അരോമാറ്റിക് എന്ന് വിളിക്കും. ആൻറ്റി അരോമാറ്റിക്. ഈ ആൻറ്റി അരോമാറ്റിക്കിൻ്റെ പ്രത്യേകതയാണ് ഹൈലി അൺസ്റ്റേബിൾ ആയിരിക്കും. ഇറ്റ് ഇസ് ഹൈലി അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഹൈലി അൺസ്റ്റേബിൾ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ എന്ത് നടക്കത്തില്ല, ഈനോളൈസേഷൻ നടക്കത്തില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഹാസ് നെഗ്ലിജിബിൾ ഈനോൾ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈനോളൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അതിൽ 2 പൈലക്ട്രോൺസ് വരുള്ളൂ, അത് അരോമാറ്റിക് ആവും. ഇപ്പോൾ ഇവിടെ ഈനോളൈസേഷൻ നടന്നു കഴിഞ്ഞാൽ 2 പൈലക്ട്രോൺസ് വരും, ഒരു ഇപ്പോൾ 2 ഈനോളൈസ് ചെയ്യുവാണെങ്കിൽ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഉള്ളത് കൊണ്ട് ഒരെണ്ണം ഈനോളൈസ് ചെയ്യാം, എന്നിട്ട് നോൺ അരോമാറ്റിക് ആവും. നോൺ അരോമാറ്റിക് ആൻറ്റി അരോമാറ്റിക്കിനേക്കാൾ സ്റ്റേബിൾ ആണ്. അതേപോലെ ഇവിടെ ഈനോളൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ട് കമ്പാരിറ്റീവ്ലി വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഈനോൾ കോമ്പൗണ്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതിൽ ഈനോളൈസേഷൻ ഒരിക്കലും നടക്കാൻ ചാൻസ് ഇല്ലാത്തത് അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ഈനോൾ കണ്ടന്റ് വരുന്നത് ഓപ്ഷൻ 1-നായിരിക്കും. കാരണം അവിടെ ഈനോളൈസേഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആൻറ്റി അരോമാറ്റിക് ആയിട്ട് മാറും. അപ്പോൾ ആൻറ്റി അരോമാറ്റിക് ആകുമ്പം സ്റ്റെബിലിറ്റി നെഗ്ലിജിബിൾ ആയി, അതിന് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും ഫോം ചെയ്യത്തുമില്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യൻ.
പി ബ്ലോക്ക് എന്നുള്ളൊരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. In diamond, carbon is sp3 hybridized and have a 3-dimensional tetrahedral arrangement of carbon atom, whereas in graphite, carbon is sp2 hybridized and have a 2D planar arrangement of carbon atom. Which of the following statement is correct? അതായത് ഡയമണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ടിൽ ഈച്ച് കാർബൺ ഇസ് sp2 hybridized. അപ്പോൾ അങ്ങനെ വരുമ്പം ഓരോ കാർബണിൻ്റെ ചുറ്റിലും ഇങ്ങനെ 4 ഇതൊരു നെറ്റ്വർക്ക് പോലത്തെ ഒരു സ്ട്രക്ചറായിട്ടാണ് അത് ഫോം ചെയ്യുന്നത്. ഒരു 3-dimensional നെറ്റ്വർക്കാണ് ഡയമണ്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, പക്ഷേ ഗ്രാഫൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രാഫൈറ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ ഗ്രാഫൈറ്റിൽ ഇങ്ങനെ ഈ ലെയേഴ്സ് ഓഫ് അപ്പോൾ ഇതൊരു ലെയർ ആണെങ്കിൽ അടുത്ത ലെയർ വേറൊരു ലെയർ ഇങ്ങനെ വരും. ഇങ്ങനെ ലെയേഴ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ലെയേഴ്സ് ആകുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ലെയറിൻ്റെ ഇടയിൽ ഫ്രീ സ്പേസ് ഉണ്ടാവും. ഇപ്പോൾ ഇങ്ങനെ ലെയറിൻ്റെ ഇടയിൽ ഫ്രീ സ്പേസ് ഉണ്ടാവും. അപ്പോൾ ഈ 2 ലെയറിൻ്റെ ഇടയിൽ ഇങ്ങനെ ഫ്രീ സ്പേസ് വരുന്നത് കൊണ്ട് പാക്കിംഗ് എഫിഷ്യൻസി കുറച്ച് കുറവായിരിക്കും ഏതിനകത്ത്, ഗ്രാഫൈറ്റിനകത്ത്. പക്ഷേ ഡയമണ്ട് അങ്ങനെയല്ല. ഡയമണ്ടിൽ ഇങ്ങനെ ലെയർ ഒന്നുമില്ല. ദർ ഇസ് എ കണ്ടിന്യൂസ് 3-dimensional നെറ്റ്വർക്ക് ഓഫ് കാർബൺ ആറ്റംസ് ആണ്. അപ്പോൾ അവിടെ ഫ്രീ സ്പേസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഏതുമായിട്ട് അതുകൊണ്ടാണ് ഡയമണ്ട് വളരെ ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. ഗ്രഫൈറ്റ് അത്ര ഹാർഡൊന്നുമല്ല. ഗ്രഫൈറ്റ് നമ്മൾ ലൂബ്രിക്കൻ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കും, ബിക്കോസ് ദീസ് ലെയേഴ്സ് ക്യാൻ മൂവ് വൺ ഓവർ ദ അതർ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഗ്രാഫൈറ്റിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രാഫൈറ്റിൽ കുറച്ചുകൂടെ ഫ്രീ സ്പേസ് വരുന്നതുകൊണ്ട് വോളിയം കൂടുതലായിരിക്കും. അപ്പോൾ വോളിയം കൂടുന്നതിനനുസരിച്ച് ഡെൻസിറ്റി കുറവായിരിക്കും അല്ലേ. ഡെൻസിറ്റി മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ ഗ്രാഫൈറ്റിൻ്റെ ഡെൻസിറ്റി ഡയമണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കാം. ഗ്രഫൈറ്റ് ഹാവ് മോർ ഡെൻസിറ്റി കമ്പയർഡ് ടു ഡയമണ്ട് ഇസ് ഇൻകറക്റ്റ്. ഗ്രഫൈറ്റിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കും. സോ ഡയമണ്ട് ഹാവ് മോർ ഡെൻസിറ്റി കമ്പയർഡ് ടു ഗ്രഫൈറ്റ്, അതായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ. സെയിം ഡെൻസിറ്റി ഒരിക്കലും വരത്തില്ല. ബോത്ത് ഹാവ് സെയിം ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഇൻകറക്റ്റ്. ആൻഡ് ഡയമണ്ട് ഇസ് ദ തെർമോഡൈനാമിക്കലി മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് കാർബൺ. തെർമോഡൈനാമിക്കലി മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് കാർബൺ ഡയമണ്ട് അല്ല, അത് ഗ്രഫൈറ്റ് ആണ്. മാത്രമല്ല പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ പ്യൂറസ്റ്റ് ഫോം ഓഫ് കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളറീൻ ആണ്. തെർമോഡൈനാമിക്കലി മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ ഗ്രഫൈറ്റ് ആണ്. ഗ്രഫൈറ്റിന് ഡെൻസിറ്റി ഡയമണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അലോട്രോപ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് the total number of acyclic isomers including the stereoisomers, geometrical and optical, with the molecular formula C4H7Cl. C4H7Cl in possible ആയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഐസോമേഴ്സ്, അതിൽ നമ്മൾ ജോമെട്രിക്കൽ കൗണ്ട് ചെയ്യണം, ഒപ്റ്റിക്കൽ ഫോം ചെയ്യണം, അത് കൗണ്ട് ചെയ്യണം, ഇതൊക്കെ നമ്മൾ കൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രക്ചർ എത്ര എണ്ണം ഉണ്ട് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ ബോണ്ട് ഇക്വിവലൻസ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പരിധി വരെ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ അതിൽ നിന്ന് കിട്ടും. ഇപ്പം ഞാനിവിടെ ഇത് ചെയ്തു തരാം എങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ നമ്മൾ കണ്ടുപിടിക്കണം വെച്ചാൽ ഫോർമുല എങ്ങനെയാണ്, 1 + C മൈനസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ്, 4 വരും, -½ ഇൻറ്റു നമ്പർ ഓഫ് ഹൈഡ്രജൻസ് പ്ലസ് നമ്പർ ഓഫ് ഹാലോജൻ മൈനസ് നമ്പർ ഓഫ് നൈട്രജൻ എന്നാണ്, അത് 0 ആണ്, അത് നമ്മൾ നൈട്രജൻ ഒന്നും ഇതിനകത്തില്ല. ഓക്കെ, അപ്പോൾ എത്ര വരും, 1 + 4 മൈനസ് 7 1 8 8 - 2 8/2 4 1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ 1 ആണ്. അതായത് C4H7Cl എന്ന് പറയുന്ന മോളിക്കുലാർ ഫോർമുലയുടെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ 1 ആണ്. അപ്പോൾ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്നുകിൽ അതിൻ്റെ സ്ട്രക്ചറുകളിൽ ഒന്നുകിൽ ഒരു ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ഒരു പൈ ബോണ്ട് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിലൊരു റിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഒന്നുകിൽ ഒരു ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ഒരു റിങ്. ഇനി ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഒരെണ്ണം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, റിങ് ആണെങ്കിൽ ആ റിങ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, അതിൽ പിന്നെ ഡബിൾ ബോണ്ട് ഒന്നും ഇടാൻ പാടില്ല. ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ. ഏതിൽ നിന്ന്, ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വഴി കിട്ടുന്ന ഇൻഫർമേഷൻ. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞേക്കുന്നത് അസൈക്ലിക് സ്ട്രക്ചേഴ്സ് ആണ് എഴുതേണ്ടത്. അസൈക്ലിക് ഐസോമേഴ്സ് എഴുതിയാൽ മതി. അപ്പം നമ്മൾ
ഏത് സ്ട്രക്ചർ വരയ്ക്കേണ്ട ആവശ്യമില്ല, റിങ് വരയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം നമുക്ക് ഏതേ വേണ്ടൂ, അസൈക്ലിക് ആയിട്ടുള്ള ഐസോമേഴ്സ് മതി. ഓക്കെ, അപ്പോൾ അസൈക്ലിക് ഐസോമേഴ്സ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ഒരു പൈ ബോണ്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ഈ 4 കാർബൺ വരുന്ന ഒരു പൈ ബോണ്ട് വരുന്ന സ്കെലിട്ടൻ വരയ്ക്കാം. 4 കാർബൺ ഒരു പൈ ബോണ്ട്. അപ്പോൾ 4 കാർബൺ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് വരാം. അപ്പോൾ അതിലൊരു പൈ ബോണ്ടും കൂടെ കൊടുക്കും. പൈ ബോണ്ട് നമുക്ക് 2 രീതിയിൽ കൊടുക്കാം അല്ലേ. ഒന്നുകിൽ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം അല്ലേ. 4 കാർബൺ വിത്ത് എ പൈ ബോണ്ട്. ഇപ്പോൾ ഇതാണ് 2 പോസിബിലിറ്റി. ഇനി ഒരു പോസിബിലിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ 4 കാർബണേയും സ്ട്രെയിറ്റ് ചെയിനാണ് വരച്ചേക്കണം. നമുക്ക് അവിടെ ബ്രാഞ്ച് ആയിട്ട് വരയ്ക്കാം. അതായത് 3 കാർബൺ പാരൻ ചെയിനുള്ള ഒരു ഹൈഡ്രോ കാർബൺ. എന്നിട്ട് ഇതിൽ നമുക്കൊരു ഡബിൾ ബോണ്ട് കൊടുക്കും. ഇതിൽ നമുക്കിപ്പോൾ എവിടെ ഡബിൾ ബോണ്ട് കൊടുത്തു കഴിഞ്ഞാലും സെയിം ആണ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കെലിറ്റൻ. അപ്പോൾ ഇതിൽ നമ്മൾ കാർബണും ഹൈഡ്രജനും മാത്രമേ വരച്ചിട്ടുള്ളൂ, പിന്നെ ഒരു ഡബിൾ ബോണ്ടും വരച്ചു. ഇനി നമ്മൾ അതിലേക്ക് ഒരാളെ ആഡ് ചെയ്യണം. ആര്? ക്ലോറിനെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലേ. ക്ലോറിനെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇതിൽ നമ്മൾ ക്ലോറിനെ അറ്റാച്ച് ചെയ്യാൻ നമുക്ക് എത്ര ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലോറിനെ കൊടുക്കാം അല്ലേ. വേറൊരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലോറിനെ കൊടുക്കാം. ഇനി വേറൊരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലോറിനെ കൊടുക്കാം അല്ല. ഇതൊക്കെ ക്ലോറിന് ഇടാനുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് ആണ്. ഇനി ഒരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട്, ഇവിടെ ക്ലോറിൻ. അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് 4 ഡിഫറെൻറ്റ് പൊസിഷണൽ ഐസോമേഴ്സ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ കൊടുക്കാം. നമുക്ക് ഇവിടെ ക്ലോറിനെ കൊടുക്കാം, ഇവിടെ ക്ലോറിനെ കൊടുക്കാം. ഈ 2 പോസിബിലിറ്റീസ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഇവിടെയാണ് ക്ലോറിനെ കൊടുത്തു കഴിഞ്ഞാൽ അഗെയിൻ അത് സെയിം തന്നെ ആയിരിക്കും. നമ്മൾ ഓൾറെഡി എഴുതി വരച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ ഈ അറ്റത്താണ് ക്ലോറിനെ കൊടുക്കുന്നതെങ്കിൽ അത് നമ്മൾ ഓൾറെഡി വരച്ചു. കാരണം ഇവിടെ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർബൺസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 2 പൊസിഷനിലും ക്ലോറിൻ ഇട്ട് ഇങ്ങനെ കിട്ടും. ഇനി ഇവിടെ നമുക്ക് ഒരു രീതിയിൽ മാത്രമേ ക്ലോറിന് അല്ല 2 രീതിയിൽ ക്ലോറിനെ കൊടുക്കാം അല്ലേ. ഒന്ന് ഇങ്ങനെ കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം. പിന്നെ ഇവിടെ നമുക്കിനി ക്ലോറിനെ കൊടുക്കാൻ പറ്റത്തില്ല, കാർബൺ ഓൾറെഡി 4 ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളൊരു പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലോറിൻ. അപ്പോൾ ഇത്രയും സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണ് നമുക്ക് വരയ്ക്കാൻ പറ്റുക, ഇത്രയും സ്ട്രക്ചറൽ ഐസോമേഴ്സ്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ഐസോമേഴ്സ് ആണ്. അതിൽ ജോമെട്രിക്കലും ഉണ്ടായിരിക്കണം, ഒപ്റ്റിക്കലും ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇവരിൽ ആർക്കൊക്കെ ജോമെട്രിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് കാണിക്കാൻ പറ്റുന്നത് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാനുള്ള കണ്ടീഷൻ എന്താണ്? ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കണമെങ്കിൽ കൈറാലായിരിക്കണം. അതായത് ഇപ്പം ഒരു കൈറാൽ കാർബൺ ഉണ്ടെങ്കിൽ അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. നോക്കാം. അപ്പോൾ ഈ ഡബിൾ ബോണ്ടിനെ സംബന്ധിച്ച് ഈ കാർബണിൽ ഒരു ക്ലോറിനും ഒരു ഹൈഡ്രജനുമാണ്, ഈ കാർബണിൽ ഒരു ഈത്തൈലും ഒരു ഹൈഡ്രജനുമാണ്. സോ ദിസ് ക്യാൻ ഷോ ജോമെട്രിക്കൽ ഐസോമറിസം. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമ്പോൾ അതിന് 2 ഐസോമർ ഉണ്ടാവും, സിസ്സും ഉണ്ടാവും, ട്രാൻസും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ 2 കൊടുക്കും, ഇതിന് 2 എണ്ണം ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് ഇത്. അപ്പോൾ ഈ കാർബണിനെ സംബന്ധിച്ച് ഇവിടെയും ഇവിടെ 2 ഹൈഡ്രജൻ ആണ് അല്ലേ. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. അപ്പോൾ അങ്ങനെ 2ഉം ഹൈഡ്രജൻ ആണെങ്കിൽ അതിനെന്ത് കാണിക്കാൻ പറ്റത്തില്ല? ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ ഈ ഡബിൾ ബോണ്ടിന് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ 2ഉം ഹൈഡ്രജൻ ആയതുകൊണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടുത്തെ ഈ കാർബണിനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാർബണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർബണിൽ ഒരു CH3, ഒരു Cl, ഒരു H, പിന്നെ ഒരു വിനൈൽ ഗ്രൂപ്പ്, 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പാണ് അവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ കാർബൺ എന്തായിരിക്കും? കൈറാലായിരിക്കും. ഇപ്പോൾ ഈ കാർബൺ കൈറാലായിരിക്കും. അപ്പോൾ അങ്ങനെ കൈറാലാണെങ്കിൽ ഇതിന് എത്ര ഐസോമേഴ്സ് ഉണ്ടാവും? 2 എണ്ണം ഉണ്ടാവും. ഒരു ഡെക്സ്ട്രോയോ ഉണ്ടാവും, ഒരു ലീവോയോ ഉണ്ടാവും. ഇനി ഇതിന് ഈ കാർബണിൽ 2 ഹൈഡ്രജൻസ് ആണ്, അപ്പോൾ അതിന് കാണിക്കാൻ പറ്റത്തില്ല. ഇത് കൈറാലും അല്ല, അപ്പോൾ ഇതിന് വേറെ അഡീഷണൽ ഐസോമേഴ്സ്, അതിന് സ്റ്റീരിയോ ഐസോമേഴ്സും കാണിക്കാൻ പറ്റത്തില്ല. ഇനി ഇതിന് ഈ ഡബിൾ ബോണ്ടിനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡബിൾ ബോണ്ടിൻ്റെ അറ്റത്ത് ഇവിടെ ഒരു മീഥൈലും ഒരു ഹൈഡ്രജനുമാണ്, 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്. ഇവിടെ ഒരു ഹൈഡ്രജനും ഈ ഒരു ഗ്രൂപ്പുമാണ്, 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഇതിന് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും. ഇതിന് 2 ഐസോമേഴ്സ് ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മീഥൈലുണ്ട്, ഒരു ഹൈഡ്രജനുണ്ട്, ഒരു മീഥൈലുണ്ട്, ഒരു ക്ലോറിനുണ്ട്. അപ്പോൾ ഇതിനും 2 ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും. ഇനി ഇവിടെ
ഈ കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഈ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ അല്ല. അതുപോലെ ഈ കാർബണിൽ 2 ഹൈഡ്രജൻ ആണ്. അപ്പോൾ അതിനും ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ അല്ല. അപ്പോൾ ഇതിനും 1 ഇതിനും 1. ഇനി നമുക്കിതൊക്കെ ആഡ് ചെയ്യണം. നമുക്ക് 2 + 1 3, 3 + 2 5, 5 + 1 6, 6 + 2 8, 8 + 2 10, 10 + 1 11, 11 + 1 12. 12 ഐസോമേഴ്സ് ആണ് ഇതിനെ കാണിക്കാൻ പറ്റുന്നത്. So there will be 12 isomers including both geometrical and optical isomerism. ടോട്ടൽ 12 എണ്ണം ആയിരിക്കും ഇതിനെ കാണിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In Dumas method of estimation of nitrogen, 0.3 gram of an organic compound gave 50 ml of nitrogen collected at 300 Kelvin and 715 millimeters. Calculate the percentage of nitrogen aqueous tension at 300 Kelvin is 15 millimeters. അപ്പോൾ ഡുമാസ് മെത്തേഡിൽ നൈട്രജൻ്റെ വെയിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വേ ഓഫ് അപ്രോച്ച് ഉണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 2 കണ്ടീഷനായിട്ട്, ഒന്ന് നമ്മുടെ എക്സ്പെരിമെൻ്റൽ കണ്ടീഷനാണ്, 2 കണ്ടീഷൻ. ഒന്ന് എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻ, രണ്ടാമത്തത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. എക്സ്പെരിമെൻ്റൽ കണ്ടീഷനും സ്റ്റാൻഡേർഡ് കണ്ടീഷനും. അപ്പോൾ എക്സ്പെരിമെൻ്റൽ കണ്ടീഷനിൽ പറഞ്ഞേക്കുന്നത് നമ്മൾ 300 കെൽവിൻ ടെമ്പറേച്ചർ, T1 ആയിരുന്നു, 300 കെൽവിനിൽ 50 ml ഓഫ് നൈട്രജൻ, വോളിയം ഓഫ് നൈട്രജൻ V1, 50 ml നൈട്രജൻ കിട്ടുന്നു. പ്രഷർ 715 ആണ് ടോട്ടൽ പ്രഷർ. അതിൽ അക്വസ് ടെൻഷൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 715 - 15 which is equal to 700 millimeters of mercury കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം അല്ലേ. PV = nRT വെച്ച് നമുക്ക് പ്രഷർ അറിയാം, വോളിയം അറിയാം, ടെമ്പറേച്ചർ അറിയാം, Rൻ്റെ വാല്യൂ അറിയാം. യു ക്യാൻ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, ആ നമ്പർ ഓഫ് മോൾസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ നമുക്കറിയാം T1 T2 ആയിട്ട് എടുക്കുന്നു. T2 നമ്മൾ 273 കെൽവിൻ എടുക്കുന്നു സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. P2 എത്രയാണ്? 180 അല്ലെങ്കിൽ 760 millimeters എടുക്കുന്നു. V2 ഈ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള V2, ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള V2 വോളിയം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ 22.4 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ ഗ്യാസ് ആയിരിക്കും അല്ലേ. 1 മോൾ ഓഫ് എനി ഗ്യാസ് അതിൻ്റെ വോളിയം അറ്റ് STP അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ 22.4 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വോളിയം സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള വോളിയം കണ്ടുപിടിക്കുന്നത്. സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള വോളിയം നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര മോൾ നൈട്രജൻ ഉണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഇവിടെ ഈ P1 ഇതാണ് ഇക്വേഷൻ, PV = nRT. അപ്പോൾ ഇവിടെ P1 V1 / T1 ഞാൻ P2 V2/T2 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ P1 എത്രയാണ്? P1 is 700, V1 is 50 and T1 is 300 equal to P2 എത്രയാണ്? 760. V2 നമുക്ക് അറിയത്തില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. T2 is 272. അപ്പോൾ V2 നമ്മളിങ്ങനെ കണ്ടുപിടിക്കും. V2 is equal to 700 × 50 / 300 × 273 / 760. അപ്പോൾ ഇത് വെച്ച് നമുക്ക് V2 കിട്ടും. V2യുടെ വാല്യൂ വരുന്നത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. V2 വരുന്നത് 41.9 ml. അപ്പോൾ ഇതാണ്, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോളിയം 41.9 ml കിട്ടും സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ. ഇനി നമ്മൾ കാൽക്കുലേഷനിലേക്ക് വരികയാണ്. അറ്റ് STP അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അല്ലെങ്കിൽ STPയിൽ നമുക്കറിയാം 22,400 ml.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1 മോൾ N2 ആണ് അല്ലേ? 1 മോൾ N2യുടെ വോളിയമാണ്. അതായത് വിച്ച് ഇസ് ഈക്വൽ ടു 28 ഗ്രാം നൈട്രജൻ അല്ലേ? 28 ഗ്രാം നൈട്രജൻ ആണ് ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 41.9 ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 28 ഡിവൈഡഡ് ബൈ 22,400 ഇൻറ്റു 41.9 ഗ്രാം നൈട്രജൻ. എസ് ടി പിയിൽ 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ 28 ഗ്രാം നൈട്രജൻ ആണ്. അങ്ങനെയാണെങ്കിൽ 41.9 ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഗ്രാം ആയിരിക്കും? 28 ബൈ 22,400 ഇൻറ്റു 41.9. അത്രയും നൈട്രജൻ ആണ് ആ സാമ്പിളിനകത്ത് ഉള്ളത്. എത്ര ഗ്രാം സാമ്പിളിനകത്ത്? 0.3 ഗ്രാം സാമ്പിളിനകത്ത്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ എത്രയായിരിക്കും? ഇത്രയും വെയിറ്റ് ഉണ്ട്. 28 ഇൻറ്റു 41.9 ഡിവൈഡഡ് ബൈ 22,400. ഇത്രയും വെയിറ്റ് ഓഫ് നൈട്രജൻ ആണ് ആ സാമ്പിളിലുള്ളത്. സാമ്പിളിൻ്റെ വെയിറ്റ് വരുന്നത് 0.3 ഗ്രാം ആണ്. അപ്പോൾ നൈട്രജൻ്റെ വെയിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ സാമ്പിൾ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സാമ്പിളിലെ നൈട്രജൻ്റെ വെയിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കും. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ വരുന്നത് 17.45%. ഓക്കെ, 17.45% ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡുമാസ് മെത്തേഡ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി ചോദിക്കാൻ. ഇതിനൊരു സ്റ്റാൻഡേർഡ് മെത്തേഡാണ്. ഇതിൽ അങ്ങനെ തെറ്റാനുള്ള ചാൻസ് ഒന്നുമില്ല. കാൽക്കുലേഷൻ തെറ്റിച്ചാൽ മാത്രമേ ഉള്ളൂ. കാരണം കുറച്ച് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്യാനുണ്ടാകും. അത് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ മെത്തേഡ്. അപ്പോൾ ആദ്യം നമ്മൾ എക്സ്പെരിമെൻ്റൽ കണ്ടീഷനും സ്റ്റാൻഡേർഡ് കണ്ടീഷനും കൂടെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള വോളിയം ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കുന്നു. ആ വോളിയം ഓഫ് നൈട്രജൻ വെച്ചിട്ട് പിന്നെ നമ്മൾ യൂണിറ്ററി മെത്തേഡ് ഉപയോഗിച്ചിട്ട് വെയിറ്റ് ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കുന്നു. ടോട്ടൽ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഡുമാസ് മെത്തേഡിൻ്റെ കോൺസെപ്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is not a colligative property? തന്നിരിക്കുന്നതിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലാത്തത് ഏതാണെന്നാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? Properties of a solution which depends only on the number of solute particles in the solution, and it is irrespective or independent of the chemical identity of the solute particle. Solute particle നമ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. നിങ്ങൾ പഠിക്കുന്ന 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, പിന്നെ ഓസ്മോട്ടിക് പ്രഷർ. ഇതാണ് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണോ? നമ്മൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ പഠിക്കും അല്ലേ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? P0 മൈനസ് P ഡിവൈഡ് ബൈ P0 വിച്ച് ഇസ് ഈക്വൽ ടു K2. ഇതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആൻഡ് ഇറ്റ് ഈസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലേ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്. ഇനി ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണോ എന്നാണ്. ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? P0 മൈനസ് P ആണ് അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു P0 ഇൻറ്റു K2. ആൻഡ് P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻ്റ് ആണ്. അതൊരു കോൺസ്റ്റൻ്റ് ആണ്. സോ P0 മൈനസ് Pനെ നമുക്ക് എന്ത് ചെയ്താം? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു K2 എന്ന് എഴുതാം. സോ അതും ഏതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഓൾസോ എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ അത് ആദ്യത്തെ രണ്ടും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഫ്രീസിംഗ് പോയിന്റ് ആണ്. ഫ്രീസിംഗ് പോയിന്റ് ഈസ് നോട്ട് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ്. അതായത് ഒരു സോൾവെൻറ്റിനകത്ത് കുറച്ച് സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ഒരു ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഉണ്ട്. അതായത് ആ ഫ്രീസിംഗ് പോയിന്റ് ഉണ്ടാകുന്ന ഒരു ഡിക്രീസ്, അതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അല്ലാണ്ട് ഫ്രീസിംഗ് പോയിന്റ് ഈസ് നോട്ട് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് ദറ്റ് സോൾവെൻറ്റ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് ഈസ് നോട്ട് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഈസ് ദ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് നോട്ട് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഓസ്മോട്ടിക് പ്രഷർ ഈസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഇതിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് അല്ലാത്തത് ഓപ്ഷൻ 3 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A solution of aluminum chloride is electrolyzed for 30 minutes using a current 2 ampere
the amount of the aluminum deposited at the anode in grams. അപ്പോൾ ഇതിൽ അലുമിനിയം ക്ലോറൈഡിൻ്റെ ഇലക്ട്രോളിസിസ് ആണ് പറയണത്. അപ്പോൾ അലുമിനിയം ക്ലോറൈഡിൻ്റെ ഇലക്ട്രോളിസിസിൽ 30 minutes ടൈമിലേക്ക് നമ്മൾ ടൈം ഡ്യൂറേഷനിൽ 2 ampere കറണ്ട് ആണ് പാസ് ചെയ്യുന്നത്. ആനോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അലുമിനിയത്തിൻ്റെ എമൗണ്ട് ആണ് നമ്മളിത് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം അലുമിനിയം ക്ലോറൈഡ് Al3+ഉം Cl- ഡിസോസിയേറ്റ് ചെയ്യും. Al3+ ആണ് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ. അത് മൂവ് ചെയ്യുന്ന ഇവിടത്തേക്കായിരിക്കും നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ള കാത്തോഡിലേക്കാണ് മൂവ് ചെയ്യുക. എന്നിട്ട് കാത്തോഡിൽ വെച്ചിട്ടാണ് Al3+ റിഡക്ഷൻ നടക്കുന്നത്. ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആയിരിക്കും. ആനോഡിലായിരിക്കത്തില്ല അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? കാത്തോഡിലേക്കായിരിക്കും അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ എന്താണ്? ദ എമൗണ്ട് ഓഫ് ദ അലുമിനിയം ഡെപ്പോസിറ്റഡ് അറ്റ് ദ ആനോഡ്. ആനോഡിൽ അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യില്ല. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. ചിലപ്പോൾ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ, നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ചെറിയ ട്വിസ്റ്റൊക്കെ ക്വസ്റ്റന് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ എമൗണ്ട് കറണ്ടും ആംപിയറൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ടൈമൊക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതും. അങ്ങനെ ചെയ്യരുത്. ക്വസ്റ്റൻ ഒന്ന് നന്നായിട്ട് വായിച്ച് നോക്കുക. തിയറി ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. ഇതിൽ ആനോഡിൽ ഒരിക്കലും അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യത്തില്ല. ആനോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അലുമിനിയത്തിൻ്റെ എമൗണ്ട് 0 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ. ഇത് അഗെയിൻ ഒരു ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഈ മാച്ച് ദ ഫോളോയിങ്ങിൽ ട്രാൻസിസ്റ്റേഴ്സ്, ഇപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന സെല്ലാണ് ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ സെൽ അല്ലെങ്കിൽ ലെക്ലാഞ്ചേ സെല്ലാണ്. നമുക്കറിയാം അതിൽ ആനോഡ് സിങ്കും കാത്തോഡ് കാർബൺ പോറസ് ആയിട്ടുള്ള ഗ്രാഫൈറ്റ് കാർബൺ ആണ്. അപ്പോൾ 1 മാച്ച് ചെയ്യുന്നത് 3 ആണ്. ഹിയറിംഗ് എയ്ഡ്സ്, ചെറിയ നമ്മൾ ഹിയറിംഗ് എയ്ഡ്സ് ഉപയോഗിക്കുന്നത് മെർക്കുറി സെല്ലാണ് അല്ലേ? മെർക്കുറി സെല്ലാണ്. അപ്പോൾ അതിൽ ആനോഡ് സിങ്ക് അമാൽഗം, കാത്തോഡ് HGO കാർബൺ ഇതാണ്. അതുപോലെ ഇൻവേർട്ടേഴ്സിൽ നമ്മൾ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ് ഇൻവേർട്ടേഴ്സിൽ ഉപയോഗിക്കുന്നത്. സോ ആനോഡസ് ലെഡ്, കാത്തോഡസ് മിക്സ്ചർ ഓഫ് PB ആൻഡ് PbO2 ആണ്. അതേപോലെ അപ്പോളോ സ്പേസ് ഷിഫ്റ്റിൽ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ്. സോ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. സോ എ മാച്ച് ചെയ്യുന്നത് 3 B1 C4 D2 വരും. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1 വരും. ഓക്കെ, അഗൈൻ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഇതിൽ ഒന്നുമില്ല. നമ്മൾ ഓർമ്മയുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. ആൻസർ ഓപ്ഷൻ 1 വരും. ഓക്കെ, അടുത്തത്. Which of the following is not true for first order decomposition? കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഫസ്റ്റ് ഓർഡർ ഡീകമ്പോസിഷനെ സംബന്ധിച്ച് ശരിയല്ലാത്ത എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഓർഡർ ഡീകമ്പോസിഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് റിമെയിൻഡ് ആഫ്റ്റർ 3 half lives is 1/8 ഓഫ് ഇറ്റ്സ് ഒറിജിനൽ എമൗണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ പ്രത്യേകതയാണ്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ ഹാഫ് ലൈഫ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻറ്റ്. ഹാഫ് ലൈഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഇപ്പം നമ്മൾ ഇപ്പോൾ ഇനീഷ്യലി നമ്മൾ A0 എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ടിങ് വിത്ത് A0. ഒരു ടി ഹാഫ് കഴിയുമ്പം ഈ A0യുടെ പകുതി റിയാക്ട് ചെയ്ത് കഴിയുന്നു. അപ്പം ഇനി ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? A0/2 ബാക്കി ഉണ്ടാവും അല്ലേ? ഒരു ടി ഹാഫ് കഴിയുമ്പം A0/2 ബാക്കി ഉണ്ടാവുന്നു. ഇനി 2 ടി ഹാഫ് കഴിയുന്നു. അപ്പോൾ അടുത്ത ടി ഹാഫിൽ ഇപ്പോൾ A0/2 വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ A0/2യുടെ പകുതി റിയാക്ട് ചെയ്ത് കഴിയുന്നു. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? A0/2ൻ്റെ പകുതി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ A0/2ൻ്റെ പകുതി ബാക്കിയുണ്ടാവും. അതായത് എത്ര? A0/4 ബാക്കിയുണ്ടാവും. A0/4 ബാക്കിയുണ്ടാവും. ഇനി അടുത്തൊരു ടി ഹാഫ് 3 ടി ഹാഫ് കഴിയാന്ന് വെച്ചു. അപ്പോൾ 3 ടി ഹാഫ് കഴിയുമ്പം A0/4 ആണ് മൂന്നാമത്തെ ടി ഹാഫ് തുടങ്ങുമ്പോൾ ഉള്ളത്. അതിൻ്റെ പകുതി റിയാക്ട് ചെയ്ത് കഴിയുന്നു. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? A0/4ൻ്റെ പകുതി അതെത്രയാണ്? A0/8 ബാക്കിയുണ്ടാവും. A0/8 ബാക്കിയാണ്. സോ ദ റിമൈനിങ് amount of reactant after 3 ടി ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it will be A0/8 ആയിരിക്കും. So amount of substance remained after 3 half lives is 1/8 of the original amount is correct. Okay, this is a true statement.
നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോട്ട് ട്രൂ ആണ്. ഇതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്തത് റേറ്റ് കോൺസ്റ്റൻറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ. നമ്മൾ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് പഠിക്കുന്ന ഒരു ഫോർമുലയാണ് അരീനിയസ് ഇക്വേഷൻ, A(e⁻ അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻറ്റ് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ റേറ്റ് കോൺസ്റ്റൻറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ ഇസ് ഇൻകറക്റ്റ്. ഇറ്റ് ആക്ച്വലി ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് റേറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുമ്പം ഈ വാല്യൂ എന്താവും, കുറയും. E/RT കുറയും, പക്ഷേ E⁻E/EA/RT എന്താവും, കൂടും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പം റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ വിൽ ഇൻക്രീസ് അല്ലേ. റേറ്റും റേറ്റ് കോൺസ്റ്റൻ്റ് ഒക്കെ കൂടുകയാണ് ചെയ്യുക ടെമ്പറേച്ചർ കൂടുമ്പോൾ. സോ റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. കറക്റ്റാണ്, എക്സ്പോണൻഷ്യലി കൂടും. ഓക്കെ, ഇനി ഹാഫ് ലൈഫ് ഇസ് ln2 ടൈംസ് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ഇക്വേഷൻ 2.1/T ln A0/A. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓർഡർ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് ഓർഡർ റേറ്റ് ഇക്വേഷൻ. ഇനി T ഹാഫ് ആവും. വെൻ T ഈസ് ഈക്വൽ ടു T ഹാഫ്, K മാറത്തില്ല, 1/K ln ഇനീഷ്യൽ കോൺസെൻട്രേഷനും മാറത്തില്ല. കോൺസെൻട്രേഷൻ എത്രയായിട്ടുണ്ടാവും, A0/2 ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, T ഹാഫ് ഈസ് ഈക്വൽ ടു ln2 ഡിവൈഡഡ് ബൈ K എന്ന് അല്ലേ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ T ഹാഫിൻ്റെ ഇക്വേഷൻ, ln2 ഡിവൈഡഡ് ബൈ K. സോ ln2 ടൈംസ് 1 റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് ഓൾസോ കറക്റ്റ് അല്ലേ, അല്ലെങ്കിൽ ട്രൂ ആണ്. അപ്പോൾ നമുക്ക് നോട്ട് ട്രൂ ആയിട്ടുള്ള ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. ഓപ്ഷൻ 2 ആയിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, for the non-stoichiometric reactions 2A plus B gives C plus D, the following kinetic data were obtained in 3 separate experiments all at 298 Kelvin. നമുക്കൊരു സെറ്റ് ഓഫ് ഡേറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ റേറ്റ് ലോ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ റേറ്റ് ലോ നമ്മൾ റിയാക്ടൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ ടേമിലാണ് എഴുതുക. അപ്പോൾ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് തന്നെ വരണമെന്നൊന്നുമില്ല. നമ്മളപ്പോൾ എന്ത് എഴുതുന്നു, A⁻x ഇൻറ്റു B⁻y എന്ന് എഴുതുന്നു. ഇനി നമ്മൾ എങ്ങനെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് വളരെ സിമ്പിളാണ്. ഇങ്ങനെ ഒരു ഡേറ്റയൊക്കെ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺസെൻട്രേഷൻ, ഇപ്പം എയുടെ കാര്യം, നമ്മൾ എയുടെ ഇപ്പം നമ്മളിവിടെ ഈ 2 ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ എയുടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ഇല്ല അല്ലേ, എ ചേഞ്ച് ഇല്ല ഇൻറ്റു 1 ആണ്. പക്ഷേ ബിയുടെ കോൺസെൻട്രേഷൻ എത്ര ടൈംസ് ആവുന്നു, ഇൻറ്റു 2 ടൈംസ്. ഓക്കെ, എയുടെ കോൺസെൻട്രേഷനിൽ ചേഞ്ച് ഇല്ല, ബിയുടെ കോൺസെൻട്രേഷൻ 2 ടൈംസ് ആവുന്നു. റേറ്റിലൊരു വ്യത്യാസമില്ല, റേറ്റ് സെയിം ആണ്. അതായത് എയുടെ കോൺസെൻട്രേഷനിൽ വ്യത്യാസം വരുത്താണ്ട് ബിയുടെ കോൺസെൻട്രേഷനിൽ ഡബിൾ ആകുമ്പം റേറ്റിലൊരു വ്യത്യാസം വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, അതായത് ബിയുടെ കോൺസെൻട്രേഷൻ മാറുമ്പോഴും റേറ്റിലൊരു വ്യത്യാസം വരുന്നില്ലെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ആ റിയാക്ഷൻ്റെ റേറ്റ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ബിയുടെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയാം അല്ലേ. അപ്പോൾ ബിയുടെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ടേം എന്തായി പോകണം, 0 ആയി പോകണം അല്ല, ഈ ടേം 1 ആയി പോകണം അല്ലേ. അപ്പോൾ ഈ ടേം 1 ആവണമെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. സോ y ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ, y ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് നമുക്ക് y ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബിയുടെ കിട്ടി, ഇനി നമുക്ക് എ വേണം. അപ്പോൾ ബിയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ടിരിക്കണം, 2 വാല്യൂ എടുക്കുക. അപ്പോൾ ഇവിടെ ബിയുടെ കോൺസെൻട്രേഷൻ സെയിം ആണ് അല്ലേ, ബിയുടെ കോൺസെൻട്രേഷൻ സെയിം. അപ്പോൾ ഡേറ്റ 1ഉം 3 എടുക്കുമ്പോൾ ബിയുടെ കോൺസെൻട്രേഷൻ സെയിം ആക്കി വെച്ചിട്ട് എയുടെ കോൺസെൻട്രേഷൻ എത്ര ടൈംസ് ആക്കുന്നു, എയുടെ കോൺസെൻട്രേഷൻ 2 ടൈംസ് ആണ് അല്ലേ, 0.1 നിന്ന് 0.2ലേക്ക് വരും. എയുടെ കോൺസെൻട്രേഷൻ 0.1ൽ നിന്ന് 0.2 ഡബിൾ ആകുമ്പം റേറ്റും എന്താകുന്നു, 1.2ൽ നിന്ന് 2 ആവുന്നു, 2.4 ആവും അല്ലേ. അപ്പോൾ എയുടെ കോൺസെൻട്രേഷൻ 2 ടൈംസ് ആകുമ്പം റേറ്റും 2 ടൈംസ് ആവുന്നു. എയുടെ കോൺസെൻട്രേഷൻ 2 ടൈംസ് ആകുമ്പം റേറ്റും 2 ടൈംസ് ആകുന്നുണ്ടെങ്കിൽ എയുടെ പവർ എന്തായിരിക്കണം, 1 ആയിരിക്കണം അല്ലേ. ഇപ്പോൾ 2 ആയിരുന്നെങ്കിൽ 4 ടൈംസ് ആവുമായിരുന്നു.
അപ്പം ഇവിടെ 3 ആയിരുന്നുവെങ്കിൽ 2/3 ടൈംസ് ആവുമായിരുന്നു അല്ലേ. പക്ഷെ ഇവിടെ എത്രയാണ് വരുന്നത്? റേറ്റ് ഡബിൾ ആവുന്നു, എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആവും, റേറ്റ് ഡബിൾ ആവുന്നു. അപ്പോൾ ഈ 2ൻ്റെ പവർ എത്രയായിട്ട് വരണം? 1 ആയിട്ട് വരണം അല്ലേ. അപ്പോഴാണ് റേറ്റും ഡബിൾ ആവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റേറ്റ് ഇക്വേഷൻ എന്തായിരിക്കും? റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് വരും അല്ലേ. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ. അപ്പോൾ റേറ്റ് നമ്മൾ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ ആയിട്ട് എഴുതുന്ന സമയത്ത് യു ക്യാൻ റൈറ്റ് dc by dt. In terms of c it is dc by dt, in terms of d it is dd by dt. So dc by dt is equal to k into concentration of a എന്ന് വരും. So the correct answer is option 4. Option 4 ആയിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. which is false about the hydrates of group 15 element. Again question ശ്രദ്ധിക്കുക, കണ്ടുപിടിക്കുന്നത് false statement ആണ്, which is false about the hydrates of group 15 element. നമുക്ക് ഓരോന്ന് വായിച്ച് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: സ്റ്റെബിലിറ്റി ഓഫ് ഹൈഡ്രേറ്റ്സ് ഡിക്രീസസ് ഫ്രം അമോണിയ ടു BiH3. അതായത് നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ആറ്റത്തിൻ്റെ സൈസ് കൂടി വരും. അപ്പോൾ ആറ്റത്തിൻ്റെ സൈസ് കൂടി വരുന്നതിനനുസരിച്ചിട്ട് ബോണ്ട് ലെങ്ത് കൂടി വരും. ബോണ്ട് ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് സ്റ്റെബിലിറ്റി കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് ഹൈഡ്രേറ്റ്സ് ഡിക്രീസസ് ഫ്രം അമോണിയ ടു BiH3. കറക്റ്റ്, അത് കറക്റ്റാണ്. രണ്ടാമത് റെഡ്യൂസിങ് ക്യാരക്ടർ ഓഫ് ഹൈഡ്രേറ്റ്സ്. അഗെയിൻ ഈ ബോണ്ട് വീക്ക് ആവുന്നതിനനുസരിച്ചിട്ട് ഇറ്റ് കൻ ഈസിലി ഗിവ് അവേ എച്ച് അല്ലെ, ഹൈഡ്രജന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ബോണ്ട് വീക്ക് ആവുന്നതിനനുസരിച്ചിട്ട് അവരുടെ റെഡ്യൂസിങ് പ്രോപ്പർട്ടി കൂടിക്കൊണ്ടിരിക്കും. സോ റെഡ്യൂസിങ് ക്യാരക്ടർ ഓഫ് ഹൈഡ്രേറ്റ്സ് ഇൻക്രീസസ് ഫ്രം അമോണിയ ടു BiH3. അഗെയിൻ ഇറ്റ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. മൂന്നാമത്തത് ബേസിസിറ്റി ഡിക്രീസസ് ഫ്രം അമോണിയ ടു BiH3. അമോണിയ ആണ് ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള ബേസ്. ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ബേസിക് സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ദിസ് ഈസ് ഓൾസോ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദർ ഇസ് എ റെഗുലർ ഡിക്രീസ് ഇൻ മെൽറ്റിംഗ് പോയിന്റ് ഫ്രം അമോണിയ ടു SbH3 ആണ്. അപ്പോൾ ഇതിൽ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അമോണിയയിൽ ഈ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അമോണിയയുടെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു അമോണിയയും കൂടെ വരുന്നുണ്ടെങ്കിൽ ഒരു റെഗുലർ ഡിക്രീസ് ഇൻ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, റെഗുലർ ഡിക്രീസ് എന്നുള്ളത് കൊണ്ട് അത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. റെഗുലർ ഡിക്രീസ് ആയിരിക്കത്തില്ല. അമോണിയ ഹാവ് വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ്, മീൻസ് കമ്പയർഡ് ടു ദ അതർ ഈ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ട് അമോണിയ, നമുക്കറിയാം അമോണിയ ഗ്യാസ് ആണ്. പക്ഷേ മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഫോസ്ഫീനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അമോണിയയുടെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. അപ്പോൾ റെഗുലർ ഡിക്രീസ് ഇൻ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അടുത്തത്, which of the following element does not belongs to actinoid series? ഇപ്പോൾ CM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CM, AM, TM, fermium, thulium. Thulium is 4F series. Curium, Americum, fermium ഇതൊക്കെ actinoid ആണ്, 5F series ആണ്. Thulium is 4F series. So correct answer is option 3. Okay, option 3 ആയിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇത് D and F ബ്ലോക്ക് എലിമെൻറ്റ്സ് എന്ന് പറയുന്ന F ബ്ലോക്ക് എലിമെൻറ്റ്സ് എന്നൊക്കെ ഈ രീതിയിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ചോദിക്കുള്ളൂ. അപ്പോൾ എലിമെൻറ്റ്സിൻ്റെ പേരും ഇതൊക്കെ ഫെമിലിയർ ആയിട്ട് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മാംഗനീസ് ഇൻ ഫ്ലൂറൈഡ് ഇസ് +4, ബട്ട് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ ഓക്സൈഡ് ഇസ് +7 ഇൻ Mn2O7 ബിക്കോസ്. അതായത് മാംഗനീസിന് ഫ്ലൂറിൻ വെച്ച് വരുമ്പം മാക്സിമം +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റുന്നുള്ളൂ. അതായത് മാംഗനീസിന് ബേസിക്കലി MnF7 എന്ന് പറയുന്നൊരു മോളിക്യൂൾ ഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, MnF7 ഫോം ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ MnF7 വരണമെങ്കിൽ 7 സിംഗിൾ ബോണ്ട് വരണം മാംഗനീസിൻ്റെ ചുറ്റിലും. അപ്പോൾ ഈ 7 സിംഗിൾ ബോണ്ട് മാംഗനീസിൻ്റെ ചുറ്റിലും വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു സ്റ്റെറിക് ക്രൗഡിങ് ഉണ്ടാവും അതിന് ചുറ്റിലും. അപ്പോൾ അതുകൊണ്ട് ഇത് അങ്ങനെ സാധാരണ ഫോം ചെയ്യാറില്ല. ഈ ഫ്ലൂറിൻ ആണെങ്കിൽ
സിംഗിൾ ബോണ്ടുകൾ മാത്രമേ ഫോം ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം 4 എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ ഫ്ലൂറൈഡിൽ വരാറുള്ളൂ. പക്ഷേ ഓക്സിജനിൽ വരുന്നുണ്ട്. ഓക്സിജനിൽ വരുന്നതിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജന് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ പൈ ബോണ്ടുകൾ ഫോം ചെയ്യാൻ പറ്റും. ഇപ്പം 7 ഓക്സിജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മളിപ്പം MnO7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ മാംഗനീസിന് ബേസിക്കലി മാംഗനീസ് ഇവിടെയും 4 ഓക്സിജനുമായിട്ട് മാത്രമേ ബോണ്ട് ഫോം ചെയ്യുന്നുള്ളൂ. പക്ഷേ 3 ഓക്സിജനുമായിട്ട് ഡബിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ഈ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 വരെ എത്തുന്നത്. അപ്പോൾ ആ ഒരു എബിലിറ്റി ഫ്ലൂറിൻ ഇല്ലാത്തത് കൊണ്ടാണ് ഫ്ലൂറിൻ്റെ കേസിൽ മാക്സിമം +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രം വരുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഓക്സിജൻ. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് അത് കറക്റ്റാണ്. ഫ്ലൂറിൻ ഓക്സിജനേക്കാൾ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്. പക്ഷേ ഇതിനുള്ളൊരു റീസൺ ആയിട്ട് നമുക്കതിനെ പറയാൻ പറ്റത്തില്ല. രണ്ടാമത് ഫ്ലൂറിൻ ഡസ് നോട്ട് പൊസസ് ഡി ഓർബിറ്റൽ. ഫ്ലൂറിൻ ഡി ഓർബിറ്റൽ പൊസസ് ചെയ്യുന്നില്ല, ഓക്സിജനും ഡി ഓർബിറ്റൽ പൊസസ് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ നമുക്കത് പറയാൻ പറ്റത്തില്ല. ഫ്ലൂറിൻ സ്റ്റെബിലൈസസ് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ആക്ച്വലി ഫ്ലൂറിൻ ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്നാണ് അല്ലേ. അപ്പം ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരേണ്ടതാണ്. അപ്പം അതുമല്ല, in covalent compounds fluorine can form single bond only while oxygen forms double bond. ഇതാണ് കറക്റ്റ് റീസൺ. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് കോർഡിനേഷൻ കെമിസ്ട്രി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ഓർഡർ ഓഫ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ΔOS. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ലൈക്ക് 3 കോംപ്ലക്സുകളാണ്. 3 കോംപ്ലക്സുകളിൽ ലിഗാൻഡ് എല്ലാത്തിലും സെയിം ആണ്. അപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിഗാൻഡിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, ലിഗാൻഡിൻ്റെ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യും, മെറ്റലിൻ്റെ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യും, മെറ്റലിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ലിഗാൻഡ് എല്ലാത്തിലും സൈനിഡോ ആണ്, ലിഗാൻഡ് എല്ലാത്തിലും സെയിം ആണ്. ലിഗാൻഡിൻ്റെ ചാർജ് എല്ലാത്തിലും CN- അത് സെയിം ആണ്. നമ്പർ ഓഫ് ലിഗാൻഡ്സ് എല്ലാത്തിലും 6 ആണ്, അത് സെയിം ആണ്. ഇനി മെറ്റലിൻ്റെ കേസിൽ വന്നു കഴിഞ്ഞാൽ മെറ്റൽ ഇപ്പോൾ ഇവിടെ Fe3+ ആണ്, ഇവിടെ റുത്തീനിയം 3+ ആണ്, ഇവിടെ ഓസ്മിയം 3+ ആണ്. മെറ്റലിൻ്റെ ചാർജും എല്ലാത്തിലും സെയിം ആണ്. പക്ഷേ മെറ്റൽസ് ആർ ഡിഫറെൻറ്റ് അല്ലേ. മെറ്റൽസ് ഡിഫറെൻ്റ് ആണ്. മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ, റുത്തീനിയം, ഓസ്മിയം ദേ ബിലോങ്സ് ടു സെയിം ഗ്രൂപ്പ്. അവർ ഒരേ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അയൺ 3D സീരീസിലും റുത്തീനിയം 4D സീരീസിലും ഓസ്മിയം 5D സീരീസിലുള്ള എലിമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് അതിൽ ഒരു ഫാക്ടറാണ് മെറ്റലിൻ്റെ നേച്ചർ. അതായത് മെറ്റൽ ഇപ്പോൾ ഒരു 3D നിന്ന് 4Dയിലേക്ക് പോകുമ്പം ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഇൻക്രീസസ്. ഇനി 4D നിന്ന് 5Dയിലേക്ക് പോകുമ്പോൾ അതിലും കൂടുതൽ ഇൻക്രീസ് ഇൻ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പ്ലിറ്റിംഗ് എനർജി ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഒരു ഗിവൺ ഗ്രൂപ്പിൽ 5D സീരീസിലായിരിക്കും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഓസ്മിയത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്പ്ലിറ്റിംഗ് ഉണ്ടാവുക. ഏറ്റവും കുറവ് ഉണ്ടാകുന്നത് അയണിനായിരിക്കും. ഓക്കെ, അപ്പോൾ അയണിന് ഏറ്റവും കുറവ് അയൺ. സോ ഇതിന് കറക്റ്റ് ആൻസർ വരിക 2 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ന്യൂക്ലിയർ ചാർജ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പ്ലിറ്റിംഗ് ഉണ്ടാകുന്നത് എപ്പോഴും 5D സീരീസിലെ എലിമെൻറ്റ് വരുമ്പോഴായിരിക്കും, പിന്നെ 4D, പിന്നെ 3D. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് വിച്ച് ക്യാൻ ഷോ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇസ്. അപ്പോൾ നമുക്കിവിടെ കുറേ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ അറേഞ്ച്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ആർക്കാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ജോമെട്രി വൈസ് തന്നിട്ട് നമുക്കിത് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിൽ ചെയ്യാം. ബേസിക്കലി ഇവരുടെ ഓപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാനുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവാൻ പാടില്ല എന്നാണ്. പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ അത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും, പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല എങ്കിൽ അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഇപ്പം നമ്മളിപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലെയിൻ ഓഫ് സിമെട്രി ഇവിടെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പ്ലെയിൻ എടുക്കുന്നു. ഈ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ഈ പ്ലെയിനിൻ്റെ ഫ്രണ്ടിലും A ആണ്, ബാക്കിലും A ആണ്. അപ്പോൾ ആ ഇങ്ങനെ ഇപ്പം നമ്മളിപ്പം ഇതിന് ഞാൻ ഈ 180 ഡിഗ്രിയിലുള്ള ആൾക്കാരെ ലിഗാൻഡ്സിനെ സെറ്റ് ഓഫ് 2 ലിഗാൻഡിൻ്റെ സെറ്റായിട്ട് എന്ന് വെച്ചാൽ ഈ 180 ഡിഗ്രി AB ആണ്,
ഈ 180 ഡിഗ്രിയിൽ CD ആണ്, ഈ 180 ഡിഗ്രിയിൽ AA ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മൾ സെറ്റ് ഓഫ് 2 ലിഗാൻഡിൻ്റെ സെറ്റായിട്ട് എഴുതുന്ന സമയത്ത് 2 ലിഗാൻഡുള്ള ഒരു സെറ്റ്, ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള 2 ലിഗാൻഡുള്ള ഒരു സെറ്റ് വരുവാണെങ്കിൽ, ഇങ്ങനെ AA എന്ന് വരികയാണെങ്കിൽ അത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ ഈ രീതിയിൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഈ രീതിയിൽ എഴുതി നോക്കിയാൽ മതി. 2 ലിഗാൻഡുള്ള 2 സെയിം ലിഗാൻഡുള്ള ഒരു സെറ്റ് വരുവാണെങ്കിൽ അത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എഴുതി നോക്കിക്കോ, ഒന്ന് AC വരും, പിന്നെ AA വരും, പിന്നെ DB വരും. അപ്പോൾ ഇവിടെയും എന്തുണ്ട്, സോറി AA അല്ലേ, രണ്ടാമത്തെ സെറ്റ് AA ആണ്. അതായത് AC AA BD. അപ്പോൾ ഇവിടെയും ഉണ്ട് 2 ഒരേ ലിഗാൻഡുള്ള ഒരു സെറ്റ്. അപ്പോൾ ഇതും ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഇനി ഇതിലെ നിങ്ങൾക്ക് ഇപ്പം ഇതിലെ പ്ലെയിൻ ഓഫ് സിമെട്രി കണ്ടുപിടിക്കണമെങ്കിൽ ഇതായിരിക്കും ഇതിലെ പ്ലെയിൻ ഓഫ് സിമെട്രി, ഇതായിരിക്കും ഇതിൻ്റെ പ്ലെയിൻ ഓഫ് സിമെട്രി. കാരണം നോക്കി ഈ പ്ലെയിനിൻ്റെ ഫ്രണ്ടിലും A ആണ്, പിറകിലും A ആണ്. അപ്പോൾ ആ പ്ലെയിൻ അതിനെ 2 ഈക്വൽ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ AD എന്ന് പറയുന്നൊരു സെറ്റുണ്ട്, പിന്നെ AA എന്ന് പറയുന്നൊരു സെറ്റുണ്ട്, പിന്നെ BC എന്ന് പറയുന്നൊരു സെറ്റുണ്ട്. എഗെയിൻ ഇവിടെയും ഈ ഒരു സെറ്റ് ഉള്ളത് കാരണം, അതായത് 2 ഒരേ ലിഗാനുള്ള ഒരു സെറ്റ് ഉണ്ടായത് കാരണം അതും ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. ഇതിൻ്റെ പ്ലെയിൻ ഓഫ് സിമെട്രി നോക്കണമെങ്കിൽ ഇതിൻ്റെ പ്ലെയിൻ ഓഫ് സിമെട്രി ഇതായിരിക്കും, ഇതായിരിക്കും അതിൻ്റെ പ്ലെയിൻ ഓഫ് സിമെട്രി. കാരണം ആ പ്ലെയിനിൻ്റെ ഫ്രണ്ടിലും A ആണ്, പിറകിലും A ആണ്, അത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. ഇനി ഈ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB ആണ്, അടുത്ത 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ AC ആണ്, അടുത്ത 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ AD ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഐഡൻറ്റിക്കൽ ലിഗാൻസ് ഉള്ള സെറ്റുകളൊന്നും ഇല്ല. ഐഡൻറ്റിക്കൽ ലിഗാൻസ് ഉള്ള സെറ്റുകളൊന്നും ഇല്ല എങ്കിൽ അതിന് പ്ലെയിൻ ഓഫ് സിമെട്രിയും ഉണ്ടാവില്ല, അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആയിരിക്കും. ഓപ്ഷൻ 4-നാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാൻ പറ്റുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The correct order of reactivity towards solvolysis reaction via SN1 mechanism. അപ്പോൾ SN1 മെക്കാനിസം ആണ്. അപ്പോൾ SN1 മെക്കാനിസം ആകുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ ആണ്. സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ അല്ലേ. അപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ അതിനനുസരിച്ചിട്ടായിരിക്കും റിയാക്ടിവിറ്റി. കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് റിയാക്ടിവിറ്റിയും കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളിപ്പം നോക്കുന്ന സമയത്ത് ഇപ്പം ഇവിടെ നിന്ന് ഉണ്ടാകുന്ന കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ മോളിക്യൂളിലെ കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും. മൂന്നാമത്തെ മോളിക്യൂളിലെ കാർബോകാറ്റയോൺ ദിസ് വൺ. നാലാമത്തെ മോളിക്യൂളിൽ ഇതാണ് നമുക്കുണ്ടാകുന്ന കാർബോകാറ്റയോൺ. അപ്പോൾ നമ്മൾ ഇവരുടെ സ്റ്റെബിലിറ്റി ഓർഡർ കമ്പയർ ചെയ്യുവാണെങ്കിൽ അപ്പോൾ ഇവിടെ ഈ എഴുതിയിരിക്കുന്ന 2 കാർബോകാറ്റയോൺസിൻ്റെ പ്രത്യേകത വെച്ചാൽ അവർ അലൈൽ ടൈപ്പ് കാർബോകാറ്റയോൺ ആണ്. ദേ ആർ സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ് അല്ലെ, റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും. ഇത് രണ്ടും അലൈലാണ്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൈ ബോണ്ടിന് 3 ആൽഫ ഹൈഡ്രജൻ എണ്ണം കൂടുതലായതുകൊണ്ട് അതിന് കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും. ഇതാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ. പിന്നെ വരുന്നത് ഈ സിമ്പിൾ അലൈൽ കാർബോകാറ്റയോൺ ആണല്ലോ. പിന്നെ വരുന്നത് ഈ സെക്കൻഡറി കാർബോകാറ്റയോൺ ആയിരിക്കും. ഏറ്റവും ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ട് വരുന്നത് പ്രൈമറി കാർബോകാറ്റയോൺ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിയാക്ടിവിറ്റി ഓർഡർ എന്തായിരിക്കും? അപ്പോൾ റിയാക്ടിവിറ്റിയുടെ ഓർഡർ മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ളത് ഇതായിരിക്കും അല്ലേ. പിന്നെ വരുന്നത് ഇതായിരിക്കും, പിന്നെ വരുന്നത് ഇതായിരിക്കും, പിന്നെ വരുന്നത് ഇതായിരിക്കും. ഇതാണ് ഇതിൻ്റെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4. ഓപ്ഷൻ 4 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കറക്റ്റ് ഓർഡർ ഓഫ് അസിഡിക് സ്ട്രെങ്ത് ഓഫ് ഫോളോയിങ് ഫിനോൾസ്. അപ്പോൾ നമുക്ക് 3 ഫിനോൾസ് തന്നിട്ടുണ്ട്. ഇവരുടെ അസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യണം.
അപ്പോൾ acidic strength എന്ന് വെച്ചാൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് acidic strength കൂട്ടും, ബിക്കോസ് ഇറ്റ് വിൽ സ്റ്റെബിലൈസ് ദ കോൺജുഗേറ്റ് ബേസ് അല്ലേ. കോൺജുഗേറ്റ് ബേസിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് വഴി ഇറ്റ് വിൽ ഇൻക്രീസ് ദ acidic strength. അപ്പോൾ നമുക്കിവിടെ ഒന്ന് അൺസബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഫിനോളാണ്. ഫിനോളിൽ വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നുമില്ല. അപ്പോൾ പിന്നെ അത് നമ്മൾ അവിടെ വെക്കുന്നു. പിന്നെ OH ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ OHൽ ഈ രണ്ടാമത്തെ മോളിക്യൂൾ ഫ്ലൂറിനാണ്. -I ഉണ്ട്, പിന്നെ +R ഉണ്ട്, ആൻഡ് -I ഡോമിനേറ്റ് ഓവർ +R ആണ്. സോ ഇറ്റ് ഈസ് എൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്, ഓക്കെ ആണ്. ക്ലോറിനെ സംബന്ധിച്ച് അഗെയിൻ -I ഉണ്ട്, +R ഉണ്ട്. ക്ലോറിനിൽ വേക്കൻറ്റ് ഡി ഓർബിറ്റൽ ഉള്ളത് കൊണ്ട് അതിന് -R കൂടി ഉണ്ടാവും ഡ്യൂ ടു വേക്കൻറ്റ് ഡി ഓർബിറ്റൽ. വേക്കൻറ്റ് ഡി ഓർബിറ്റൽ ഉള്ളത് കാരണം -R എഫക്റ്റും കൂടെ ഉണ്ടാവും അല്ലേ. അതായത് ഈ പെയർ ഓഫ് ഇലക്ട്രോണിന് ഇങ്ങോട്ടേക്ക് റെസൊണൻസ് വഴിയും വരാം. അതിനെ ബാക്ക് ബോണ്ടിങ് എന്നൊക്കെ നമ്മൾ വിളിക്കും. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റുകളുണ്ട് ക്ലോറിൻ അല്ലേ. ക്ലോറിന് -I ഉണ്ട്, -R എഫക്റ്റും ഉണ്ട്, വിച്ച് ഇൻക്രീസസ് ദ acidic strength ഓഫ് പാരാക്ലോറോഫിനോൾ. അപ്പോൾ പാരാക്ലോറോഫിനോൾ ആണ് മോസ്റ്റ് അസിഡിക് ആയിട്ടുള്ള ആൾ. പിന്നെ 2, പിന്നെ 1. ഓക്കെ, സോ 3, 2, 1 ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലോറിൻ വരുമ്പോഴാണ് acidic strength കൂടുതൽ വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. An organic compound contains 69.77% carbon, 11.63% hydrogen and rest oxygen. The molecular mass of the compound is 86. It does not reduce tolerance reagent but forms an addition compound. It does not reduce tolerance reagent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ketone ആയിരിക്കും. And it forms an addition compound with sodium hydrogen sulfate. അപ്പോൾ addition compound with sodium hydrogen sulfate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് കിട്ടുന്ന ആദ്യത്തെ ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഥൈൽ കീറ്റോൺ ആയിരിക്കും. ഓക്കെ, മീഥൈൽ കീറ്റോണിന് മാത്രമേ സോഡിയം ബൈസൾഫേറ്റുമായിട്ട് അഡിഷൻ പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഗിവ് പോസിറ്റീവ് അയഡഫോം ടെസ്റ്റ്. മീഥൈൽ കീറ്റോണിൻ്റെ വേറൊരു ക്യാരക്ടറിസ്റ്റിക് ടെസ്റ്റാണ് പോസിറ്റീവ് അയഡഫോം ടെസ്റ്റ്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷനിൽ നമുക്ക് ആരെയൊക്കെ ഒഴിവാക്കാൻ നോക്കാം. ഇതിനെ ഒഴിവാക്കാം, കാരണം CHO ടോളറൻസ് റിയേജൻറ്റിനെ റിഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇത് വരാം, ഇത് മാത്രമേ വരുള്ളൂ അല്ലേ. കാരണം ഇതിന് അയഡഫോം ടെസ്റ്റ് തരാൻ പറ്റത്തില്ല, കാരണം ദിസ് ഇസ് നോട്ട് എ മീഥൈൽ കീറ്റോൺ. ഇതിന് സോഡിയം ബൈസൾഫൈറ്റ് ടെസ്റ്റും തരാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 2ലേക്ക് നമുക്കതിനെ കൊണ്ടുവരാം. ഇനി ഓൺ വിഗറസ് ഓക്സിഡേഷൻ ഇറ്റ് ഗിവ്സ് എത്തനോയിക് ആൻഡ് പ്രൊപ്പനോയിക് ആസിഡ്. വിഗറസ് ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ ഈ പാർട്ട് എത്തനോയിക് ആസിഡ് ആയിട്ട് മാറും, ദിസ് പാർട്ട് പ്രൊപ്പനോയിക് ആസിഡ് ആയിട്ട് മാറും. സോ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 2. ഓപ്ഷൻ 2 ആയിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് ഓപ്ഷൻസിനെ കട്ട് ചെയ്ത് പോയാൽ മതി, കറക്റ്റ് ആൻസർ പെട്ടെന്ന് കിട്ടിക്കോളും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റൻ. Amine which cannot be synthesized by Gabriel Thalamide synthesis. Gabriel Thalamide synthesis വഴി പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത അമീൻ. അപ്പോൾ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസിൻ്റെ പ്രത്യേകതയാണ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് അലിഫാറ്റിക് പ്രൈമറി അമീൻ. അലിഫാറ്റിക് പ്രൈമറി അമീൻ മാത്രമേ നമുക്ക് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് വഴി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ this is an aliphatic primary amine, this is an aliphatic primary amine, this is an aliphatic primary amine, this is an aromatic amine. So this cannot be prepared. So correct answer will be option 4 ആയിരിക്കും. അനിലീനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല, കാരണം അനിലീൻ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ക്ലോറോബെൻസീൻ ആൽക്കൈൽ ഹാലൈഡ് ആയിട്ട് നമ്മൾ ക്ലോറോബെൻസീൻ എടുക്കേണ്ടി വരും. ഈ ക്ലോറോബെൻസീന് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അരോമാറ്റിക് അമീൻസ് ഒന്നും നമുക്ക് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് വഴി ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ടേഴ്സ്. അപ്പോൾ തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളുടെ ബേസിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ കണ്ടുപിടിക്കണം എന്നാണ്. അപ്പോൾ ഇതിലൊക്കെ എന്തുണ്ട്? നൈട്രജൻ ഹാവ് ലോൺ പെയർ. ഓക്കെ,
അപ്പോൾ ഈ ലോൺ പെയർ ഇറ്റ് ക്യാൻ ബി ഡൊണേറ്റഡ് എന്നാണ്, ലോൺ പെയർ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതിനാണോ ഏറ്റവും എളുപ്പത്തിൽ ലോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുക അതായിരിക്കും മോസ്റ്റ് ബേസിക് ആയിട്ടുള്ള മോളിക്യൂൾ. ഇതിൽ നിങ്ങൾ ഈ മൂന്നാമത്തെ മോളിക്യൂൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ മോളിക്യൂളിൽ ഈ ലോൺ പെയറും ഈ ഡബിൾ ബോണ്ടും തമ്മിൽ റെസൊണൻസിലായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു റെസൊണൻസ് ഉള്ളത് കാരണം നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടും. ഇവിടെ പോസിറ്റീവ് ആകും, ഓക്കെ. സി എല്ലാ മോളിക്യൂളും നൈട്രജൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജും ഉണ്ട്. പക്ഷേ ഈ മൂന്നാമത്തെ മോളിക്യൂളിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ്റെ മുകളിൽ അഡീഷണലി ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ബാക്കി എല്ലാത്തിലും ലോൺ പെയർ ആണല്ലേ, ഇവിടെ ലോൺ പെയർ, ഇവിടെ ലോൺ പെയർ, ഇവിടെ ലോൺ പെയർ. പക്ഷേ ഈ കേസിൽ നൈട്രജൻ്റെ മുകളിൽ ദർ ഇസ് എ നെഗറ്റീവ് ചാർജ്. അപ്പോൾ നെഗറ്റീവ് ചാർജ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇലക്ട്രോൺസ് അഡീഷണൽ ആയിട്ട് ഇലക്ട്രോൺസ് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അതെപ്പോഴും എന്ത് ചെയ്യും, അതിനെ ആർക്കെങ്കിലും കൊടുക്കാനുള്ളൊരു ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മോളിക്യൂൾ സി ആയിരിക്കും. ഓക്കെ, സി ആയിരിക്കും മോസ്റ്റ് ബേസിക് ആയിട്ടുള്ള ആൾ. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നൈട്രജൻ sp3 ആണ്, ഇത് sp2 ആണ്, ഇതും sp2 ആണ്, സോറി ഇത് sp3. ഓക്കെ, അപ്പോൾ ഈ sp2 നൈട്രജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറച്ചുകൂടെ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ sp2 നൈട്രജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കമ്പാരിറ്റീവ്ലി കൂടുതലായതുകൊണ്ട് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവാണെങ്കിൽ ഇതിൽ ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള ആളായിരിക്കും ഈ sp2 ഹൈബ്രിഡൈസ്ഡ് നൈട്രജൻ ഉള്ള ബി ആയിരിക്കും. ബി ആണ് ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള ആൾ. ഇനി എയിലും ഡിയിലും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ഒരു പ്രൈമറി അമീനും ഡി ഒരു സെക്കൻഡറി അമീനുമാണ്. സെക്കൻഡറി അമീൻ ഇസ് മോർ ബേസിക് അല്ലേ. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ഓർഡർ. ബി less than A, less than D, less than C. So the correct answer will be option 3 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Among the following compounds, which one is found in RNA? RNA-യിൽ ഉള്ളത് ഓക്കെ. ഇപ്പോൾ ആൽഫ ഡി റൈബോസ്, RNA എന്ന് പറഞ്ഞാൽ എന്താണ്, റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. ഒരു റൈബോസ് ഷുഗർ ഉണ്ട്. അപ്പോൾ അതിലുള്ള റൈബോസ് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഡി റൈബോസ് അല്ല, ഇറ്റ് ഇസ് ബീറ്റ ഡി റൈബോസ് ആണ്. അപ്പോൾ ഇത് RNA-യിൽ ഇല്ല. ആൽഫ ഡി 2 ഡിയോക്സി റൈബോസും RNA-യിൽ ഇല്ല. പിന്നെയുള്ളത് ഈ രണ്ട് നൈട്രജൻ ബേസിൻ്റെ കാര്യമാണ്. നമുക്കറിയാം, നമുക്ക് അഡനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ, യുറാസിൽ, ഇതാണ് 5 നൈട്രജൻ ബേസുകൾ. ഇതിൽ RNA-യിലുള്ളത് അഡനിനും ഗ്വാനിനും ഉണ്ടാവും, യുറാസിലും സൈറ്റോസിനുമാണ്. ആരുണ്ടാവത്തില്ല, യുറാസിലുണ്ടാവും, തൈമിൻ ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ RNA-യിലുള്ള മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്, യുറാസിൽ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ 4. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following are primary standards? Oxalic acid, potassium permanganate, potassium dichromate, sodium hydroxide. ഇതിൽ നമ്മൾ പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്നത്, അതായത് വോള്യൂമെട്രിക് അനാലിസിസിൽ പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്നത് ഒക്സാലിക് ആസിഡിനെ ഉപയോഗിക്കാറുണ്ട്. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഒരു പ്രൈമറി സ്റ്റാൻഡേർഡ് അല്ല, ഹൈഗ്രോസ്കോപ്പിക് ഇൻ നേച്ചറാണ്. അത് പെട്ടെന്ന് അത് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യും. അതേപോലെ തന്നെയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഓൾസോ ഇറ്റ് അബ്സോർബ്സ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. അതുകൊണ്ട് തന്നെ അതൊന്നും നമ്മൾ പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കാറില്ല. സോ ഓക്സാലിക് ആസിഡും പൊട്ടാസ്യം ഡൈക്രോമേറ്റും ദേ ആർ വെരി സ്റ്റേബിൾ കോമ്പൗണ്ട്സ് അറ്റ് ലൈക്ക് നോർമൽ കണ്ടീഷൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓക്സാലിക് ആസിഡിനെയും പൊട്ടാഷ്യം ഡൈക്രോമേറ്റിനെയും പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. പൊട്ടാഷ്യം പെർമാംഗനേറ്റിനെയും sodium hydroxide, they are not used as primary standards. Okay, അപ്പോൾ ലൈക്ക് 1 and 3 അല്ലേ, 1 and 3 വരുന്നത് ഓപ്ഷൻ 2 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Okay, when a non-volatile solute is added to a solvent, the vapor pressure of the solvent decreases by 10 millimeters of mercury. The mole fraction of the solute in the solution is 0.2. What would be the mole fraction of the solvent if decrease in vapor pressure is 20 millimeters of mercury?
സോ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പം ദ വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെൻറ്റ് ഇനീഷ്യലി പറഞ്ഞത് ഇപ്പം നമ്മൾ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ് P0 മൈനസ് P ഡിവൈഡഡ് ബൈ P0 ഈസ് ഈക്വൽ ടു K2 എന്നാണ് അല്ലേ, മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്നാണ്. ഇതിനൊന്ന് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം P0 മൈനസ് P ഈസ് ഈക്വൽ ടു P0 K2 എന്ന് എഴുതാം. ആൻഡ് P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻ്റ് ആണ്, ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഇക്വേഷന് ഇങ്ങനെ എഴുതുന്നു, P0 മൈനസ് P is directly proportional to K2. P0 minus P is directly proportional to K2 എന്ന് വരും. അതായത് സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി നമുക്ക് പറഞ്ഞേക്കുന്നത് ആദ്യത്തെ ഒരു കേസ് പറഞ്ഞേക്ക് വെൻ എ നോൺ വോളറ്റൈൽ. അപ്പം നമ്മളിപ്പം രണ്ട് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതാന്ന് വെച്ചോ, P0 മൈനസ് P1 ഡിവൈഡഡ് ബൈ P0 മൈനസ് P2 ഈക്വൽ ടു K21 ഡിവൈഡഡ് ബൈ K22 അല്ലേ, K21 ഡിവൈഡഡ് ബൈ K22. അപ്പോൾ K21 ഡിവൈഡ് ബൈ K22 നോക്കാം ബാക്കി. ഓക്കെ, when a non-volatile solute is added to a solvent, the vapor pressure of the solvent decreases by 10 millimeters of mercury. അപ്പോൾ ഈ P0 മൈനസ് P1 ഞാൻ 10 ആയിട്ട് എടുക്കും, 10 millimeters of mercury. In that case, the mole fraction of the solute in the solution is 0.2. K2 is 0.2. What would be the mole fraction of the solvent if decrease in vapor pressure? അതായത് P0 minus P 20 millimeters ആവുമ്പം മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻ്റ് ആണ്, മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻ്റ്. അപ്പോൾ നമുക്ക് K1 കണ്ടുപിടിക്കണം, K1 കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആദ്യത്തത് 10, പിന്നത്തത് 20, K21. ഓക്കെ, ഇതിനെ ഞാൻ K21 0.2. ഇപ്പോൾ രണ്ടാമത്തെ കേസിലെ K2 നമുക്കറിയാൻ പാടില്ല അല്ലേ, K22 നമുക്കറിയാൻ പാടില്ല. സോ K2 എത്രയായിരിക്കും, 0.2 ഇൻറ്റു സോ 0.4 വരും അല്ലേ. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് K2 അല്ല, വി ഹാവ് ടു ഫൈൻഡ് K1 അല്ലേ. K1 സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ K2 0.4 ആണെങ്കിൽ K1 is equal to 0.6 വരും. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3 വരും. ഓക്കെ, ഓപ്ഷൻ 3 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, drug X becomes ineffective after 50% decomposition. 50% decomposition നടന്നു കഴിഞ്ഞാൽ ഡ്രഗ് ഇൻഎഫക്റ്റീവ് ആവും. The original concentration of drug in a bottle was 16 milligram per ml, which becomes 4 milligram per ml in 12 months. The expiry time of the drug in months is, assume that the decomposition of the drug follow first order kinetics. Okay, അത് നമുക്ക് എക്സ്പയറി ടൈം കണ്ടുപിടിക്കണം എന്നുള്ളതാണ് മന്ത്സിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ് എക്സ് ബിക്കംസ് ഇൻഎഫക്റ്റീവ് ആഫ്റ്റർ 50% ഡീകമ്പോസിഷൻ. 50% ഡീകമ്പോസിഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇൻഎഫക്റ്റീവ് ആവും. അപ്പോൾ ആ 50% ഡീകമ്പോസിഷൻ നടക്കാൻ എടുക്കുന്ന ടൈം, അതാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അല്ലേ. അപ്പോൾ 50% ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഹാഫ് ആവാനുള്ള അല്ലെങ്കിൽ ഹാഫ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ ഹാഫ് ആയിട്ട് അതായത് ഹാഫ് ലൈഫ് പീരീഡ് അല്ലേ. അപ്പോൾ എക്സ്പയറി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പയറി ടൈം ഇസ് ഈക്വൽ ടു ടി ഹാഫ്. ടി ഹാഫ് ആണ്, കാരണം
50% ഡീകമ്പോഷൻ നടക്കുമ്പോഴാണ് ഡ്രഗ് ഇൻഎഫക്റ്റീവ് ആവുക, അതായത് എക്സ്പയറി ഡേറ്റഡ് ആവും. അപ്പോൾ T1/2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ്പയറി ടൈം എന്ന് പറഞ്ഞാൽ T1/2. അപ്പോൾ T1/2 കണ്ടുപിടിക്കാം. അപ്പോൾ ഈ T1/2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അടുത്തൊരു ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്. അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഒറിജിനൽ കോൺസെൻട്രേഷൻ ഓഫ് ദ ഡ്രഗ് ഇൻ എ ബോട്ടിൽ വാസ് 16 mg/ml. അതായത് R0 ഇസ് 16 mg/ml, which becomes 4 mg/ml in 12 months. അതായത് R0 to become R0/4, അതായത് 16/4 അല്ലേ, 16/4 ആണ് 4 mg. അപ്പോൾ R0/4 എടുക്കുന്ന സമയം to become R0/4 time taken is equal to 12 months. സോ R0/4 എടുക്കുന്ന സമയം 12 months ആണ് അല്ലേ. അപ്പോൾ ഒരു ഫസ്റ്റ് ഓർഡർ ഡീകമ്പോസിഷനിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 1/4 ടൈം ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ബേസിക്കലി 2 T1/2 ആണ് അല്ലേ. അപ്പോൾ 2 T1/2 ആണ് എത്ര, 12 months എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയാണെങ്കിൽ T1/2 എത്രയായിരിക്കും? T1/2 is equal to 6 months. ഇനി ഈ T1/2 ആണ് ഇതിൻ്റെ expiry date, so the correct answer is 6. Okay, അപ്പോൾ 6 months എടുക്കുമ്പം ആ ഡ്രഗ് ലൈക്ക് എക്സ്പയറി ഡേറ്റഡ് ആയിട്ടാണ്, ഡീകമ്പോസ് ചെയ്തിട്ടുണ്ടാവും. 50% ഡീകമ്പോസ് ചെയ്ത് അത് എക്സ്പയറി ഡേറ്റഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത മേജർ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ. റൈറ്റ് ദ മേജർ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ആണ്. സോ നമുക്കൊരു ആൽക്കൈൽ ഹാലൈഡ് തന്നിട്ടുണ്ട്. ആ ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോളിക് KOH വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യും. അപ്പോൾ ആൽക്കഹോളിക് KOH വെച്ച് ഹീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം റിയാക്ഷൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ആൽക്കഹോളിക് KOH വെച്ചിട്ടുള്ള ഹീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രോ ഹാലോജനേഷൻ അല്ലെ, ഡീഹൈഡ്രോ ഹാലോജനേഷൻ ഉള്ള റിയേജൻ്റ് ആണ് ആൽക്കഹോളിക് KOH. അപ്പോൾ ഒരു ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോളിക് KOH വെച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ആൽക്കീൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്കിവിടെയൊക്കെ കുറേ ആൽക്കീനാണ് പ്രൊഡക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഏത് ആൽക്കീനാണ് നമുക്ക് മേജർ പ്രൊഡക്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ എലിമിനേഷൻ റിയാക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആയിരിക്കും മേജർ പ്രൊഡക്റ്റ് അല്ലേ. അപ്പോൾ മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ, ഇപ്പം നമുക്കിവിടെ രണ്ട് പോസിബിലിറ്റി ആണ്. ഇപ്പം ഇതാണ് ആൽഫ കാർബൺ, ദിസ് ഇസ് ബീറ്റ, ദിസ് ഇസ് ബീറ്റ. അപ്പോൾ ഇവിടെയും ബീറ്റ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും ബീറ്റ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് പോസിബിൾ പ്രൊഡക്റ്റുകൾ എഴുതാം. ഒന്ന് C6H5 CH ഡബിൾ ബോണ്ട് CH CH3 CH3, ഇതൊരെണ്ണം. വേറൊരു പോസിബിലിറ്റി എന്ന് വെച്ചാൽ C6H5 CH2 CH ഡബിൾ ബോണ്ട് C CH3 CH3. ഇതാണ് രണ്ട് പോസിബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ. ഇതിൽ മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അല്ലേ, മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇതാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതായിരിക്കും മേജർ പ്രൊഡക്റ്റ് എന്നാണ്. പക്ഷേ അതല്ല മേജർ പ്രൊഡക്റ്റ്. മേജർ പ്രൊഡക്റ്റ് വരുന്നത് ഇതാണ്. കാരണം ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ബെൻസീൻ റിംഗ് ആണ്. ഈ ബെൻസീൻ റിംഗിൽ കോൺജുഗേറ്റഡ് ആയിട്ടാണ് പുതിയ പൈ ബോണ്ട് ഫോം ചെയ്തേക്കുന്നത് അല്ലേ, കോൺജുഗേറ്റഡ് ആയിട്ടുള്ള പൈ ബോണ്ട്, കോൺജുഗേറ്റഡ് പൈ ബോണ്ട്. അപ്പോൾ ഒരു കോൺജുഗേറ്റഡ് ആയിട്ടുള്ള പൈ ബോണ്ട് ഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള മോളിക്യൂൾ ആയിരിക്കും ഫോം ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മോളിക്യൂളുകളിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള മോളിക്യൂൾ ആദ്യത്താണ്. അപ്പോൾ ആ മോളിക്യൂളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സിസ്ട്രാൻസ് ഐസോമറിസം അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും. അപ്പോൾ ആ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമ്പം ട്രാൻസ് ഐസോമർ ആയിരിക്കും മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരും അല്ലേ. അപ്പോൾ ഇതിലെ ട്രാൻസ് ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പോൾ ഇവിടെ C6H5 C ഡബിൾ ബോണ്ട് C ആണ്. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് സിസ് ആണ്. അപ്പോൾ സിസ് അല്ല. അപ്പോൾ ഇവിടെ വരുമ്പം ഇവിടെ ഇത് ട്രാൻസ് ആണ്. C6H5 CH ഡബിൾ ബോണ്ട് CH CH3 CH3. സോ ഇത് അപ്പോൾ ഇതാണ് ഇതിലെ ട്രാൻസ് ഐസോമർ. അപ്പോൾ ഈ ട്രാൻസ് ഐസോമർ ആയിരിക്കും ഇതിൻ്റെ മേജർ പ്രൊഡക്റ്റ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. സോ ഈ ഒരു ക്വസ്റ്റൻ വെച്ച് ഞാൻ ഇവിടുത്തെ ഈ ഒരു ലൈവ് സെഷൻ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കുറേ ഒരു 10-40ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള കോൺസെപ്റ്റുകൾ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഏതെങ്കിലും നിങ്ങൾ മിസ്സായി പോയിട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അതൊക്കെ വായിച്ച് ഒന്ന് സ്ട്രോങ് ആക്കി വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.